ക്രിസ്തുവിൽ സ്നേഹവും വന്ദനം ചൊല്ലുകയാണ്. ಕ್ರಿಸ್ತನಲ್ಲಿ ಪ್ರೀತಿಯ ವಂದನೆ ತಿಳಿಸ್ತಾ ಇದ್ದೇನೆ. കർത്താവിന്റെ സുനിൽ പാസ്റ്ററായി കുടുംബത്തിനായി ಕರ್ತನ ಸೇವಕರಾದಂತಹ ಸುನಿಲ್ ಪಾಸ್ಟರ್ ಅವರಿಗಾಗಿ ಕುಟುಂಬಕ್ಕಾಗಿ വിളിച്ചതിനായി വന്ദനം ചൊല്ലുന്നു. ನನ್ನನ್ನು ಕುಟುಂಬಕ್ಕೆ ಕರೆದದಕ್ಕಾಗಿ ಪ್ರೀತಿಯ ವಂದನೆ ತಿಳಿಸುವನಾಗಿದ್ದೇನೆ. എനിക്ക് മുന്നേ ശുശ്രൂഷിച്ച കർത്താവദാസനായി, ഫാമിലിക്കായി, കർത്താവിന്റെ ലീഡേഴ്സിനായി, എല്ലാവർക്കുമായി കർത്താവിന്റെ ജസ്റ്റ് മാസ്റ്റർക്കായി ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുകയാണ്. ಈ ಸಮಯದಲ್ಲಿ ನನಗಿಂತ ಮೊದಲಾಗಿ ದೇವರ ವಾಕ್ಯ ಮಾತಾಡಿದಂತಹ ಸೇವಕರಿಗೂ ಅವ್ರ ಕುಟುಂಬಕ್ಕೂ ಲೀಡರ್ಸರಿಗೂ ಎಲ್ಲರಿಗೂ ಜಸ್ಟಿನ್ ಪಾಸ್ಟರ್ಗಾಗಿ ಎಲ್ಲರಿಗೂ ವಂದನೆ ತಿಳಿಸುವನಾಗಿದ್ದೇನೆ. എല്ലാ കണ്ണുകളടച്ചാട്ടെ, ಎಲ್ಲರ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿರಿ. പറഞ്ഞിട്ട് യേശുവേ എന്നോട് സംസാരിച്ചതിനായി സ്തോത്രം. ಈಗ ಹೇಳೋಣ, ದೇವರೇ ಯೇಸುವೇ ನನ್ನೊಂದಿಗೆ ಮಾತನಾಡೋದಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಎಂಬುದಾಗಿ ಹೇಳೋಣ. ഇതുവരെ കേട്ട വാക്യങ്ങൾ ഒരു നിമിഷം നിങ്ങൾ ധ്യാനിച്ചാട്ട്, ಇದುವರೆಗೂ ಕೇಳಿದ ವಾಕ್ಯವನ್ನ ಮತ್ತೊಂದು ಆವೃತ್ತಿ ಧ್ಯಾನ ಮಾಡಿಕೊಳ್ಳೋಣ. ആമേൻ പറഞ്ഞാട്ട്, ಅದಕ್ಕೆ ಆಮೇಲೆ ಹೇಳೋಣ. കേട്ട പ്രവചനങ്ങൾ, ಕೇಳಿದ ಪ್ರವಾದನೆಗಳು നല്ല നിലത്ത് വീണ വിത്ത് പോലെ ಒಳ್ಳೆಯ ಭೂಮಿಯಲ್ಲಿ ಬಿದ್ದಂತ ಬೀಜದ ಹಾಗೆ 100 മേനിയായ ഫലം തരണം. 100ರಷ್ಟು ಫಲವನ್ನು ಕೊಡಬೇಕು. വചനം കേട്ടു പോകുന്നവരല്ല, ವಾಕ್ಯವನ್ನು ಕೇಳಿದವರಾಗಿ ಹೋಗುವುದು ಮಾತ್ರವಲ್ಲ, ചെയ്യുന്നവരായി ಅದನ್ನು ಮಾಡುವವರಾಗಿ. ഒരു നിമിഷം ധ്യാനിച്ചാട്ട് ಒಂದು ನಿಮಿಷ ಧ್ಯಾನ ಮಾಡಿಕೊಳ್ಳೋಣ. കർത്താവിനോട് നന്ദി പറഞ്ഞാട്ട്, ಕರ್ತನಿಗೆ ಕೃತಜ್ಞತೆ ಹೇಳೋಣ. ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ച കർത്താവിന്റെ ദാസനായി സ്തോത്രം പറഞ്ഞാട്ട്, ಈ ರೀತಿಯಾದ ಕೂಟವನ್ನು ಏರ್ಪಡಿಸಿದ ದೇವ ಸೇವಕರಿಗೆ ಆಗಿ ಸ್ತೋತ್ರ ಹೇಳೋಣ. ഇതിന്റെ പിറകിൽ ഒത്തിരി സാമ്പത്തിക ചെലവുകളുണ്ട്. ಇದರ ಹಿಂದೆ ಅನೇಕ ಆರ್ಥಿಕ ಖರ್ಚುಗಳಿದೆ. ഒത്തിരി ദിവദാസന്മാരുടെ പ്രാർത്ഥനകളും അവരുടെ അധ്വാനങ്ങളുമുണ്ട്. ಅನೇಕ ಸೇವಕರ ಜನರ ಪ್ರಾರ್ಥನೆ, ಅವರ ಪರಿಶ್ರಮ ಇದೆ. കർത്താവ് നിങ്ങളെ ശുശ്രൂഷിക്കാൻ കരുണ തോന്നി അയക്കുന്നതാ. ಕರ್ತನು ನಿಮ್ಮ ಸೇವೆ ಮಾಡುವುದಕ್ಕಾಗಿ ಕರುಣೆ ತೋರಿಸಿ ಕಳಿಸಿಕೊಡುವಂತದಾಗಿದೆ. ഇതിനായി സ്തോത്രം പറഞ്ഞു. ಅದಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಹೇಳೋಣ. വായി തുറന്ന് പറഞ്ഞ അടിയനിതാ. ಬಾಯಿ ತೆರೆದು ಹೇಳೋಣ, ದೇವರೇ ನಾನಿದೋ. വായി തുറന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട് ಬಾಯಿ ತೆರೆದು ಪ್ರಾರ್ಥಿಸೋಣ. അന്തരീക്ഷ മണ്ഡലങ്ങൾ മാറട്ടെ. ಈ ಮಂಡಲ ಮಾರ್ಪಡಲಿ. ജുഡബല റംധന വൈഡക റീബു ഷാബാബാബ. വായികളെ തുറന്ന് പ്രാർത്ഥിച്ചാട്ട്. ಬಾಯಿಗಳು ತೆರೆದು ಪ್ರಾರ್ಥಿಸೋಣ. വരാമ നഗാദ ലമന റഗദു റഗജുഡക വരം ജുഡി മനം ജുഡി മാമാ മാമാ. പ്രാർത്ഥിക്കാൻ കഴിയുന്ന എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ ಇರುವವರು ಎಲ್ಲರೂ ಪ್ರಾರ್ಥನೆ ಪ್ರಾರಂಭಿಸೋಣ. ഈ സ്ഥലത്തിന്റെ പേരെന്തുവാ? ഉടുപ്പിൽ യേശുപുരം. യേശുപുരം. ഈ ഉടുപ്പി ഭാഗങ്ങൾക്ക് ഈ ദേശത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുക. ಈ ಉಡುಪಿ ಪ್ರದೇಶಕ್ಕಾಗಿ, ಈ ವಿಶೇಷವಾಗಿ ಈ ಸ್ಥಳಕ್ಕಾಗಿ ನಾವು ಪ್ರಾರ್ಥಿಸೋಣ. പ്രത്യേകമായി ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ವಿಶೇಷವಾಗಿ ದೇಶಕ್ಕಾಗಿ ಪ್ರಾರ್ಥಿಸೋಣ. പ്രത്യേകമായി പ്രാർത്ഥിക്കുക. ವಿಶೇಷವಾಗಿ ಪ್ರಾರ್ಥಿಸೋಣ. മണ്ണിടിച്ചിലുകളെ തടഞ്ഞു പ്രാർത്ഥിക്കുക. ಮಣ್ಣು ಕುಸಿದು ಬೀಳುವುದನ್ನ ತಡೆ ಮಾಡಿ ಪ್ರಾರ್ಥಿಸೋಣ. ഈ വെള്ളം കയറി മണ്ണ് കുതിർന്ന് ഇടിഞ്ഞു വീഴുന്നതിനെ തടഞ്ഞു പ്രാർത്ഥിക്കുക. ಆ ನೀರು ಏರಿ ಆ ಭೂಮಿ ಕುಸಿತವಾಗುವಂತದನ್ನ ತಡೆ ಮಾಡಿ ನಾವು ಪ್ರಾರ್ಥಿಸೋಣ. പ്രാർത്ഥന കൈ ഉയർത്തി പറഞ്ഞു, യേശുവേ, ಕೈ ಎತ್ತಿ ಹೇಳೋಣ, ಯೇಸುವೇ, ഈ മഴ ആർക്കും ഒരു തടസ്സമാകരുത്. ಈ ಮಳೆ ಯಾರಿಗೂ ಒಂದು ತಡೆ ಆಗಬಾರದು. സഭ പ്രാർത്ഥിക്കുന്നു. ಸಭೆ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದೆ. സഭ പ്രാർത്ഥിച്ചാട്ട്. ಸಭೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ. നിങ്ങളുടെ പ്രാർത്ഥന പല ദുരന്തങ്ങളെയും തടയുന്നതാണ്. ನಿಮ್ಮ ಪ್ರಾರ್ಥನೆ ಅನೇಕ ದುರಂತರವನ್ನು ತಡೆ ಮಾಡುವಂತದಾಗಿದೆ. പ്രാർത്ഥന പലരെയും ജീവനെ രക്ഷിക്കുന്നതാണ്. ನಿಮ್ಮ ಪ್ರಾರ್ಥನೆ ಅನೇಕರ ಜೀವವನ್ನು ಉಳಿಸುವಂತದಾಗಿದೆ. മണ്ണിടിച്ചില് കർത്താവ് ഇതിനകത്ത് എടുത്തെടുത്ത് കാണിക്കുന്നു. ಭೂಕುಸಿತವನ್ನ ದೇವರು ಪದೇ ಪದೇ ತೋರಿಸುತ್ತಿದ್ದಾರೆ. മണ്ണ് ഇടിഞ്ഞ ഈ ലാൻഡ് സ്ലൈഡ് ചെയ്യുന്ന പോലെ തന്നെ കാണിക്കുന്നു. ಭೂಕುಸಿತ ಉಂಟಾಗಿ ಅನೇಕ ಕಡೆ ಬೀಳುವುದನ್ನ ನಾನು ದೇವರು ತೋರಿಸ್ತಾ ಇದ್ದಾನೆ. അങ്ങനെ സംഭവിക്കുന്നതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ಹಾಗೆ ಸಂಭವಿಸೋದನ್ನ ಮುರಿದು ನಾವು ಪ್ರಾರ್ಥಿಸೋಣ. അങ്ങനെ സംഭവിക്കുന്നതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ಹಾಗೆ ಸಂಭವಿಸೋದನ್ನ ಮುರಿದು ಪ್ರಾರ್ಥಿಸೋಣ. സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ಆ ದೇವರೇ, ಹಾಗೆ ಸಂಭವಿಸಬಾರದು ಎಂಬುದಾಗಿ ಪ್ರಾರ್ಥಿಸುತ್ತಾನೆ ಕರ್ತನೆ. സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ಸಭೆ ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥಿಸೋಣ. ആത്മാവിന് അധികാരമുള്ളവർ അതിനെ നോക്കി പ്രാർത്ഥിച്ചാട്ടെ. ಆತ್ಮನ ಅಧಿಕಾರವುಳ್ಳವರು ಅದನ್ನು ನೋಡಿ ಪ್ರಾರ್ಥಿಸಿರಿ. പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ಪ್ರಾರ್ಥಿಸುವ ಸಮಯವಾಗಿದೆ. പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ಇದು ಪ್ರಾರ್ಥಿಸುವ ಸಮಯವಾಗಿದೆ. ഇത് മറ്റൊന്നും ചിന്തിക്കേണ്ട സമയമല്ല. ಇದು ಬೇರೆ ಯಾವುದನ್ನು ಚಿಂತಿಸುವ ಸಮಯವಲ್ಲ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കേണ്ട സമയമാണ്. ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ನಿರಂತರವಾಗಬೇಕಾದ ಸಮಯ. പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ಪ್ರಾರ್ಥಿಸಬೇಕಾದ ಸಮಯ. ഈ വെള്ളം മഴ പെയ്ത് ജനത്തിന് ബുദ്ധിമുട്ടാകരുത്. മണ്ണിടിച്ചില് പോലെ, ഉരുൾപൊട്ടല് പോലെ ಈ ಮಳೆಯು ಆ ಜನರಿಗೆ ಮಣ್ಣು ಕುಸಿತ ಉಂಟಾಗಿ ಜನರಿಗೆ ಸಮಸ್ಯೆಗಳು ಉಂಟಾಗಬಾರದು. സ്വർഗീയ പിതാവേ, സഭ ദേശത്തെ അനുഗ്രഹിക്കുകയാണ്. ಪರಲೋಕದ ದೇವರೇ, ಸಭೆ ದೇಶವನ್ನು ಆಶೀರ್ವದಿಸ್ತಾ ಇದೆ. സഭ യേശുവിന്റെ നാമത്തിൽ ദേശത്തെ കവർ ചെയ്യുകയാണ്. ಈ ಸಭೆ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಪ್ರದೇಶವನ್ನು ನಾವು ಕವರ್ ಮಾಡುವವರಾಗಿದ್ದೇವೆ. യേശുവിന്റെ നാമത്തിൽ ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ದೇಶವನ್ನು ನಾವು ಆಶೀರ್ವದಿಸುತ್ತಿದ್ದೇವೆ. ഈ ലാൻഡിനെ യേശുവിന്റെ രക്തം മുദ്ര ചെയ്ത് ബ്ലസ് ചെയ്യുകയാണ്. ಈ ಜಾಗವನ್ನು ಯೇಸುವಿನ ರಕ್ತದಲ್ಲಿ ಮುದ್ರೆ ಹಾಕಿ ನಾವು ಆಶೀರ್ವದಿಸುತ್ತೇವೆ. ഞങ്ങളുടെ ശാപം, ഭൂമിയുടെ ശാപം യേശു ക്രൂശിൽ ഏറ്റുവാങ്ങിയതിനായി സ്തോത്രം ചെയ്യും. ನಮ್ಮ ಶಾಪವನ್ನ, ಭೂಮಿಯ ಶಾಪವನ್ನ ಕಲ್ವಾರಿಯಲ್ಲಿ ನೀನು
ಹೊಂದಿದ ದೇವರು ಅದನ್ನು ತೆಗೆದುಕೊಂಡದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. നിന്റെ അഭിഷേകത്തിൽ നിന്റെ ഓഫീസിൽ നിന്നുകൊണ്ട് ആ ശാപത്തെ ഞങ്ങൾ മുറിക്കുകയാണ്. ನಿನ್ನ ಅಭಿಷೇಕದಲ್ಲಿ ದೇವರ ಆಫೀಸಲ್ಲಿ ನಿಂತುಕೊಂಡು ದೇವರೇ ನಾವು ಮುರಿಯುವರಾಗಿದ್ದೇವೆ. എല്ലാ കരങ്ങളും അടിച്ചതിന് സ്തോത്രം പറഞ്ഞു. ಎಲ್ಲ ಕರಗಳ ತಟ್ಟಿ ಅದಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಹೇಳೋಣ. വളരെ ശക്തിയോടെ ശക്തിയോടെ ಜೋರಾಗಿ ಜೋರಾಗಿ ಕರಗಳ ತಟ್ಟಿ ದೇವರೇ, ശക്തിയോടെ 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 ಜೋರಾಗಿ ಜೋರಾಗಿ. റബ റബാല 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 റമാന റാബ ബാബ. ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളൊരു പ്രാവചനിക സന്ദേശത്തിനാണ് ഇരിക്കുന്നെങ്കിൽ, ഒരു പ്രവാചക ശബ്ദത്തിനാണ്, ಈಗ ಒಂದು ಪ್ರವಾದನ ಶಬ್ದಕ್ಕಾಗಿ ನೀವು ಕುಳಿತಿರುವುದಾದರೆ, കർത്താവിനെ തന്നിരിക്കുന്ന ഒരു പ്രാവചനിക സന്ദേശമാണ്. ನನಗೆ ಕರ್ತನ ಈಗ ಕೊಟ್ಟಿರೋದು ಒಂದು ಪ್ರವಾದನ ಸಂದೇಶವಾಗಿದೆ. ഈ സന്ദേശം കേൾക്കാനിരിക്കുന്നവര്, ಈ ಸಂದೇಶ ಕೇಳಲಿಕ್ಕೆ ಕುಳಿತವರು ഈ ബോഡി ലാംഗ്വേജിൽ ഇരുന്നാൽ പറ്റത്തില്ല. ಈ ರೀತಿಯಾಗಿ ಕೂತ್ರೆ ಸಾಲದು. നിങ്ങൾ ആ വചനത്തോട് റെസ്പോണ്ട് ചെയ്യണം. ನೀವು ವಾಕ್ಯಕ್ಕೆ ಪ್ರತಿಕ್ರಿಯೆ ಪಡಿಸಬೇಕು. നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കണം. ನೀವು ಪುಳಕಿತರಾಗಿರ್ಬೇಕು. കേൾക്കുന്ന വാക്യത്തിന് തലയാട്ടുകയല്ല, കരങ്ങളടിച്ച് ആമേൻ പറയണം. ಕೇಳುವ ವಾಕ್ಯಕ್ಕೆ ತಲೆ ಆಡಿಸುವುದಲ್ಲ, ಆಮೇಲೆ ಹೇಳಿ ಅದಕ್ಕೆ ಸ್ವೀಕರಿಸಬೇಕು. ആ വാക്യത്തെ സെലിബ്രേറ്റ് ചെയ്യണം. ಆ ವಾಕ್ಯವನ್ನ ಆ ವಾಕ್ಯದಲ್ಲಿ ಸಂಭ್ರಮಣಗೊಳ್ಳಬೇಕು. നിങ്ങൾ എത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യോ, ಎಷ್ಟರ ಮಟ್ಟಿಗೆ ನೀವು ಅದನ್ನ ಆಚರಿಸ್ತೀರೋ അത്രമാത്രം ഇവിടെ നിൽക്കുന്ന ആളുകളിൽ നിന്ന് അത് ഒഴുകാൻ തുടങ്ങും. ಆ ರೀತಿಯಲ್ಲಿ ಆತ್ಮವು ಇಲ್ಲಿ ಹರಿಯುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸುತ್ತದೆ. ഞാൻ പറഞ്ഞ അത്ര പേർക്ക് മനസ്സിലായി? ನಾನು ಹೇಳೋದು ಎಷ್ಟು ಜನರಿಗೆ ಅರ್ಥವಾಗಿದೆ? എപ്പോഴും ഒരു പ്രൊഫറ്റിക്കൽ മാന്റിലിന് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ಆ ಒಂದು ಪ್ರವಾದನ ಕಾರ್ಯಗಳಿಗೆ ಅದರದೇ ಆದ ಒಂದು ವಾತಾವರಣ ಇದೆ. അതിന് അന്തരീക്ഷം വേണം. ಅದಕ್ಕೆ ಒಂದು ಒಳ್ಳೆ ಉತ್ತಮವಾದ ವಾತಾವರಣ ಉಂಟಾಗಬೇಕು. നിങ്ങൾ ആ അന്തരീക്ഷത്തെ ക്രിയേറ്റ് ചെയ്യണം. ನೀವು ಆ ವಾತಾವರಣವನ್ನ ಸೃಷ್ಟಿ ಮಾಡಿಕೊಳ್ಳಬೇಕು. ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ അന്തരീക്ഷത്തിലായിരിക്കണം. ನಂಬಿಕೆಯಿಂದ ಆ ವಾತಾವರಣದ ಒಳಗೆ ನೀವು ಇರಬೇಕು. നിങ്ങളുടെ ഫെയ്ത്തിനെ നിങ്ങൾ പ്രദർശിപ്പിക്കണം. ನಿಮ್ಮ ನಂಬಿಕೆಯನ್ನ ನೀವು ಪ್ರದರ್ಶನ ಮಾಡಬೇಕು. ഈ അന്തരീക്ഷത്തിൽ ദൂതന്മാർ കയറിറങ്ങും. ಆ ವಾತಾವರಣದಲ್ಲಿ ದೇವದೂತರು ಹತ್ತುತ್ತಾ ಇಳಿಯುತ್ತಾ ಇರ್ತಾರೆ. നിങ്ങളോട് കർത്താവ് സംസാരിക്കുമെന്ന് ഉറച്ചോണം. ನಿಮ್ಮೊಂದಿಗೆ ಕರ್ತನು ಮಾತನಾಡುತ್ತಾನೆ ಎಂಬ ದೃಢ ನಿಶ್ಚಯದೊಂದಿಗೆ ಇರಬೇಕು. സംസാരിക്കുക മാത്രമല്ല, നിങ്ങളുടെ ലൈഫിനെ തിരിക്കാൻ പറ്റും. പ്രൊഫറ്റിക്കൽ ಮಾತನಾಡುವುದು ಮಾತ್ರವಲ್ಲ, ನಿಮ್ಮ ಜೀವಿತವನ್ನ ಪ್ರವಾದನ ಆತ್ಮವು ಬದಲಾಯಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ. ഹല്ലേലൂയ പറയാമോ? ಹಾಲೆಲೂಯ ಹೇಳಬಹುದಾ? ಸಾಲದು. ಜೋರಾಗಿ ഹല്ലേലൂയ ಹಾಲೆಲೂಯ ഹല്ലേലൂയ ಹಾಲೆಲೂಯ. നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ ഈ ശബ്ദം മുഴങ്ങണം. ನಿಮ್ಮ ಆತ್ಮಮಂಡಲದಲ್ಲಿ ನಿಮ್ಮ ಶಬ್ದ ಮೊಳಗಬೇಕು. വചനം പറയുന്നു, ವಾಕ್ಯ ಹೇಳುತ್ತದೆ, യഹോവയുടെ വചനത്തിന്റെ ശബ്ദം കേട്ട് ചലിക്കുന്ന വീരന്മാരായ ദൂതന്മാരുണ്ടെന്ന്. ಯೆಹೋವನ ವಾಕ್ಯದ ಶಬ್ದವನ್ನು ಕೇಳಿ ಚಲಿಸುವಂತ ವೀರರಾದ ದೂತರಿದ್ದಾರೆ ಎಂಬುದಾಗಿ. എന്താ അർത്ഥം? ಅರ್ಥ ಏನು? നിങ്ങൾ നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ വിളിച്ചു പറയുന്ന വചനങ്ങൾ, ನೀವು ಆತ್ಮಮಂಡಲದಲ್ಲಿ ಕೂಗಿ ಹೇಳುವ ವಾಕ್ಯಗಳು ദൂതന്മാരത് കേൾക്കും. ದೇವದೂತರು ಅದನ್ನು ಕೇಳುತ್ತಾರೆ. ദൂതന്മാരത് കേൾക്കും. ದೇವದೂತರು ಅದನ್ನು ಕೇಳಿಸಿಕೊಳ್ಳುತ್ತಾರೆ. നിങ്ങൾക്ക് വേണ്ടി ಆ ಏಂಜಲಿಕ್ ರೆಲಂ ಮೂವ್ ചെയ്യും. ನಿಮಗೋಸ್ಕರ ದೇವದೂತರ ಮಂಡಲ ಚಲಿಸಲ್ಪಡುತ್ತದೆ. നിങ്ങളൊരു ഏಂಜലിಕ್ ರೆಲಂ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ದೇವದೂತರ ಮಂಡಲ ಚಲಿಸಬೇಕೆಂಬುದನ್ನು ನೀವು ಬಯಸುವುದಾದರೆ, ആ ರೆಲಂ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ಆ ಮಟ್ಟವು ಚಲಿಸಬೇಕಾದರೆ വിശ്വാസത്തോടെ വചനം വിളിച്ചു പറയണം. ನಂಬಿಕೆಯಿಂದ ವಾಕ್ಯವನ್ನು ಕೂಗಿ ಹೇಳಬೇಕು. വചനം പറയുമ്പോ ವಾಕ್ಯ ಹೇಳುವಾಗ ദൂതന്മാർ ചലിച്ചു തുടങ്ങും. ದೇವದೂತರು ಚಲಿಸುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸುತ್ತಾರೆ. ಉದಾಹರಣೆಗೆ, വീട്ടിലൊന്നുമില്ല, ಮನೆಯಲ್ಲಿ ಏನೂ ಇಲ್ಲ, നിങ്ങൾ പറയുകയാണ്, ನೀವು ಹೇಳುತ್ತೀರಿ, യേശു എന്റെ ഇടയനാണ്, ಯೇಸು ನನ್ನ ಕುರುಬನಾಗಿದ್ದಾನೆ, ഒന്നിനും മുട്ടുണ്ടാവുകയില്ല, ನನಗೆ ಯಾವುದಕ್ಕೂ ಕೊರತೆ ಉಂಟಾಗುವುದಿಲ್ಲ, ഒന്നിനും തടസ്സമുണ്ടാവുകയില്ല. ನನಗೆ ಯಾವುದಕ್ಕೂ ತಡೆ ಉಂಟಾಗುವುದಿಲ್ಲ. വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലാണ്. ನಂಬಿಕೆಯಿಂದ ಹರಿಕೆ ಮಾಡುವಂತದ್ದು. പറയുമ്പോ ನೀನು ಹೇಳುವಾಗ ഏഞ്ചലിക് ರೆಲത്തിലെ ಪ್ರೊವಿಷನ್ ಏಂಜಲ್ಸ್ ഉണ്ട്. ಆ ಪ್ರವಾದನ ದೇವದೂತರ ಮಂಡಲದಲ್ಲಿರುವಂತ ಒದಗಿಸುವ ದೇವದೂತರಿದ್ದಾರೆ. ആ ദൂതന്മാർ ഇത് കേൾക്കുമ്പോൾ വീരന്മാരായ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. ಆ ದೂತರು ಕೇಳುವಾಗ ಪರಾಕ್ರಮಯಾದ್ಯಂತ ದೇವದೂತರು ನಿಮಗೋಸ್ಕರ ಚಲಿಸುತ್ತಾರೆ. നിങ്ങൾ ഈ വചനം പറയുന്ന ഒത്തിരി ഇഫക്റ്റ് ഉണ്ട്. ನೀ ವಾಕ್ಯ ಹೇಳೋದು ಅದರಲ್ಲಿ ಬಹಳ ಶಕ್ತಿಯಾಗಿರ್ತದೆ. ರೆಲത്തിൽ ഇത് എങ്ങനെ ಇಂಪ್ಯಾಕ್ಟ್ ചെയ്തെന്ന് അറിയണം. ಅದು ಯಾವ ರೀತಿಯಾದಲ್ಲಿ ಮಂಡಲದಲ್ಲಿ ಅದು ಕಾರ್ಯರೂಪಕ್ಕೆ ಬಂದಿದೆ ಎಂಬುದನ್ನು ತಿಳಿದುಕೊಳ್ಬೇಕು. ചിലര് ഇങ്ങനെ കൊണ്ടിരുത്തിയതുപോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കും. ಕೆಲವರು ತೆಗೆದುಕೊಂಡು ಕೂರಿಸಿದ ರೀತಿಯಲ್ಲಿ ಗೊಂಬೆ ತರ ಕೂತ್ಕೊಳ್ತಾರೆ. വാ തുറന്ന് മിണ്ടത്തില്ല, ಬಾಯಿ ತೆರೆದು ಮಾತನಾಡುವುದಿಲ್ಲ, അതുപോലെ എഴുന്നേറ്റ് പോകും. ಹಾಗೆ ಎದ್ದು ಹೋಗ್ತಾರೆ. അടുത്ത നേരം വായി തുറക്കണം, സ്തോത്രം പറയണം. ಪಕ್ಕದವರಿಗೆ ಹೇಳ್ರಿ, ಬಾಯಿ ತೆರೀಬೇಕು, ಸ್ತೋತ್ರ ಹೇಳ್ಬೇಕಂತ ಹೇಳ್ರಿ. അയ്യോ, അതെന്തിനും പറയാൻ നോക്കാനല്ല പറഞ്ഞ, പറയാനാ പറഞ്ഞേ. ನೋಡಿ, ಅವರು ಮುಖ ನೋಡಕ್ಕೆಲ್ಲ ಹೇಳಿದ್ದು, ಹೇಳಿ ಅಂತ ಹೇಳಿದ್ದು. ಬರೀ ಅವ್ರ ಮುಖ ನೋಡಿದ್ರೆ ಸಾಲದು, ಹೇಳ್ರಿ, ಬಾಯಿ ತೆರೀಬೇಕು, ಸ್ತೋತ್ರ ಹೇಳ್ಬೇಕೆಂಬುದಾಗಿ. നിങ്ങളത് വായി തുറന്ന് പറയണം. ನೀವು ಬಾಯಿ ತೆರೆದು ಹೇಳಬೇಕು. നിങ്ങളുടെ ഫെയ്ത്ത് റിലീസ് ആവും. ನಿಮ್ಮ ನಂಬಿಕೆ ಅದು ಪ್ರಕಟವಾಗ್ತದೆ. വാക്യം പറയുമ്പോ ವಾಕ್ಯ ಹೇಳುವಾಗ ഫെയ്ത്ത് ഉണ്ടാവും. ನಂಬಿಕೆ ಉಂಟಾಗ್ತದೆ.
യേശുവിന്റെ അടുത്ത് ശിഷ്യന്മാരൊന്ന് പറയാണ്, ಯೇಸುವಿನ ಬಳಿಗೆ ಶಿಷ್ಯರು ಬಂದು ಹೇಳುತ್ತಿದ್ದಾರೆ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ನಮಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡೋದಕ್ಕೆ ಕಲಿಸಬೇಕು. യേശു ഒരു ഫോർമാറ്റ് പറഞ്ഞു കൊടുത്തു. ಯೇಸು ಅದಕ್ಕೆ ಇರುವಂತಹ ವಿಧಾನವನ್ನು ಹೇಳಿಕೊಟ್ಟನು. എന്നാൽ വിശ്വാസം പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. ಆದರೆ ನಂಬಿಕೆ ಕಲಿಸಬೇಕಂತ ಹೇಳಿದನು. യേശു പറഞ്ഞു, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ಯೇಸು ಹೇಳಿದನು, ಸಾಸಿವೆ ಕಾಳಷ್ಟು ನಮಗೆ ನಂಬಿಕೆ ಇರುವುದಾದರೆ നിങ്ങൾ അതിനെ പറയാൻ പറഞ്ഞു. ನೀವು ಅದನ್ನ ಹೇಳು ಎಂಬುದಾಗಿ ಹೇಳಿದನು. മലയെ നോക്കി പറയാൻ പറഞ്ഞു. ಬೆಟ್ಟವನ್ನ ನೋಡಿ ಹೇಳು ಎಂಬುದಾಗಿ ಹೇಳಿದನು. മലയെ പറ്റിയല്ല, ಬೆಟ್ಟದ ಕುರಿತಾಗಿ ಅಲ್ಲ, പ്രശ്നത്തെ പറ്റിയല്ല, ಸಮಸ್ಯೆ ಕುರಿತಲ್ಲ, നിന്റെ വിശ്വാസം എന്ന വാക്യം പറയാനാ പറഞ്ഞു. ನಂಬಿಕೆ ಎಂಬ ವಾಕ್ಯವನ್ನು ಹೇಳು ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ, നിങ്ങളെ ശകല ഉള്ളെങ്കിൽ ನಿಮ್ಮಲ್ಲಿ ಸ್ವಲ್ಪ ಇದ್ರೂ ಕೂಡ ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്ത് തുടങ്ങിയാൽ ഫെയ്ത്ത് വലുതാകും. ನಂಬಿಕೆಯನ್ನು ಘೋಷಿಸಿದರೆ ಅದು ದೊಡ್ಡದಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. അത് വലിയ മലയേക്കാൾ വലുതാകും. ಅದು ದೊಡ್ಡ ಬೆಟ್ಟಕ್ಕಿಂತಲೂ ದೊಡ್ಡದಾಗ್ತದೆ. മലകളെ തകർത്ത് കളയും. അത് ಬೆಟ್ಟಗಳನ್ನು ಹೊಡೆದಾಗ್ತದೆ. നിങ്ങളിതിന് ആമേൻ പറയണം ആദ്യം. നിങ്ങളിതിന് ആമേൻ പറയണം ആദ്യം. ನೀವು ಇದಕ್ಕೆ ಆಮೇನೆ ಹೇಳಬೇಕು. ಹೇಳೋಣ ಆಮೇನ್. യേശുവിന്റെ പേര് ആമേൻ എന്നുള്ളത്. ಯೇಸುವಿನ ಹೆಸರು ಆಮೇನ್ ಎಂದು. ആമേൻ എന്ന പേരോട് കൂടിയവൻ, ಆಮೇನ್ ಎಂಬ ಹೆಸರಿನೊಂದಿಗೆ ಇರುವವನು, അവന്റെ പേര് ആമേൻ. ಅವನ ಹೆಸರಾಗಿದೆ ಆಮೇನ್ ಎಂಬುದು. ആമേൻ പറയുമ്പോ ಆಮೇನ್ ಹೇಳುವಾಗ നിങ്ങളതിനെ പേഴ്സണലൈസ് ചെയ്യുക. ಅದನ್ನ ನೀವು ವೈಯಕ್ತಿಕವಾದ ಕಾರ್ಯವನ್ನಾಗಿ ಮಾರ್ಪಡಿಸ್ತೀರಿ. അത് നിങ്ങൾ പേഴ്സണലൈസ് ചെയ്യണം. ಅದನ್ನ ವೈಯಕ್ತೀಕರಿಸಬೇಕು. നിങ്ങളത് സ്വന്തമാക്കണം. ಅದನ್ನ ನಿಮ್ಮ ಸ್ವಂತವಾಗಿ ತೆಗೆದುಕೊಳ್ಳಬೇಕು. അവർ മീനെ പിടിക്കുന്നത് പോലോ ഒന്നിനെ എടുക്കുന്നത് പോലെ അതിനെ പിടിച്ചെടുക്കണം. ಒಂದು ಮೀನನ್ನು ಹಿಡಿದುಕೊಳ್ಳುವ ಹಾಗೆಯೋ ಯಾವುದನ್ನೋ ಒಂದನ್ನ ತೆಗೆದುಕೊಳ್ಳುವ ಹಾಗೆ ಹಿಡಿದುಕೊಳ್ಳಬೇಕು. അതിനെ പിടിച്ചെടുക്കണം, ಹಿಡಿದುಕೊಳ್ಳಬೇಕು. നിങ്ങൾ അതിനെ നിങ്ങളുടേതാക്കണം. ಅದು ನಿಮ್ಮ ಸ್ವಂತ ಅದಾಗಿ ಮಾರ್ಪಡಿಸಬೇಕು. നിങ്ങൾ അതേപ്പറ്റി ചിന്തിക്കണം, ಅದರ ಕುರಿತಾಗಿ ಚಿಂತಿಸಬೇಕು. നിങ്ങൾ അതേപ്പറ്റി പറയണം, ಅದರ ಕುರಿತಾಗಿ ಮಾತನಾಡಬೇಕು. നിങ്ങൾ അതേപ്പറ്റി ഇമാജിൻ ചെയ്യണം. ಅದರ ಕುರಿತಾಗಿ ನೀವು ಆಲೋಚಿಸಬೇಕು. നിന്റെ ലൈഫിൽ അത് വരുന്നതായിട്ട് കാണണം. ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬರುವುದನ್ನು ನೀವು ಕಾಣಬೇಕು. ഇതിനാ ബൈബിളിന്റെ ഭാഷയിൽ ധ്യാനം എന്ന് പറയുന്നത്. ಇದಕ್ಕೆ ಹೇಳುವುದು ಸತ್ಯವೇದದಲ್ಲಿ ಧ್ಯಾನ ಭಾಷೆ ಧ್ಯಾನ ಎಂಬುದಾಗಿ. ധ്യാനം എന്ന് പറഞ്ഞാല് ಧ್ಯಾನ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ ഹാഗ എന്ന പദം പറഞ്ഞു. ಹಾಗ ಎಂಬ ಪದ. ഹാഗ ಮೀನಿಂಗ್, ಹಾಗ ಎಂಬುದಾದ್ರೆ think and rethink what you are already thinking. ನೀನು ಏನನ್ನ ಯೋಚಿಸ್ತಾ ಇದ್ದೆ ಎಂಬುದನ್ನ ಮತ್ತೊಂದಾವರ್ತಿ ಯೋಚಿಸು. ഹാഗ ಮೀನಿಂಗ್, ಆಗ ಅರ್ಥ to ponder, think about it. അത് ചിന്തിക്കുക, ಅದನ್ನ ಕುರಿತು ಚಿಂತಿಸು, ഭാവന കാണുക, ಅದರ ಕುರಿತು ಭಾವನೆಯನ್ನ ಅದರ ಕುರಿತಾಗಿ ಯೋಚಿಸುವಂಥದ್ದು. അതെ പിന്നെയും പിന്നെയും ചിന്തിക്കുക, ಅದರ ಕುರಿತಾಗಿ ತಿರುಗಿ ತಿರುಗಿ ಚಿಂತಿಸುವಂಥದ್ದು. സത്യം പറഞ്ഞാൽ നമുക്കെല്ലാം ഹാഗ ചെയ്യാൻ അറിയാവുന്നവരാ. ನಿಜ ಹೇಳಿದ್ರೆ ನಮಗೆ ಹಾಗ ಮಾಡ್ಲಿಕ್ಕೆ ನಮ್ಗೆಲ್ಲರಿಗೂ ಚೆನ್ನಾಗಿ ಗೊತ್ತಿದೆ. നെഗറ്റീവായിട്ടാന്നേ ഉള്ളൂ. ಆದರೆ ನಕಾರಾತ್ಮಕವಾಗಿ പാസ്റ്റർ അറിയാവോ, ആ പ്രശ്നം എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. ಪಾಸ್ಟೇ ನಿಮ್ಗೆ ಗೊತ್ತಿದೆಯಾ, ಆ ಸಮಸ್ಯೆ ನನ್ನನ್ನೇ ಕರ್ಕೊಂಡು ಹೋಗ್ತದೆ. പിന്നെ അതിന്റെ എല്ലാ ആംഗിളും നമ്മൾ ചിന്തിക്കും. ಮತ್ತೆ ಅದು ಹೇಗೆಲ್ಲ ಬರುತ್ತದೆ, ಹೇಗೆಲ್ಲ ಆಗ್ತದೆ ಎಂಬುದನ್ನು ಯೋಚಿಸುತ್ತೇವೆ. ಉದಾಹರಣೆ, നിങ്ങളുടെ മോനെ വണ്ടി ഇടിച്ചെന്ന് വെക്കുക. ನಿಮ್ಮ ಮಗನಿಗೆ ಗಾಡಿ ಯಾರೋ ಗುದ್ದಿದ್ರು ಅಂತ ಅನ್ಕೊಳ್ಳಿ. ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞു, ಒಬ್ರು ಫೋನ್ ಮಾಡಿ ಕರೆದು ಹೇಳಿದ್ರು. ആദ്യം തന്നെ ചത്തോന്നാ നിങ്ങൾ അന്വേഷിക്കുന്നത്. ಫಸ್ಟ್ ನೀವು ಕೇಳೋ ಪ್ರಶ್ನೆ ಅವನು ಬದುಕಿದಾನ ಎಂಬುದಾಗಿ. ഏറ്റവും മോശമായിട്ടാ ചിന്തിക്കുന്നത്. ನೋಡಿ, ಮೊದಲೇ ನಕಾರಾತ್ಮಕವಾಗಿ ಯೋಚಿಸ್ತೀರಿ. പിന്നെ നമ്മൾ ചിന്തിച്ച് നമുക്ക് ടെൻഷൻ ആവും. ಆಮೇಲೆ ನಾವು ಯೋಚನೆ ಮಾಡಿ 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 ನಾವು ಬಹಳ ಗೊಂದಲಕ್ಕೊಳಗಾಗ್ತೇವೆ. നമ്മൾ ആദ്യം ഓടിച്ചെന്ന് നോക്കുന്ന ഓപ്പറേഷൻ തിയേറ്റർ മോർച്ചറിലായിരിക്കും. ನೋಡಿ, ಓಡಿ ಹೋಗಿ ಹಾಸ್ಪಿಟಲ್ ಫಸ್ಟ್ ನಾವು ಹುಡುಕೋದು ಆಪರೇಷನ್ ಥಿಯೇಟರ್ ಅಥವಾ ಮೋರ್ಚರಿಯಲ್ಲಿ ಹೋಗಿ ಹುಡುಕ್ತೇವೆ. അത്രയും ഫെയ്ത്ത് ആയി ധ്യാനിച്ചങ്ങ്. ನೋಡಿ, ಇಷ್ಟು ನಾವು ಚಿಂತೆ ಮಾಡಿ ಮಾಡಿ ಅಷ್ಟು ನಂಬಿಕೆಗೆ ಬಂದಿರ್ತೇವೆ. ധ്യാനിക്കുമ്പോഴാ ഫെയ്ത്ത് ഉണ്ടാകുന്നത്. ಧ್ಯಾನ ಮಾಡುವಾಗ ನಂಬಿಕೆ ಬರುವಂತದ್ದು. പിന്നെ അങ്ങ് ടെൻഷനാ, ಬಹಳ ಗೊಂದಲಕ್ಕೊಳಗಾಗ್ತೇವೆ. നിങ്ങളിത് തിരിച്ചാക്കിയാൽ മതി. ಇದನ್ನ ತಿರುಗಿಸಿದ್ರೆ ಸಾಕು. ധ്യാനത്തിൽ തീ പിടിക്കും. ಧ್ಯಾನದಲ್ಲಿ ಬೆಂಕಿ ಹುರಿಯುತ್ತದೆ. ധ്യാനത്തിൽ ജീവൻ ഇറങ്ങും. ಧ್ಯಾನ ಮಾಡುವಾಗ ಜೀವ ಇಳಿಯುತ್ತದೆ. ധ്യാനത്തിൽ അത്ഭുതം നടക്കും. ಧ್ಯಾನ ಮಾಡುವಾಗ ಅದ್ಭುತ ನಡೆಯುತ್ತದೆ. അവിടെ അങ്ങനെ വചനം ധ്യാനിക്കുമ്പോ ವಾಕ್ಯವನ್ನ ಧ್ಯಾನ ಮಾಡಿಕೊಳ್ಳುವಾಗ നിങ്ങളുടെ അകത്ത് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന വാക്യത്താണ് പ്രവചനം എന്ന് പറയുന്നത്. ದೇವರ ಆತ್ಮನು ನಿಮ್ಮ ಒಳಗಡೆ ಪ್ರೇರೇಪಿಸುವಂತ ವಾಕ್ಯವಾಗಿದೆ. ಅದಕ್ಕೆ ಹೇಳುವಂತದೇ ಪ್ರವಾದನೆ ಎಂಬುದಾಗಿ. എന്താ വെച്ചാൽ പ്രേരിപ്പിക്കപ്പെട്ട ആത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട വാക്യം. അത് ದೇವರ ಆತ್ಮನಿಂದ ಪ್ರೇರೇಪಿಸಲ್ಪಟ್ಟಂತ ವಾಕ್ಯ ಅದಾಗಿರುತ್ತದೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ಎಷ್ಟು ಜನರಿಗೆ ಅರ್ಥವಾಯ್ತು? ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ, ಜೋರಾಗಿ ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ಹಲ್ಲೆಲೂಯ. നിങ്ങൾ ആ എനർജി കളയരുത്. ನೀವು ಆ ಎನರ್ಜಿಯನ್ನು ಕಳ್ಕೊಳ್ಬಾರದು.
ഞങ്ങളൊക്കെ ഇന്നലെ രാത്രി യാത്ര ചെയ്ത് അപ്പുറപ്പുറത്തേക്ക് കടന്ന് ബസ്സിന് വന്ന് ഒലഞ്ഞ ഞങ്ങൾ ഇവിടെ വന്നേ. ನಾವು ರಾತ್ರಿ ಎಲ್ಲ ಬಸ್ಸಿನಲ್ಲಿ ಭಾಗದಲ್ಲಿ ಮಲಗಿ ನಾವು ಬಹಳ ಅಲ್ಲಾಡಿಕೊಂಡು ಬಹಳ ಸುಸ್ತಾಗಿ ಬಂದಿದ್ದೇವೆ. 3 ദിവസം ഫാസ്റ്റിംഗ് ആണ്. ഫാസ്റ്റിംഗ് ബ്രേക്ക് കഴിഞ്ഞ് ഊഞ്ഞാല വരുന്നല്ലോ ഇവിടെ വന്നേ. 3 ದಿವಸ ಉಪವಾಸದಲ್ಲಿದ್ದೆವು. ಅದು ಮುಗಿದು ಉಯ್ಯಾಲೆಯಲ್ಲಿ ಬಂದ ಹಾಗೆ ನಾವು ಇಲ್ಲಿ ಬಂದೆವು. ആത്മാവ് ജീവൻ തരുന്നത്, ಆತ್ಮನ ಜೀವ ಕೊಡುವಂತದ್ದು, ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്, ಆತ್ಮನ ನಮಗೆ ಪ್ರೇರೇಪಣೆ ಕೊಡುವಂತದ್ದು. നിങ്ങൾ എക്സൈറ്റഡ് ആകണം. ನೀವು ಪುಲಕಿತರಾಗಬೇಕು. ഈ അന്തരീക്ഷത്തിൽ ദൂതന്മാർ ഇറങ്ങി വരുമെന്നേ. ಈ ವಾತಾವರಣದಲ್ಲಿ ದೇವದೂತರು ಇಳಿದು ಬರುತ್ತಾರೆ. ഫെയ്ത്ത് ഉള്ളവരുടെ ബോഡി ലാംഗ്വേജ് വേറെയാ. ಫೇತ್ ಉಳ್ಳವರ ಬಾಡಿ ಲ್ಯಾಂಗ್ವೇಜ್ ಬೇರೆಯಾ. ಆ ನಂಬಿಕೆ ಇರುವವರ ಅವರ ಶರೀರದ ರೀತಿನೇ ಬೇರೆ ಇರುತ್ತದೆ. ಫೇತ್ ಉಳ್ಳವರ ವಾಯ್ಸ್ ಬೇರೆ ಆയിരിക്കും. ನಂಬಿಕೆ ಇರುವವರ ಶಬ್ದವೇ ಬೇರೆ ಇರುತ್ತದೆ. നിങ്ങൾക്കറിയാം ഒരു സബ് ഇൻസ്പെക്ടറോ സർക്കിൾ ഇൻസ്പെക്ടറോ ഒരു ചന്ത വരിക. ನೋಡಿ, ನಿಮಗೆ ಗೊತ್ತಿದೆ ಸಬ್ ಇನ್ಸ್ಪೆಕ್ಟರ್ ಸರ್ಕಲ್ ಇನ್ಸ್ಪೆಕ್ಟರ್ ಒಂದು ಸಂತೆಗೆ ಬರುವುದಾದ್ರೆ അയാൾ വന്ന ജീപ്പിൽ ഒരു ക്രിമിനലിനെ പിടിക്കാൻ ഇറങ്ങുമ്പോൾ ಅವರು ಬಂದ ಜೀಪಿನಿಂದ ಒಂದು ಕ್ರಿಮಿನಲ್ ಹಿಡಿಯುವುದಕ್ಕೆ, ಅಪರಾಧಿನ ಹಿಡಿಯುವುದಕ್ಕೆ ಬರುವಾಗ ವೈಫಿന്റെ ಕಾಫಿ ಮೇಡಿക്കാൻ പോകുന്ന ಲ್ಯಾಂಗ್ವೇಜಿലല്ല പോകുന്നത്, ಬಾಡಿ ಲ್ಯಾಂಗ್ವೇಜಿಲಲ್ಲ പോകുന്നത്. ನೋಡಿ, ಹೆಂಡತಿಯನ್ನು ಕರ್ಕೊಂಡು ಕಾಫಿ ಡೇಗೆ ಹೋಗುವಂತ ರೀತಿಯ ಬಾಡಿ ಲ್ಯಾಂಗ್ವೇಜ್ ಅಲ್ಲಿ ಬರುವುದಿಲ್ಲ. ഇറങ്ങുന്നതിന് അയാളുടെ ಬಾಡಿ ಲ್ಯಾಂಗ್ವೇಜ್ ചേഞ്ച് ആകും. ನೋಡಿ, ಅವರು ಜೀಪಿಂದ ಇಳಿಯುವಾಗಲೇ ಅವರ ಬಾಡಿ ಲ್ಯಾಂಗ್ವೇಜ್ ಬದಲಾಗ್ತದೆ. ಅವನು നടന്നു വരുന്നത് അവന്റെ തല ഉയർത്തി കോൺഫിഡൻസിലായിരിക്കും. ಅವ್ರು ನಡೆದು ಬರುವುದು ತಲೆ ಎತ್ತಿ ಬಹಳ ಧೈರ್ಯದಿಂದ ಮುಂದಕ್ಕೆ ಬರ್ತಾರೆ. ഒരുത്തനെ മേലെ കൈ വെച്ചിട്ട് അറസ്റ്റ് ചെയ്യൂ കേറാന്ന് പറയും. ಒಬ್ಬನ ಕೈ ಮೇಲೆ ಕೈ ಇಟ್ಟು ಅರೆಸ್ಟ್ ಮಾಡಿ ಹೇಳುತ್ತಾ ಒಳಗ್ ಬಾ ಅಂತ ಜೀಪ ಏರು ಅಂತ ಹೇಳ್ತಾನೆ. ಅವನ ಲ್ಯಾಂಗ್ವೇಜ್ ಮಾറും, ಅವನ ಭಾಷೆ ಬದಲಾಗ್ತದೆ, ಬಾಡಿ ಲ್ಯಾಂಗ್ವೇಜ್ ಮಾറും, ಅವನ ಶರೀರದ ಭಾಷೆ ಬದಲಾಗ್ತದೆ, ಶಿರസ് ಉയർന്നിരിക്കും, ಅವನ ತಲೆ ಮೇಲೆ ಕೆತ್ತಲ್ಪಟ್ಟಿರುತ್ತದೆ. ഇവിടെ ഇരിക്കുമ്പോ ನೀವು ಇಲ್ಲಿ ಕೂತಿರುವಾಗ നിനക്കെതിരെ നിന്ന് ദുരാത്മലോകത്തെ അറസ്റ്റ് ചെയ്യാൻ നിൽക്കുക കർത്താവ് നിന്നെ. ನಿಮಗೆ ವಿರೋಧವಾಗಿ ನಿಂತಿರುವ ದುರಾತ್ಮವನ್ನು ನೀವು ಅರೆಸ್ಟ್ ಮಾಡ್ಲಿಕ್ಕೆ ನಿಂತಿದ್ದೇವೆ. ഇതിനകത്ത് ദൂതന്മാർ ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നു. ಇಲ್ಲಿ ದೇವದೂತರು ಇಳಿದು ಬರುವುದನ್ನು ಕಾಣುತ್ತಿದ್ದೇನೆ. ദൂതന്മാർ ഇറങ്ങുന്നതിനെ കർത്താവ് കാണിക്കുന്നു. ಕೆಲವು ದೂತರುಗಳು ಇಳಿದನ್ನು ಕರ್ತವ್ಯ ತೋರಿಸುತ್ತಿದ್ದಾರೆ. നിങ്ങൾ ഇവിടെ ആരാധിക്കുമ്പോൾ വീടുകൾക്കകത്ത് ദൂതന്മാർ കയറി ഇറങ്ങും. ನೀವು ಆರಾಧಿಸುವ ನಿಮ್ಮ ಮನೆಯೊಳಗಡೆ ದೇವದೂತರು ಇಳಿದು ಹತ್ತುವವರಾಗಿದ್ದಾರೆ. ഇതിനകത്ത് ചില കുഞ്ഞുങ്ങളുടെ വീട്ടിൽ ചില കുഞ്ഞുങ്ങൾ കിടന്നിറങ്ങും, അവരുടെ ബെഡ്റൂമിൽ ദൂതന്മാർ ഇറങ്ങും. ಇಲ್ಲಿ ಇರುವಂತಹ ಅನೇಕರ ಮಕ್ಕಳು ಮನೆಯಲ್ಲಿ ಬೆಡ್ರೂಮ್ ಅಲ್ಲಿ ಮಲಗಿರುವಾಗ ದೇವದೂತರು ಇಳಿದು ಬರುತ್ತಾರೆ. നിങ്ങൾക്ക് അറിയാമോന്നറിയത്ത് ഇതിനകത്ത് ദൂതന്മാർ കയറി ഇറങ്ങുന്നത് കർത്താവിനെ കാണിക്കുന്നു. ನಿಮಗೆ ಗೊತ್ತಿದೆಯೋ ಗೊತ್ತಿಲ್ಲ, ದೇವದೂತರು ಇಳಿದು ദൂരാബാല റീബോ ശാബാബാബാബാബ തുരമാനഗദുരഗം ദലഗം ജുഡഗ ദുരഗേ ലഗദം ദലഗം ജുഡഗ ഹല്ലേലൂയ ഹല്ലേലൂയ റാബ ശകേ റേബേ അപ്പാ റാബ പ്രാർത്ഥിച്ചോ പ്രാർത്ഥನೆ ಮಾಡ್ರಿ. ദൂരാദ രഗദ ദൂതന്മാർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരെ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അയക്കുമെന്ന് വിശ്വസിക്കുന്നവരെ പ്രാർത്ഥിച്ചു തുടങ്ങുക. ದೇವದೂತರು ಇದ್ದಾರೆ, ದೇವದೂತರನ್ನು ಕಳಿಸ್ತಾನೆ ಎಂಬ ನಂಬುವವರು ಪ್ರಾರ್ಥಿಸುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿರಿ. ദൂരബാല ദൂതന്മാർ കയറി ഇറങ്ങുന്നു. ದೇವದೂತರು ಹತ್ತಿ ಇಳಿಯುವವರಾಗಿದ್ದಾರೆ. ഓ ഷാബാബാബാബാബാ. എന്നതിനകത്ത് ഞാൻ ഒരാളുടെ ദൂത് പറയുമ്പോൾ മറ്റുള്ളവർ ഇതിനെ ഏറ്റെടുത്തോണം. ನಾನು ಇಲ್ಲಿ ಒಬ್ಬರಿಗೆ ಆಲೋಚನೆ ಹೇಳುವಾಗ ಬಾಕಿ ಉಳಿದವರು ಕೂಡ ಅದನ್ನು ಸ್ವೀಕರಿಸಿಕೊಳ್ಬೇಕು. നിങ്ങളുടേതാക്കിയെടുക്കണോ ಅದು ನಿಮ್ಮ ಸ್ವಂತದಾಗಿ ಮಾರ್ಪಡಿಸಿಕೊಳ್ಬೇಕು. നിങ്ങളുടേതാക്കണോ ಅದು ನಿಮ್ಮದಾಗಿ ಮಾರ್ಪಡಿಸಿಕೊಳ್ಬೇಕು. നിങ്ങളെ ഫ്രണ്ട് ഇരിക്കുന്ന ഒരു സ്തോത്രം പറയണം. ಮುಂದೆ ಕೂತವರು ಸ್ತೋತ್ರ ಹೇಳಬೇಕು. നിങ്ങളെ നോക്കിയിട്ട് വേണം എനിക്ക് പ്രസംഗിക്കാൻ. ನಿಮ್ಮನ್ನು ನೋಡಿ ನಾನು ಪ್ರಸಂಗ ಮಾಡಬೇಕು. നിങ്ങളെ കാണുമ്പോൾ ഇട്ടിട്ട് പോകാൻ തോന്നരുത്. ನಿಮ್ಮನ್ನು ನೋಡುವಾಗ ಇಲ್ಲಿ ಬಿಟ್ಬಿಟ್ಟು ಹೋಗ್ಬೇಕು ಅಂತ ಅನಿಸಬಾರದು. ചിലരെയൊക്കെ കണ്ട പ്രസംഗം നിർത്തിയിട്ട് വീട്ടിൽ പോകാൻ തോന്നുന്നു. ಕೆಲವರು ನೋಡಿದ್ರೆ ಪ್ರಸಂಗನೇ ನಿಲ್ಲಿಸ್ಬಿಟ್ಟು ಮನೆಗೆ ಹೋಗೋಣ ಅಂತ ಅನಿಸ್ತಾ ಇದೆ. ഒരു വിശ്വാസവും ഇല്ല, ಯಾವ ನಂಬಿಕೆನೂ ಇಲ್ಲ, മിണ്ടത്തും ഇല്ല, ಮಾತನಾಡುವುದೇ ಇಲ್ಲ, മോന്ത വീർത്ത് ഇങ്ങനെ നോക്കി നിൽക്കുക. ಮುಖ ದಪ್ಪ ಮಾಡಿ ಹೀಗೆ ನೋಡ್ತಾ ಇದ್ದೀರಿ. നിങ്ങൾ ഞങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നവരായിരിക്കണം. ನೀವು ನಮ್ಮನ್ನ ಪ್ರೋತ್ಸಾಹ ಅಂದ್ರೆ ನಮ್ಮನ್ನ ಇನ್ಸ್ಪೈರ್ ಮಾಡುವಂತವರಾಗಿರ್ಬೇಕು. നിങ്ങൾ ഉത്സാഹപ്പെട്ടവരായിരിക്കണം. ನೀವು ಬಹಳ ಆಸಕ್ತಿ ಉಳ್ಳವರಾಗಿರ್ಬೇಕು. നിങ്ങൾ അതിനെ എക്സൈറ്റഡ് ആയിരിക്കണം. ನೀವು ಪುಳಕಿತರಾಗಿರ್ಬೇಕು. ഒരു വചനഭാഗം വായിക്കാവോ? ಒಂದು ವಾಕ್ಯವಾಗ ಓದೋಣ. ലൂക്കോസ് എഴുതിയ സുവിശേഷം, ಲೂಕನ ಬರೆದ ಸುವಾರ್ತೆ 5-ാം അധ്യായം 5ನೇ ಅಧ್ಯಾಯ അതിന് 5ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. 5 ಅದರ 1ನೇ ವಾಕ್ಯದಿಂದ. ಲೂಕನ ಸುವಾರ್ತೆ 5ನೇ ಅಧ್ಯಾಯ 1ನೇ ವಾಕ್ಯದಿಂದ. ಒಂದಾನೊಂದು ದಿವಸ ಜನರು ಒತ್ತಾಗಿ ಬಂದು ಆತನ ಮೇಲೆ ಬಿದ್ದುಕೊಂಡು ದೇವರ ವಾಕ್ಯವನ್ನು ಕೇಳುತ್ತಿರಲು ಗೆನರೇಜ್ ಕೆರೆಯ ಅಂಚಿನಲ್ಲಿ ನಿಂತಿದ್ದ ಆತನು ಆ ಕೆರೆಯ ದಡದಲ್ಲಿ 2 ದೋಣಿಗಳನ್ನು ಕಂಡನು. ಬೆಸ್ತರು ಅವುಗಳಿಂದ ಹೊರಗೆ ಬಂದು ತಮ್ಮ ಬಲೆಗಳನ್ನು ತೊಳೆಯುತ್ತಿದ್ದರು. ಆ ದೋಣಿಗಳಲ್ಲಿ ಸಿಮಿಯೋನ ಒಂದು ದೋಣಿಯನ್ನು ಆತನು ಹತ್ತಿ ದಡದಿಂದ ಸ್ವಲ್ಪ ದೂರಕ್ಕೆ ನೂಕಬೇಕೆಂದು ಅವನನ್ನು ಕೇಳಿಕೊಂಡನು. ತರುವಾಯ ಆತನು
ಕೂತುಕೊಂಡು ದೋಣಿಯೊಳಗಿಂದಲೇ ಆ ಜನರ ಗುಂಪಿಗೆ ಉಪದೇಶ ಮಾಡಿದನು. ಮಾತನಾಡುವುದ ಮುಗಿಸಿದ ಮೇಲೆ ಸಿಮಿಯೋನನಿಗೆ ಆಳವಾದ ಸ್ಥಳಕ್ಕೆ ದೋಣಿಯನ್ನು ನಡೆಸಿ ಮೀನು ಬೇಟೆಗಾಗಿ ನಿಮ್ಮ ಬಲೆಗಳನ್ನು ಹಾಕಿರಿ ಎಂದು ಹೇಳಿದನು. ಅದಕ್ಕೆ ಸಿಮಿಯೋನನು, ಗುರುವೇ, ನಾವು ರಾತ್ರಿಯೆಲ್ಲ ಪ್ರಯಾಸ ಪಟ್ಟರೂ ಏನೂ ಸಿಗಲಿಲ್ಲ, ಆದರೆ ನಿನ್ನ ಮಾತಿನ ಮೇಲೆ ಬಲೆಗಳನ್ನು ಹಾಕುತ್ತೇವೆ ಅಂದನು. ಹಾಕಿದ ಮೇಲೆ ಮೀನುಗಳು ರಾಶಿ ರಾಶಿಯಾಗಿ ಸಿಕ್ಕಿಕೊಂಡು ಅವರ ಬಲೆಗಳು ಹರಿದು ಹೋಗುತ್ತಿದ್ದವು. ಆಗ ಅವರು ಮತ್ತೊಂದು ದೋಣಿಯಲ್ಲಿದ್ದ ತಮ್ಮ ಪಾಲುಗಾರರಿಗೆ, ನೀವು ಬಂದು ನಮಗೆ ನೆರವಾಗಬೇಕೆಂದು ಸನ್ನೆ ಮಾಡಿದರು. ಅವರು ಬಂದು ಆ 2 ದೋಣಿಗಳಲ್ಲಿ ಮೀನುಗಳನ್ನು ತುಂಬಿಸಿಕೊಳ್ಳಲು ಅವು ಮುಳುಗುವ ಹಾಗಾದವು. ಸಿಮಿಯೋನ್ ಪೇತ್ರನು ಇದನ್ನು ಕಂಡು ಯೇಸುವಿನ ಮೊಣಕಾಲಿಗೆ ಬಿದ್ದು, ಸ್ವಾಮಿ, ನಾನು ಪಾಪಾತ್ಮನು, ನನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗಬೇಕು ಅಂದನು. ಯಾಕೆಂದರೆ ಅವನಿಗೂ ಅವನ ಸಂಗಡ ಇದ್ದವರಿಗೆಲ್ಲರಿಗೂ ತಾವು ಹಿಡಿದ ಮೀನುಗಳ ನಿಮಿತ್ತ ವಿಸ್ಮಯ ಹಿಡಿದಂತಿತ್ತು. മതി. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. സാമ്പത്തികമായി അതിനകത്ത് ഭയങ്കര മാറ്റം ഉണ്ടാകുമ്പോൾ ಆರ್ಥಿಕವಾಗಿ ದೊಡ್ಡ ಬದಲಾವಣೆ ಉಂಟಾಗ್ಲಿಕ್ಕಿದೆ. നിങ്ങൾ ഇതിനെ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ സാമ്പത്തികമായി ഭയങ്കര പ്രോസ്പെരിറ്റി ഉണ്ടാകുമ്പോൾ ನೀವು ಇದನ್ನು ಯಾವ ವಿಧದಲ್ಲಿ ತೆಗೆದುಕೊಳ್ಳುತ್ತೀರಾ ಗೊತ್ತಿಲ್ಲ, ಆರ್ಥಿಕವಾಗಿ ದೊಡ್ಡ ಅಭಿವೃದ್ಧಿ ನಿಮಗೆ ಉಂಟಾಗ್ಲಿಕ್ಕಿದೆ. എന്ന് വെച്ചാൽ പത്രോസും യോഹന്നാനും കൂടെയുള്ള സെബദി മക്കളും എല്ലാം അതിശയിച്ചതുപോലെ ഇതിനകത്തിരിക്കുന്ന ചിലരുടെ സാമ്പത്തിക മണ്ഡലം തിരിയുന്നത് കൊണ്ട് നിങ്ങൾ അതിശയിക്കാൻ പോവാ. ನೋಡಿ, ಪೇತ್ರ ಮತ್ತೆ ಸೆಬೆದಿನ ಮಕ್ಕಳು ಎಲ್ಲರೂ ಆಶ್ಚರ್ಯಪಟ್ಟ ಹಾಗೆ ಇಲ್ಲಿ ಕುಳಿತಿರುವವರು ನಿಮ್ಮ ಆರ್ಥಿಕ ಕಾರ್ಯಗಳನ್ನು ಕಂಡು ಅವರು ಆಶ್ಚರ್ಯಚಕರಾಗಲಿದ್ದಾರೆ. ഞാൻ ഇന്ന് എടുക്കുന്ന വാക്യം, ನಾನು ತೆಗೆದುಕೊಳ್ಳುವ ವಾಕ್ಯ പാസ്റ്ററിനും ഫാമിലിയോടും ഈ സഭയോടുള്ള പ്രവചന, ಪಾಸ್ಟರ್ ಕುಟುಂಬಕ್ಕೂ ಈ ಸಭೆಗಿರುವಂತ ಪ್ರವಾದನೆ ಆಗಿದೆ. വ്യക്തിപരമായി നിങ്ങളുടേതാക്കണം. ಇದು ನಿಮ್ಮ ವೈಯಕ್ತಿಕವಾಗಿ ಮಾಡಿಕೊಳ್ಬೇಕು. നിങ്ങളുടെ ലൈഫിനെ ഇത് തിരിക്കും, ನಿಮ್ಮ ಜೀವಿತವನ್ನು ಇದು ಬದಲಾಯಿಸ್ತದೆ. നിങ്ങൾ വിശ്വസിക്കുന്നത് ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിനകത്ത് സൂപ്പർ നാച്ചുറൽ മണി വരുന്ന കാണാം. ನೀವು ನಂಬುವಂಥದ್ದು, ನೀವು ಈ ಕೂಟ ಮುಗಿದು ನೀವು ಮನೆಗೆ ಹೋಗುವಾಗ ನಿಮ್ಮ ಅಕೌಂಟಿನಲ್ಲಿ ಅಸಾಧಾರಣವಾದಂತ ಹಣ ಬಂದು ಸೇರುವುದನ್ನ ഞാൻ പോകുന്നിടത്തെല്ലാം അത് ഞാൻ കണ്ടിട്ടുണ്ടോ? ನಾನು ಅದನ್ನ ಕಂಡಿದ್ದೇನೆ. ഞാനത് ചെന്നിടത്തെല്ലാം കണ്ടിട്ടുണ്ട്. ನಾನು ಹೋಗಿದ ಕಡೆಯೆಲ್ಲ ಅದು ಕಂಡಿದ್ದೇನೆ. കഴിഞ്ഞ ആഴ്ച വിജയവാഡയിലായിരുന്നു. ಕಳೆದ ದಿನ ನಾನು ವಿಜಯವಾಡದಲ್ಲಿದ್ದೆ. എനിക്ക് ഇതുപോലെ ജസ്റ്റ് മാസ്റ്റർ പോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുടെ ഞാൻ പറഞ്ഞു, നിന്റെ അക്കൗണ്ടിൽ പൈസ വരുന്നതിനെ കർത്താവ് കാണിക്കുന്നു. ಇದೇ ರೀತಿಯಾಗಿ ಜಸ್ಟಿನ್ ಪಾಸ್ಟರ್ ತರ ಭಾಷಾಂತರ ಮಾಡುವವರಿಗೆ ನಾನು ಹೇಳಿದೆ, ನಿನ್ನ ಅಕೌಂಟ್ ನಲ್ಲಿ ಹಣ ಬರುವುದನ್ನು ಕಾಣ್ತಾ ಇದ್ದೇನೆ ಎಂಬುದಾಗಿ. ಆಮೆನ್. അദ്ദേഹം പറയായിരുന്നു, അദ്ദേഹം ഒരു HDFC ബാങ്കിൽ അക്കൗണ്ട് എടുത്തിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല, അക്കൗണ്ട് ആർക്കും അറിയില്ല. ಅವ್ರು ಹೇಳಿದ್ದು, SDF ಬ್ಯಾಂಕ್ ಅಲ್ಲಿ ಅಕೌಂಟ್ ಮಾಡಿ 1 ವಾರ ಮಾತ್ರ ಆಗಿದೆ, ಆ ಅಕೌಂಟ್ ನಂಬರ್ ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲ. പക്ഷെ അടുത്ത ദിവസം ഞാൻ പറഞ്ഞതിന്റെ അടുത്ത ദിവസം 20,000 രൂപ അക്കൗണ്ടിൽ വന്നിരിക്കുന്നു. ಆದರೆ 2ನೇ ದಿವಸ ಆದಾಗ 20,000 ರೂಪಾಯಿ ಅವರ ಅಕೌಂಟಿಗೆ ಬಂತು. കേട്ടോണേ, അദ്ദേഹം ഞാൻ പെരുന്നതിനന്ന് ഞാനൊരു കടയിൽ കഴിച്ചോണ്ടിരിക്കുമ്പോൾ വന്നിട്ട് എനിക്കൊരു ഓഫറിംഗ് കൊടുത്തു, സൂപ്പർ നാച്ചുറൽ മണി വന്നതിന്റെ ഒരു ഓഫറിംഗ് ಇರಿಕಟ್ಟೆ. ನೋಡಿ, ಅದರ ಮಾರನೇ ದಿನ ನಾನು ಒಂದು ಅಂಗಡಿಯಲ್ಲಿ ಊಟ ಮಾಡ್ತಿರುವ ಸಮಯದಲ್ಲಿ ಅದರ ದಶಮಭಾಗವನ್ನು ನನಗೆ ತಂದು ಕೊಡ್ತಾ ಇದ್ದಾರೆ. ಅಸಾಧಾರಣವಾದ ದೇವ ಕೊಟ್ಟಂತಹ ಹಣದ ದಶಮಭಾಗ. അതൊരു അടയാളമാകട്ടോ, ಅದೊಂದು ಗುರುತಾಗಿದೆ. നിന്റെ സമ്പത്തിൽ ദൈവത്തിന്റെ കരം തൊടുന്നെന്ന ഒരു അടയാളം. ನಿನ್ನ ಸಂಪತ್ತಿನಲ್ಲಿ ದೇವರ ಹಸ್ತ ಮುಟ್ಟುತ್ತದೆ ಎಂಬುದಕ್ಕೆ ಒಂದು ಗುರುತು. നീ അതിനോട് വിശ്വസ്തമായിരുന്നാൽ, ನೀನು ಅದರಲ್ಲಿ ನಂಬಿಗಸ್ತನಾಗಿದ್ದರೆ, പത്രോസ് ഞെട്ടിയതുപോലെ ഭയപ്പെട്ടതുപോലെ നീ ഭയപ്പെടും. ಪೇತ್ರನು ಆಶ್ಚರ್ಯಚಕಿತನಾದ ಹಾಗೆ ನೀನು ಆಶ್ಚರ್ಯಚಕಿತನಾಗುತ್ತಿ. ഒരാമയെ പറയാൻ പറ്റുന്ന ആരെങ്കിലും ആമയെ പറയണം. ಒಂದು ಆಮೇಲೆ ಹೇಳಲಿಕ್ಕೆ ಇರುವವರು ദാരിദ്ര്യത്തോടെ എതിർത്ത് നിൽക്കുക. ദാരിദ്ര്യത്തോടെ നിങ്ങൾ എതിർത്ത് നിൽക്കണം. ಬಡತನವನ್ನು ಎದುರಿಸಿ ನಿಲ್ಲಿರಿ. നിന്റെ ദാരിദ്ര്യം ദൈവം തന്നതല്ലെന്ന് അറിയണം. ನಿನಗೆ ಕೊಟ್ಟ ಬಡತನ ದೇವರು ಕೊಟ್ಟದಲ್ಲ ಎಂಬುದನ್ನು ತಿಳ್ಕೊಳ್ಳಬೇಕು. അല്ല ദൈവം പ്രസാദിക്കുന്നത്. ನಿನ್ನ ಇಲ್ಲದೆ ಇರುವುದನ್ನು ನೋಡಿ ಅಲ್ಲ ದೇವರು ಮೆಚ್ಚುವಂತದ್ದು. തിരുവചനം പറയുന്നു, ವಾಕ್ಯ ಹೇಳುತ್ತದೆ, ദൈവത്തിന്റെ പ്രിയന്റെ പ്രോസ്പെരിറ്റിയിൽ അവന് ഇഷ്ടമെന്ന്. ದೇವರು ತನ್ನ ಪ್ರಿಯನಿಗೆ ಆತನ ಅಭಿವೃದ್ಧಿಯಲ್ಲಿ ಆತನ ಮೆಚ್ಚುವವನಾಗಿದ್ದಾನೆ ಎಂದು. അടുത്തിരിക്കാതെ തട്ടിയിട്ട് നമ്മള് സക്സസ് ആകുന്ന ദൈവത്തിന് ഇഷ്ടമെന്ന് പറയാം. ಪಕ್ಕದವರನ್ನ ತಟ್ಟಿ ಹೇಳ್ರಿ, ನಾವು ಯಶಸ್ಸುಗೊಳ್ಳುವುದೇ ದೇವರಿಗೆ ಮೆಚ್ಚುಗೆ ಆದಂತ ವಿಷಯ ಎಂಬುದಾಗಿ. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് ഫലം കായ്ക്കാനാണ് യേശു പറഞ്ഞത്. ನಾನು ನಿಮ್ಮನ್ನು ಆರಿಸಿಕೊಂಡಿರುವುದು
ಫಲವನ್ನ ಕೊಡುವುದಕ್ಕಾಗಿ. പോയി ഫലം കായ്ക്കണം, ಹೋಗಿ ಫಲ ಕೊಡ್ರಿ, പോയി പ്രോസ്പർ ആകണം, ಹೋಗಿ ಅಭಿವೃದ್ಧಿ ಒಳ್ಳ್ರಿ, ആ ഫലം നിലനിൽക്കണം. ಆ ಫಲ ನೆಲೆ ನಿಲ್ಲಬೇಕು. എന്ന് വെച്ചാൽ തുടർമാനമായി, ಎಂದರೆ ನಿರಂತರವಾಗಿ, തുടർമാനമായി ನಿರಂತರವಾಗಿ നിന്റെ അക്കൗണ്ടിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ പ്രാർത്ഥനയിൽ വർധനവുണ്ടാകണം. ನಿನ್ನ ಕುಟುಂಬದಲ್ಲಿ, ನಿನ್ನ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ, ಅಕೌಂಟ್ನಲ್ಲಿ ಎಲ್ಲ ಅಭಿವೃದ್ಧಿ ಉಂಟಾಗಬೇಕು. ഇതിനകത്ത് പ്രോസ്പെരിറ്റിയുടെ ഏഞ്ചൽസ് ഇന്ന് കയറി ഇറങ്ങും. ಇದರಲ್ಲಿ ಅಭಿವೃದ್ಧಿಯ ದೇವದೂತರು ಇಳಿವವರಾಗಿದ್ದಾರೆ. ഞാനൊരു പ്രവാചകനായി നിന്ന് പ്രവചിക്കുകയാണ്. ನಾನದು ಪ್ರವಾದಿಯಾಗಿ ഈ ಪ್ರವಾದಿಸುತ್ತಿದ್ದೇನೆ. മീറ്റിംഗിന് ശേഷം ಈ ಕೂಟದ ನಂತರ ചിലരുടെ ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകും, ಕೆಲವರ ಉದ್ಯೋಗದಲ್ಲಿ ಮೇಲ್ದರ್ಜೆ ಉಂಟಾಗ್ತದೆ, ചിലർക്ക് ജോലിയില്ലാത്തവർക്ക് ജോലി ഓപ്പൺ ആകും, ಕೆಲವರಿಗೆ ಉದ್ಯೋಗ ಇಲ್ಲದವರಿಗೆ ಉದ್ಯೋಗ ದೊರಕುತ್ತದೆ, ചിലരുടെ മുന്നിൽ ദൂതന്മാർ വാതിൽ തുറന്നു തരും, ಕೆಲವರ ಮುಂದೆ ದೇವದೂತರು ಬಾಗಿಲು ತೆರೆದುಕೊಳ್ಳುತ್ತಾರೆ, ഇതുവരെ കാണാത്ത സാമ്പത്തികമായി ഡീലുകൾ ജർമ്മനി നടക്കും, ಇದುವರೆಗೂ ಕಾಣದಂತ ಆರ್ಥಿಕ ಬಾಗಿಲು ನಿಮಗೆ ತೆರೆಯಲ್ಪಡುತ್ತದೆ. വസ്തുക്കൾ വാങ്ങിക്കാനുള്ളവർ പ്രാർത്ഥിച്ചോണം, കൊടുക്കാനുള്ളവർ പ്രാർത്ഥിച്ചോണം. ಜಾಗವನ್ನ ಖರೀದಿ ಮಾಡಬೇಕಾದವರು ಕೊಡುವವರು ಪ್ರಾರ್ಥಿಸಬೇಕು. ഇതിനകത്ത് ഈ മീറ്റിംഗിന് ശേഷം അങ്ങനെ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവാ. ಈ ಕೂಟದ ನಂತರ ಆ ರೀತಿಯಾದ ಅದ್ಭುತ ಈ ನಡೆಯುವಂತದಾಗಿದೆ. നിങ്ങൾ ആമേൻ പറഞ്ഞ് അതിനെ സെലിബ്രേറ്റ് ചെയ്തിട്ടെടുക്കണം. ನೀವು ಆಮೇಲೆ ಹೇಳಿ ಅದನ್ನ ಸಂಭ್ರಮ ಮಾಡಬೇಕು. എന്റെ മുന്നിൽ സമയമില്ല പ്രസംഗിക്കുന്നതിനെ പറ്റി, കൈയടിക്കുന്നതിനെ പറ്റി പറയാൻ. ನನಗೆ ಸಮಯವಿಲ್ಲ ಕೈ ತಟ್ಟುವುದರ ಬಗ್ಗೆ ಹೇಳೋದಕ್ಕೆ. കൈ അടിക്കുന്നൊരു മിസ്റ്ററിയാണ്. ನೋಡಿ, ಕೈ ತಟ್ಟುವುದು ಒಂದು ಮಿಸ್ಟರಿ ಆಗಿದೆ. ചിലകൊല്ലി ബുദ്ധിമുട്ടാവും കൈ അടിക്കുന്നതിന്. ಕೆಲವರಿಗೆ ಕೈ ತಟ್ಟೋದು ಯಾಕೆ ಎಂಬುದು ಬಹಳ. എനിക്ക് വേണ്ടിയല്ല, ನೀವು ಕೈ ತಟ್ಟೋದು ನನಗೋಸ್ಕರ ಅಲ್ಲ, ഈ കൈ അടിക്കുന്നതിന് മിസ്റ്ററിയാ. ನೀನು ಕೈ ತಟ್ಟೋದೇ ಒಂದು ಮಿಸ್ಟರಿ ಆಗಿದೆ. അത് പറയാൻ എനിക്ക് ഒരു ദിവസം വേണം. ಅದು ಹೇಳೋದಕ್ಕೆ ಒಂದು ದಿವಸ ಬೇಕಾಗಿದೆ. നിങ്ങൾക്കറിയാമോ, ഒരാള് ജയിച്ചു വരുമ്പോ, ನಿಮಗೆ ಗೊತ್ತಿದೆಯಾ, ಒಬ್ಬ ವ್ಯಕ್ತಿ ಜಯಿಸಿ ಬರುವಾಗ അയാൾ നമ്മുടെ സ്റ്റേജിൽ എങ്ങനെ കയറ്റുന്നത്? ಅವರನ್ನ ವೇದಿಕೆಗೆ ಹೇಗೆ ಬರಮಾಡ್ತೇವೆ? അതിനൊരർത്ഥമുണ്ട്, ಅದಕ್ಕೆ ಒಂದು ಅರ್ಥ ಇದೆ. ഇപ്പൊ ഒരു പുതിയ രാഷ്ട്രീയ ഭരണം വന്നു, ನೋಡಿ, ಒಂದು ಹೊಸ ಸರ್ಕಾರ ಬಂತು, അവരതിനെ കൈയടിച്ചാ കയറ്റുന്നത്. ಅವರು ಅದನ್ನೇ ಹೇಗೆ ಸ್ವೀಕರಿಸ್ತಾರೆ? ಕೈ ತಟ್ಟಿ. ಅರ್ಥ മേൽത്തരമായതും നല്ലതും ഞങ്ങൾ കൈയടിച്ച് കയറ്റും, ಉನ್ನತವಾದದು ಮಹಿಮೆಯಾದದನ್ನ ಕೈ ತಟ್ಟಿ ನಾವು ತರುತ್ತೇವೆ. ഇതുവരെ ഞങ്ങളെ ഞെരുക്കിയതിനെ കൈയടിച്ച് ഇറക്കുക. ಇದುವರೆಗೂ ನಮ್ಮನ್ನ ಇಕ್ಕಟ್ಟಿಗೆ ತಂದದನ್ನ ಕೈ ತಟ್ಟಿ ನಾವು ಇಳಿಸ್ತೇವೆ. അർത്ഥമല്ല, മനസ്സിലായോ? ಅರ್ಥ ಏನಾದ್ರು ಅರ್ಥವಾಯ್ತಾ? നിങ്ങളൊരു വാക്യം കേൾക്കുമ്പോ, ನೀವು ಒಂದು ವಾಕ್ಯ ಕೇಳುವಾಗ അത് നിങ്ങളെ ഭരിക്കാൻ, അത് നിങ്ങളെ ആശീർവദിക്കാൻ കൈയടിച്ച് നിങ്ങൾ ആത്മമണ്ഡലത്തിൽ കയറണം. ಅದು ನಿಮ್ಮನ್ನ ದೊರೆತನೆ ಮಾಡೋದಕ್ಕೆ, ಅದು ನಿಮ್ಮನ್ನ ಆಶೀರ್ವದಿಸೋದಕ್ಕೆ ಕೈ ತಟ್ಟಿ ಆತ್ಮ ಮಂಡಲಕ್ಕೆ ನೀವು ಏರಿ ಬರಬೇಕು. കൈയടിച്ച് കിടക്കുന്ന ദാരിദ്ര്യത്തെ താഴെ ഇറക്കണം. ಕೈ ತಟ್ಟಿ ನಿಮ್ಮ ದಾರಿದ್ರ್ಯವನ್ನ, ಬಡತನವನ್ನ ಕೆಳಗಿಳಿಸಬೇಕು. കൈയടിക്കുന്നത് വൃത്തിയായിട്ട് അടിക്കണം. ಕೈ ತಟ್ಟುದಾದ್ರೆ ಚೆನ್ನಾಗಿ ತಟ್ಟಬೇಕು. ಆಮೆನ್. തുരബല ബല ബല ലാധന വൈഡക റീബോ ഷാബാ ബാബാ ബാബാ ಈ ಬಾಬಾ ಶಂದರಿಗಲಾಲಗದರೆ. നിങ്ങൾക്കറിയാമോ, ನಿಮಗೆ ಗೊತ್ತಿದೆಯಾ, ഈ കൈയടിക്കുന്നതിന് മർമ്മ, ಕೈ ತಟ್ಟೋದು ಒಂದು ಮರ್ಮವಾಗಿದೆ. നിങ്ങൾക്കറിയാമോ, നിയമസഭയും രാജ്യസഭയും ലോകസഭയും കൂടി എന്താ ചെയ്യുന്നെന്ന്? ನಿಮಗೆ ಗೊತ್ತಿದೆಯಾ, ರಾಜ್ಯಸಭೆ ಲೋಕಸಭೆ ಜೊತೆಯಾಗಿದ್ದುಕೊಂಡು ಏನ್ ಮಾಡ್ತದೆ ಎಂಬುದಾಗಿ? അവരെന്താ അവിടെ ചെയ്യുന്നറിയാമോ? ಅಲ್ಲಿ ಅವ್ರು ಏನ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಗೊತ್ತಾ? അവിടെ നിയമങ്ങൾ ചമക്കുകയും നിയമങ്ങൾ മാറ്റുകയും ജനത്തിന് വേണ്ടി ചെയ്യുകയാണ്. ಅಲ್ಲಿ ನಿಯಮಗಳನ್ನ ಹೊಸದಾಗಿ ರೂಪಿಸುವಂತದ್ದು, ಅದನ್ನ ಸ್ಥಾಪಿಸುವಂತದ್ದು ಅಲ್ಲಿ ಅವರು ಮಾಡ್ತಾ ಇರ್ತಾರೆ. ആരാ പോയി ചെയ്യുന്നത്? ಯಾರು ಹೋಗಿ ಮಾಡುವಂತದ್ದು? ജനത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാ ചെയ്യുന്നത്. ಜನರಿಗೋಸ್ಕರ ಆರಿಸಲ್ಪಟ್ಟವರು ಹೋಗಿ ಮಾಡುತ್ತಾರೆ. ഇതാണ് ജനത്തിന് വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന എക്ലേഷ്യ സഭ. ಇದೇ ಜನರ ಮಧ್ಯೆ ಸಭೆ, ಎಕ್ಲೇಶಿಯ ಸಭೆ. കൂടി തെരഞ്ഞെടുക്കപ്പെട്ടവർ കൂടി വന്നിരിക്കുകയാണ്. ಆರಿಸಲ್ಪಟ್ಟವರು ಕೂಡಿ ಬಂದಿದ್ದಾರೆ. ആദ്യം അവർ കൂടി വരണം. ಮೊದಲು ಅವರು ಕೂಡಿ ಬರಬೇಕು. ഞാൻ ഈ കൈയടിക്കുന്നതിനെ പറ്റി ഒരു പ്രോട്ടോകോൾ ഈ പറയുന്നത്. ನೋಡಿ, ಕೈ ತಟ್ಟುವುದರ ಕಾರ್ಯವನ್ನ ನಮಗೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ. ആദ്യം അവർ കൂടി വരണം. ಅವರು ಮೊದಲು ಕೂಡಿ ಬರಬೇಕು. അവർ കൂടി വന്ന കാര്യം പാസ് ആകത്തില്ല. ಅವರು ಕೂಡಿ ಬಂದ್ರೆ ಕಾರ್ಯಗಳು ಪಾಸ್ ಆಗುವುದಿಲ್ಲ. ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറയണം, ഇതേപ്പറ്റി ഞങ്ങളുടെ സാമ്പത്തിക നിലവാരത്തിൽ കുറവുണ്ട്, ശമ്പളം വർദ്ധിപ്പിക്കണം. ನೋಡಿ, ಅದರಲ್ಲಿ ಒಬ್ಬ ವ್ಯಕ್ತಿ ಎದ್ದು ನಿಲ್ಲಬೇಕು. ಇಂಥ ವಿಷಯದಲ್ಲಿ ಆರ್ಥಿಕವಾಗಿ ಸಂಬಳದ ವಿಷಯದಲ್ಲಿ ಕಡಿಮೆ ಇದೆ, ನೀವು ಹೆಚ್ಚು ಮಾಡಬೇಕೆಂದಾಗಿ ಒಬ್ಬ ಹೇಳಬೇಕು. ഇത് പറയുമ്പോൾ ഒരാൾ പറയണം, എഴുന്നേറ്റ് ഞാൻ
അതിനെ പിന്താങ്ങുന്നു. ಇದು ಒಬ್ಬ ಹೇಳುವಾಗ ಇನ್ನೊಬ್ಬ ಎದ್ದು ಹೇಳಬೇಕು, ನಾನು ಅದಕ್ಕೆ ಸಮ್ಮತವನ್ನ ಒಪ್ಪುತ್ತೇನೆ ಎಂಬುದಾಗಿ ಹೇಳಬೇಕು. നിങ്ങളുടെ വീടിന് വേണ്ടി നിങ്ങൾ അതിനെ ആമേൻ പറഞ്ഞ് പിന്താങ്ങണം. ನೀವು ನಿಮ್ಮ ಮನೆಗಳಲ್ಲಿ ಅದಕ್ಕೆ ಆಮೇಲೆ ಹೇಳಿ ಅದಕ್ಕೆ ಸಮ್ಮತವನ್ನ ಕೊಡಬೇಕು. 2, അന്നേരം അത് പാസ്സാകില്ല. ಆದ್ರೆ ಅವಾಗ್ಲೂ ಅದು ಪಾಸ್ ಆಗುದಿಲ್ಲ. അപ്പം സ്പീക്കർ പറയും അത് മേശമേൽ വെക്കാൻ പറയും. ಆಗ ಸ್ಪೀಕರ್ ಹೇಳ್ತಾನೆ ಅದು ಮೇಜಿನ ಮೇಲೆ ಇಡು ಎಂಬುದಾಗಿ. അന്നേരവും പാസ്സാകില്ല. ಆಗಲೂ ಅದು ಚಲಾವಣೆಗೆ ಬರುವುದಿಲ್ಲ. സ്പീക്കർ അന്നേരം പറയും, ಆಗ ಸ್ಪೀಕರ್ ಹೇಳ್ತಾನೆ ബില്ല് പാസ്സാക്കുന്ന ഒത്തിരി പ്രോട്ടോകോൾ ഉണ്ട്. ಬಿಲ್ ಪಾಸ್ ಆಗ್ಬೇಕಂದ್ರೆ ಅದಕ್ಕೆ ಅನೇಕ ನಿಯಮಗಳಿದೆ. സിമ്പിൾ ആൻഡ് ഹംബിൾ വേ ആണ് കരങ്ങളടിച്ച് ക്ലാപ്പ് കൈ അടിച്ച് പാസ്സാക്കാം. ಅದಕ್ಕೆ ಸರಳವಾದಂತ ಮಾರ್ಗವಾಗಿದೆ, ಕೈ ತಟ್ಟಿ ಅದನ್ನು ಪಾಸ್ ಮಾಡುವಂತದ್ದು. വേണേ കൈ അടിച്ചാ മതി, ಬೇಕಾದ್ರೆ ಕೈ ತಟ್ಟರೆ ಸಾಕು. നിങ്ങളുടെ വീട്ടിലെ ബില്ല് പാസ്സാകണേ അടിച്ചാ മതി. ನಿಮ್ಮ ಮನೆಯ ಬಿಲ್ ಪಾಸ್ ಆಗ್ಬೇಕಾದ್ರೆ ಕೈ ತಟ್ಟರೆ ಸಾಕು. 2-3 പേര് കൈ അടിച്ചാ ബില്ല് പാസ്സാകത്തില്ല. 2-3 ಕೈ ತಟ್ಟಿದ್ರೆ ಬಿಲ್ ಪಾಸ್ ಆಗುದಿಲ್ಲ. ഭൂരിപക്ഷം കൈ അടിക്കണം. ಹೆಚ್ಚಿನ ಜನರಲ್ಲಿ അതിന് ಕೈ ತಟ್ಟಬೇಕು, ಐಕ್ಯತೆ ಬೇಕು. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു അമെൻസ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്, അമെൻസ്മെന്റ് നിയമ ഭേദഗതി വരുത്തുന്നതിന്. ಅಮೆಂಡ್ಮೆಂಟ್ ಆಕ್ಟ್ ಅಂದ್ರೆ ನಿಯಮಗಳನ್ನು ತಿದ್ದುಪಾಡು ಮಾಡುವಂತದ್ದು. ആവർത്തനം 1:11 വായിക്കാം. എന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഞാൻ കൈ അടിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയാ. ആവർത്തനം 1:11, ഡ്യൂട്രോണമി 1:11. ಧರ್ಮೋಪದೇಶಕಾಂಡ 1:11 ವಾಕ್ಯ ಓದಿಕೊಳ್ಳೋಣ. 1:11 1:11 1:11. ನೀವು ಈಗ ಇರುವುದಕ್ಕಿಂತಲೂ ಇನ್ನು 1000ದಷ್ಟಾಗುವಂತೆ ನಿಮ್ಮ മോശെ എന്ന പ്രവാചകൻ, ಮೋಶೆ ಎಂಬ ಪ್ರವಾದಿ തന്റെ ജനത്തെ നോക്കി പറയുകയാണ്. ತನ್ನ ಜನರನ್ನು ನೋಡಿ ಹೇಳುತ್ತಿದ್ದಾನೆ. ജനത്തെ നയിച്ചോണ്ട് വന്നിട്ട് ತನ್ನ ಜನರನ್ನ ನಡೆಸುತ್ತಾ ಬಂದು അദ്ദേഹം പറയുകയാണ്, ಅವನು ಹೇಳ್ತಿದ್ದಾನೆ, ഇപ്പം ഈ ജനം പോകുന്ന സ്റ്റാറ്റസ് പോരാ. ಈಗ ಅವರು ಹೋಗುವಂತ ಅಂತಸ್ತು ಸಾಲದು. ഇതൊരു അമെൻസ്മെന്റ് ആക്ട് ആയി വായിക്കുന്നത്. ಇದೊಂದು ತಿದ್ದುಪಾಡಿನ ಕಾರ್ಯವನ್ನ ಓದುತ್ತಾ ಇದ್ದೇನೆ. അന്ന് മുതൽ ಅವತ್ತಿನಿಂದ ഇസ്രായേലിൽ മേളിൽ ಇಸ್ರಾಯೇಲರ ಮೇಲೆ ഒരു പ്രോഫറ്റായി എഴുന്നേറ്റ് എന്നൊരു കാര്യം അമെൻഡ് ചെയ്യുകയാണ്. ಒಂದು ಪ್ರಾಫೆಟ್ ಆಗಿ ಆ ಪ್ರವಾದನೆ ಆಗಿದ್ದಂತದನ್ನ ತಿದ್ದುಪಾಡು ಮಾಡ್ತಾ ಇದ್ದಾನೆ. അദ്ദേഹം പറയുകയാണ്, ಆತನು ಹೇಳ್ತಿದ್ದಾನೆ, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തെ പോലല്ല, ನಿಮ್ಮ ಪಿತೃಗಳ ಕಾಲದ ಹಾಗೆ ಅಲ್ಲ, നിന്റെ പിതാക്കന്മാരുടെ ദൈവം ನಿಮ್ಮ ಪಿತೃಗಳ ದೇವರು നിന്നെ ഇപ്പോ ഉള്ളതിനേക്കാൾ ನೀವು ಈಗ ಇರುವುದಕ್ಕಿಂತಲೂ 1000 മടങ്ങായി വർദ്ധിപ്പിക്കട്ടെ. 1000ದಷ್ಟಾಗಿ ಆತನು ನಿಮ್ಮನ್ನು ಅಭಿವೃದ್ಧಿ ಮಾಡಲಿ. 1000 മടങ്ങായി ആത്മാക്കൾ ഇതിനകത്ത് വർദ്ധിക്കട്ടെ. 1000ദಷ್ಟಾಗಿ ಆತ್ಮಗಳು ಇದರಲ್ಲಿ ವೃದ್ಧಿಯಾಗಲಿ. 1000 മടങ്ങായി നിന്റെ അക്കൗണ്ടിന്റെ ലെവല് മാറട്ടെ. 1000 ಗಟ್ಟಲಾಗಲಿ ನಿನ್ನ ಅಕೌಂಟ್ ಮಟ್ಟ ಮಾರ್ಪಡಲಿ. രാമയം പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ಒಂದು ಆಮೇಲೆ ಹೇಳಲಿಕ್ಕೆ ഒന്ന് ചാടി എഴുന്നേറ്റ് സ്തോത്രം പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ಸಿಗದ ನಿಂತು ಸ್ತೋತ್ರ യേശുവേ ഞാൻ അതിന് ആമേൻ പറയുന്നു. ಯೇಸುವೇ ನಾನು ಆಮೇಲೆ ಹೇಳುತ್ತಿದ್ದೇನೆ. 1000 മടങ്ങായി എന്റെ ആരോഗ്യം വർദ്ധിക്കട്ടെ. 1000ದಷ್ಟು ನನ್ನ ಆರೋಗ್ಯ ಹೆಚ್ಚಾಗಲಿ. 1000 മടങ്ങായി എന്റെ ശുശ്രൂഷ വർദ്ധിക്കട്ടെ. 1000ದಷ್ಟು ನನ್ನ ಸೇವೆ 1000 മടങ്ങായി ഞാൻ വർദ്ധിക്കട്ടെ. 1000ദಷ್ಟು ನಾನು ಅಭಿವೃದ್ಧಿ ಪಡಲಿ. നിങ്ങൾക്കറിയാമോ? ഇരുന്നാട്ട് നിങ്ങൾക്കറിയാമോ? ಕೂತ್ಕೊಳ್ಳಿ. ನಿಮಗೆ ಗೊತ್ತಿದೆಯಾ? നിങ്ങൾ ഈ അടിക്കുന്ന കൈയടി അല്ല വേണ്ടത്. ನೀವು ಈಗ ಕೈ ತಟ್ಟುವಂತ ಚಪ್ಪಾಳೆ ಅಲ್ಲ ಬೇಕಾಗಿರೋದು. ഞാൻ ആ മെസ്സേജ് അല്ല എടുക്കാൻ വന്നത്. ನಾನು ಆ ಸಂದೇಶ ಅಲ್ಲ ತೆಗಲಿಕ್ಕೆ ಬಂದಿದ್ದು. നിങ്ങളെ സഹകരണം പോരാ. ನೀವು ನಮ್ಮ ಜೊತೆ ಸಹಕರಿಸೋದು ಸಾಲದು. എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾ അറിയാൻ വേണ്ടിയാ പറയുന്നത്. ನನಗೋಸ್ಕರ ಅಲ್ಲ, ನೀವು ತಿಳಿದುಕೊಳ್ಳೋಕ್ಕಾಗಿ ಹೇಳ್ತಾ ಇರೋದು. ആ കൈയടിക്ക് ടോട എന്ന വാക്കാ പറയുന്നത്. ಕೈ ತಟ್ಟೋದಕ್ಕೆ ಟೋಲಾ ಎಂಬುದಾಗಿ ಹೇಳ್ತೇವೆ. ടോട എന്നാല് ಟೋಲಾ ಎಂದರೆ ഈ ടെന്റ് അടിക്കുമ്പോൾ കുറ്റി അടിക്കുന്ന പദത്തിനാ പറയുന്നത്. ನೋಡಿ, ಡೇರೆಯನ್ನ ಕಟ್ಟುವಾಗ ಅದಕ್ಕೆ ಗೂಟ ಹಾಕೋದನ್ನ ಹೇಳುವಂತದ್ದು. ചുമ്മാ ഇങ്ങനെ തിരുമുന്ന പരിപാടിയല്ല പറഞ്ഞത്. ಸುಮ್ಮನೆ ಉಜ್ಜುವಂತ ಕಾರ್ಯ ಅಲ್ಲ ಹೇಳುವಂತದ್ದು. ശ്രദ്ധിച്ചടിക്കണം, ಗಮನವಿಟ್ಟು ತಟ್ಟಬೇಕು. കൈ അടിക്കുമ്പോൾ ശ്രദ്ധിച്ചടിക്കണം. ಪಕ್ಕದವ್ರಿಗೆ ಹೇಳಿ ಕೈ ತಟ್ಟುವಾಗ ಗಮನವಿಟ್ಟು ತಟ್ಟಬೇಕು. അല്ലാതെ ചുമ്മാ തിരുമലല്ല പറഞ്ഞത്. ಅದರ ಬದಲು ಉಜ್ಜುವುದಲ್ಲ. അത് കേൾക്കുന്ന ഈ ടെന്റിന് ഈ കമ്പി അടിച്ച് ആഴത്തിൽ ഇറക്കണം. ನೋಡಿ, ಈ ಟೆಂಟಿಗೆ ಗೂಟ ಹೊಡಿಯುವಾಗ ಜೋರಾಗಿ ಹೊಡಿಬೇಕು. ഞങ്ങളുടെ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ಒಂದು ವಾಕ್ಯ ಗಮನಿಸಿದ್ದೀರಾ? അബ്രഹാം കൂടാരമടിച്ച് ഭൂമിയിൽ താമസിച്ചു. ಅಬ್ರಾಮನು ಗೂಡಾರವನ್ನ ಹಾಕಿ ಆತನು ವಾಸ ಮಾಡಿದನು. കെട്ടിടം അടിച്ച് ജീവിച്ചെന്നല്ല, ಕಟ್ಟಡವನ್ನ ಕಟ್ಟಿ ಜೀವಿಸಿದನಂತಲ್ಲ. ಅರ್ಥ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന വാഗ്ദത്തങ്ങൾ, ದೇವರಿಂದ ಕೇಳುವ ವಾಗ್ದಾನಗಳು ആ കൂടാരമാക്കി ഇറങ്ങി വരുന്നു. ಆ ಗೂಡಾರವಾಗಿ ಇಳಿದು ಬರುತ್ತದೆ. അതിനെ അടിച്ചുറപ്പിച്ച് അതിലാണ് താമസിക്കുന്നത്. ಅದಕ್ಕೆ ಬಡಿದು ಅದರಲ್ಲಿ ಕಟ್ಟಿ ಅದರಲ್ಲಿ ವಾಸ ಮಾಡುತ್ತಾನೆ. ഇന്നിവിടെ പറയുന്ന വാഗ്ദത്തങ്ങൾ, ಇವತ್ತು ಇಲ್ಲಿ ಹೇಳುವ ವಾಗ್ದಾನಗಳು കൂടാരം അടിച്ചുറപ്പിക്കണം. ಗೂಡಾರವನ್ನ ಕಟ್ಟಿ ಅದನ್ನ ಸ್ಥಿರಪಡಿಸ
ವಶಪಡಿಸಿಕೊಳ್ಳಬೇಕು. ഇതിനെതിരെ അടിക്കുന്ന കാറ്റ് ഇതിനെ എടുത്തോണ്ട് പോകരുത്. ಇದಕ್ಕೆ ವಿರೋಧವಾಗಿ ಬೀಸುವ ಗಾಳಿ ಇದನ್ನು ತೆಗೆದುಕೊಂಡು ಹೋಗಬಾರದು. ശ്രദ്ധിച്ച് കൈയടിക്കണമെന്നോ? ಬಹಳ ಶ್ರದ್ಧೆಯಿಂದ ಕೈ ತಟ್ಟಬೇಕು. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വ്യത്യാസം വരും. ಆ ಕೆಲವರ ಬಾಡಿ ಲ್ಯಾಂಗ್ವೇಜ್ ಬದಲಾಗ್ತದೆ, കൈയടിക്ക് വ്യത്യാസം വരും. ಕೆಲವರು ಕೈ ತಟ್ಟುವುದೇ ಬದಲಾಗ್ತದೆ. കമാൻ കമാൻ. അല്ല മനസ്സിലാകുന്നത്, എനിക്ക് വേണ്ടിയല്ല അടിക്കാൻ പറഞ്ഞത്. ನೋಡಿ, ಏನಾದ್ರೂ ಅರ್ಥವಾಯ್ತಾ? ನನಗೋಸ್ಕರ ಅಲ್ಲ ತಟ್ಟದು. കൈ അടിക്കാൻ ആഞ്ഞടിക്ക് ബ്രദറെ. ಕೈ ತಟ್ಟುವುದಾದ್ರೆ ಜೋರಾಗಿ ತಟ್ರಿ ಸಹೋದರ. There is a voice. ಅದಕ್ಕೆ ಒಂದು ಶಬ್ದ ಬರಬೇಕು. അവർ കൈയടിച്ച് ശത്രുക്കളെ ഓടിച്ചു കളഞ്ഞു. ಅವರು ಕೈ ತಟ್ಟಿ ಶತ್ರುಗಳನ್ನು ಓಡಿಸಿ ಬಿಟ್ಟರು. നിങ്ങൾക്കറിയാമോ, ഒരു പ്രോഫറ്റ് വന്ന ഒരു അന്തരീക്ഷത്തിൽ കൈയടിക്കുമ്പോൾ വ്യത്യാസം വരും സൗണ്ടിന്. ನೋಡಿ, ನಿಮಗೆ ಗೊತ್ತಿದೆಯಾ, ಒಬ್ಬ ಪ್ರವಾದಿ ಬಂದು ವಾತಾವರಣದಲ್ಲಿ ಕೈ ತಟ್ಟುವಾಗ ವಾತಾವರಣಕ್ಕೆ ಒಂದು ಬದಲಾವಣೆ ಉಂಟಾಗ್ತದೆ. ചിലർ ഇപ്പോഴും ഇങ്ങനെയൊക്കെ അടിക്കുന്നത്. ಕೆಲವರು ಈಗಲೂ ಹೀಗೇನೆ ಕೈ ತಟ್ಟೋದು. നോ വോയിസ്. ಕೈ ತಟ್ಟುತ್ತಾ ಇದ್ದಾರೆ, ಅದರಲ್ಲಿ ಶಬ್ದ ಇಲ್ಲ. നിങ്ങളുടെ കൈയടിക്കൊരു ശബ്ദമുണ്ട്. ನೀವು ಕೈ ತಟ್ಟುವಾಗ ಒಂದು ಶಬ್ದ ಉಂಟಾಗ್ಬೇಕು. ആഹാ, നിങ്ങളുടെ അന്തരീക്ഷത്തിൽ ഇത് മുടങ്ങുന്നത് എനിക്ക് വേണ്ടിയല്ല. ನಿಮ್ಮ ವಾತಾವರಣ ಬದಲಾಗಬೇಕು, ನನಗೋಸ್ಕರ ಅಲ್ಲ. അധികം സ്പിരിച്വൽ എല്ലാം ഓണാക്കണം. ನೋಡಿ, ಹಾಗಾದ್ರೆ ಸತ್ಯದ ಆತ್ಮದಲ್ಲಿ ಆರಾಧಿಸುವವರು ನಾವು ಯಾವ ಎಷ್ಟು ಮಟ್ಟಿಗೆ ಆತ್ಮಿಕ ಮಂಡಲವನ್ನ ನಾವು ಆನ್ ಮಾಡ್ಬೇಕಲ್ವಾ? ചിലരൊക്കെ ഇരിപ്പ് കണ്ട വയസ്സൊന്നും വയ്യ. ಕೆಲವರು ಕೂತಿರೋದು ನೋಡಿದ್ರೆ ಅಯ್ಯೋ ನಂಗೆ ಸಾಕಾಗೋಯ್ತು ಎಂಬುದಾಗಿ. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കിടപ്പുണ്ട്, നിങ്ങളുടെ അവിശ്വാസം. ನಿಮ್ಮ ಶರೀರದ ಭಾಷೆಯಲ್ಲೇ ಗೊತ್ತಾಗ್ತದೆ ನಿಮ್ಮಲ್ಲಿ ಇರುವ ಅಪನಂಬಿಕೆ ಎಷ್ಟು ಅಂತ. നിങ്ങളുടെ കൈയൊക്കെ ഉണ്ടോ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്ന കാണാം. ನಿಮ್ಮ ಕೈಗಳು ಕಟ್ಟಿ ಇಟ್ಟಿರೋದನ್ನ ಕಾಣ್ತಾ ಇದ್ದೇನೆ. ഞാൻ കൈ അടിക്കത്തില്ല, ನಾನು ಕೈ തಟ್ಟೋದೇ ಇಲ್ಲ, ഇങ്ങനെ ഇരിക്കുന്നില്ല. ಹಿಂಗೆ ಕೂತ್ಕೊಳ್ತಾರೆ. അതവരുടെ ബോഡി ലാംഗ്വേജിലുണ്ട്. ಅದು ಅವರ ಶರೀರದ ಭಾಷೆಯಲ್ಲಿ ಇದೆ. നോ പാസ്റ്റർ, ಇಲ್ಲ ಪಾಸ್ಟ್ರೆ, എന്നെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കുന്നില്ല. ನನ್ನನ್ನು ರಕ್ಷಿಸೋದಕ್ಕೆ ನಾನು ಒಪ್ಪುವುದಿಲ್ಲ. നിങ്ങൾക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകണം. ನಿಮಗೊಂದು ಪುಲಕಿತ ಉಂಟಾಗಬೇಕು. നിങ്ങളുടെ രക്ഷ നിങ്ങളുടെ വായിലായിരിക്കുന്നത്. ನಿಮ್ಮ ರಕ್ಷಣೆ ನಿಮ್ಮ ಬಾಯಿಯಲ್ಲಿ ಇದೆ. നിങ്ങൾ വായും കൊണ്ട് പറയണം, ನೀವು ಬಾಯಿಂದ ಹೇಳಬೇಕು, നിങ്ങൾ വിശ്വസിക്കണം, ನೀವು ನಂಬಬೇಕು, നിങ്ങൾ ഏറ്റു പറയണം, ನೀವು ಅರಿಕೆ ಮಾಡಬೇಕು, സെലിബ്രേറ്റ് ചെയ്യണം, ನೀವು ಅದನ್ನ ಆಚರಿಸಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. വായിച്ച വാക്യം ഇതാണ്. ಓದಿದ ವಾಕ್ಯದಾಗಿದೆ. യേശു കർത്താവ് പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ കാണുമ്പോൾ ಯೇಸು ಪೇತ್ರ ಯೋಹಾನರನ್ನ ಕಾಣುವಾಗ അവർ അക്കൗണ്ട് 0 ബാലൻസ് ആയിരുന്നു. ಅವರ ಉಳಿತಾಯ ಬಹಳ ಝೀರೋ ಆಗಿತ್ತು. തൻ്റെ ഒന്നും കിട്ടിയില്ല. ಅವರಿಗೆ ಏನು ಸಿಗಲಿಲ್ಲ. രാ വെളുക്കുവോളം താൻ വലയെറിഞ്ഞ് ഒന്നും കിട്ടിയില്ല. ಬೆಳಗಾಗುವವರೆಗೂ ಬಲೆ ಬೀಸಿದ್ರು ಏನೂ ಲಭಿಸಲಿಲ್ಲ. അടുത്തിരിക്കുന്ന നല്ല തൊട്ടിട്ട് പറ, ഇവിടെ ശ്രദ്ധിക്കാൻ പറ. ಪಕ್ಕದವರನ್ನ ತಟ್ಟಿ ಹೇಳ್ರಿ, ಗಮನಿಸ್ರಿ ಎಂಬುದಾಗಿ. മുഴുവൻ രാത്രി അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. ರಾತ್ರಿ ಎಲ್ಲ ಕಷ್ಟಪಟ್ಟರು, ಏನು ಸಿಗಲಿಲ್ಲ. ചില വ്യക്തികൾ, ചില കുടുംബങ്ങളോട് ദൂത് പറയുന്നത്. ಇಲ್ಲಿ ಇರುವಂತ ವ್ಯಕ್ತಿಗಳೊಂದಿಗೆ, ಕುಟುಂಬಗಳೊಂದಿಗೆ ಆಲೋಚನೆ ಹೇಳ್ತಾ ಇದ್ದೇನೆ. ഭയങ്കരമായി അധ്വാനിച്ചൊരു മനുഷ്യൻ, ಬಹಳವಾಗಿ ಕಠಿಣ ದುಡಿದಂತ ಒಬ್ಬ ಮನುಷ್ಯ. രാത്രി മുഴുവൻ ലൂഡോ കളിച്ചില്ല, ರಾತ್ರಿ ಎಲ್ಲ ಲೂಡ ಆಟ ಆಡ್ಲಿಲ್ಲ, രാത്രി കിടന്ന് ഉറങ്ങിയില്ല, ರಾತ್ರಿ ನಿದ್ರೆ ಮಾಡ್ಲಿಲ್ಲ, കള്ളു കുടിച്ച് എവിടെയും കിടക്കുകയല്ല, ಕುಡಿದು ಎಲ್ಲ ಮಲಗಿಲ್ಲ. താൻ കർത്താവ് പറഞ്ഞതുപോലെ തന്റെ അധ്വാന ഫലം കൊണ്ട് കഴിക്കാൻ താൻ പുറപ്പെട്ടു പോയി. ಕರ್ತನು ಹೇಳಿದ ಹಾಗೆ ತನ್ನ ದುಡಿ ಫಲದಿಂದ ಜೀವಿಸೋದಕ್ಕೆ ಹೋದನು. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു, ರಾತ್ರಿ ಎಲ್ಲ ದುಡಿದನು, ഒന്നും കിട്ടിയില്ല. ಏನೂ ಲಭಿಸಲಿಲ್ಲ. എനിക്കറിയാം ചില ആളുകൾ, ನನಗೆ ಗೊತ್ತಿದೆ ಕೆಲ ವ್ಯಕ್ತಿಗಳು ഒരു ജീവിതം മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും ലഭിക്കാത്ത, ಒಂದು ಜೀವಿತ ಪೂರ್ತಿ ದುಡಿದರೂ ಏನು ಲಭಿಸದೇ ಇರುವಂತದ್ದು, ജീവിതം മുഴുവൻ അധ്വാനിച്ച് നല്ലൊരു വീട് വാങ്ങിക്കാൻ കഴിയാത്ത, ಜೀವಿತ ಪೂರ್ತಿ ದುಡಿದ್ರು ಒಂದು ಮನೆ ತೆಗೆದುಕೊಳ್ಳಕ್ಕಾಗದ ಇರುವವರು. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, എനിക്ക് തോന്നുന്നു 10-20 വർഷം വിദേശത്ത് ജീവിച്ചു. ನನಗೆ ಒಬ್ಬ ವ್ಯಕ್ತಿ ಗೊತ್ತಿದೆ, 10-20 ವರ್ಷ ವಿದೇಶದಲ್ಲಿ ವಾಸವಿದ್ದರು. താൻ പോയി, ತನ್ನ ಮದುವೆ ನಂತರ ತಾನು ಹೋದರು. തന്റെ നല്ല പ്രായം മുഴുവൻ വിദേശത്തായിരുന്നു. ತನ್ನ ಒಳ್ಳೆ ಪ್ರಾಯದಲ್ಲೆಲ್ಲ ಆತನು ವಿದೇಶದಲ್ಲಿದ್ದರು. താനിപ്പോ മടങ്ങി വരികയാണ്. ತಾನು ಹಿಂತಿರುಗಿ ಬರ್ತಿದ್ದಾನೆ. താൻ നാട്ടിൽ വരുമ്പോ ತಾನು ಮನೆಗೆ ಬರುವಾಗ എനിക്ക് തോന്നുന്നത് 12 ബഹ്റിൻ ദിനാർ ബീഡി, 12 ബഹ്റിൻ ദിനാർ തന്റെ കയ്യിലുണ്ട്. ತಾನು ಮನೆಗೆ ಹಿಂತಿರುಗಿ ಬರುವಾಗ 12 ದಿನಾರ್ ಬೀಡಿ ತನ್ನ ಕೈಯಲ್ಲಿದೆ. ബഹ്റിൻ ദിനാർ, ಬಹರನ್ ದಿನಾರ್ എന്ന് വെച്ചാൽ 5000 രൂപയ്ക്കകത്ത്. ಅಂದ್ರೆ ಒಂದು 5,000 ಒಳಗಡೆ 20 വർഷം, 20 ವರ್ಷ തന്റെ നല്ല യൗവനം, ತನ್ನ ಒಳ್ಳೆ ಯೌವನ, മക്കളോടും ജീവിക്കാതെ, ತನ್ನ ಹೆಂಡತಿ ಮಕ್ಕಳೊಂದಿಗೆ ಬದುಕದೆ, തന്റെ മുഴുവൻ സമ്പത്തും ತನ್ನ ಎಲ್ಲ ಆಸ್ತಿ ചെലവാക്കിയിട്ട് ಅದಕ್ಕೋಸ್ಕರ ಖರ್ಚು ಮಾಡಿ ജീവിതത്തിന്റെ അവസാന സമയം ತನ್ನ ಜೀವಿತದ ಕೊನೆಯ ಸಮಯ ഒന്നുമില്ലാതെ വരുന്ന മനുഷ്യൻ, ಏನು ಇಲ್ಲದಾಗಿ ಬರುವಂತ ಮನುಷ್ಯನು,
എന്ത് കഷ്ട ആ ജീവിതം, ಎಂತ ಕಷ್ಟ ಆ ಜೀವಿತ, എന്ത് ദാരിദ്ര്യം ആ കുടുംബം. ಎಂತ ಬಡತನ ಕುಟುಂಬದ. കുഞ്ഞുങ്ങളറിയാൻ നല്ലോണം ആഹാരം അവർ കഴിച്ചിട്ടില്ല, ಅವರ ಮಕ್ಕಳು ಒಂದು ಉತ್ತಮವಾದ ಆಹಾರ ತಿನ್ನಲಿಲ್ಲ, നല്ലൊരു വീട് അവർക്കില്ല, ಒಳ್ಳೆ ಮನೆ ಅವರಿಗಿಲ್ಲ, നല്ല വസ്ത്രം അവർക്കില്ല, ಒಳ್ಳೆ ವಸ್ತ್ರ ಅವರಿಗಿಲ್ಲ, കണ്ണുനീരും സങ്കടവും മാത്ര. ಕಣ್ಣೀರು ಸಂಕಟ ಮಾತ್ರ. അധ്വാനിച്ചിട്ടാണോ? ದುಡಿಯದೇ ಇರುವುದರಿಂದನ, അത് ജോലിക്ക് പോകാഞ്ഞിട്ടാണോ? ಕೆಲಸಕ್ಕೆ ಹೋಗದೇ ಇರುವುದರಿಂದನ? എല്ലാം ചെയ്തൊരു മനുഷ്യൻ, ಎಲ್ಲವನ್ನ ಮಾಡಿದಂತ ಮನುಷ್ಯ, പ്രാർത്ഥിച്ച് ഉപവസിച്ച പാസ്റ്റർ, ಪ್ರಾರ್ಥನೆ ಮಾಡದೆ ಉಪವಾಸ ಮಾಡಿದೆ ಪಾಸ್ಟರ್, കൊണ്ടാകുന്ന എല്ലാം ചെയ്തൊരു ദേവദാസൻ, ತನಗೋಸ್ಕರ ತನ್ನಿಂದ ಮಾಡಕ್ಕಾಗೋದೆಲ್ಲ ಮಾಡಿದಂತ ಪದೇಶ ചെയ്തിട്ടും ಎಲ್ಲ ಮಾಡಿದರು, ഒന്നും കിട്ടാത്തവന്റെ അവസ്ഥ, ಏನು ಸಿಗದವನ ಪರಿಸ್ಥಿತಿ. ഇന്ന് അങ്ങനെയുള്ള ചിലരോട് കർത്താവ് സംസാരിക്കും. ಹೀಗೆ ಇರುವಂತವರೊಂದಿಗೆ ಕೆಲವರೊಂದಿಗೆ ಕರ್ತನು ಮಾತನಾಡುತ್ತಿದ್ದಾನೆ. തലമുറ മുഴുവൻ അധ്വാനിച്ചിട്ടും പാസ്റ്റർ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, ಒಂದು ತಲೆಮಾರು ಪೂರ್ತಿ ದುಡಿದ್ರು ನಮ್ಗೆ ಏನು ಲಭಿಸಲಿಲ್ಲ. ഇന്നും കടത്തിനകത്ത പാസ്റ്റർ ഞങ്ങൾ ಇವತ್ತು ನಾವು ಸಾಲದಲ್ಲಿದ್ದೇವೆ ಪಾಸ್ಟರ್. പത്രോസിന് ഒന്നുമില്ലെന്ന് എഴുതിയിട്ടുള്ളൂ, ಅಲ್ಲಿ ಏನು ಇಲ್ಲ ಎಂಬುದಾಗಿ ಬರೆದಿದೆ. പക്ഷെ ചിലര് മൈനസിൽ അതിനകത്ത്, ಆದರೆ ಇನ್ನು ಕೆಲವರು ಅದರಲ್ಲಿ ಇನ್ನೂ ಮೈನಸ್ ಅಲ್ಲಿದ್ದಾರೆ. കടം മേടിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ಸಾಲ ತೆಗೆಯದೆ ನನಗೆ ಮುಂದಕ್ಕೆ ಹೋಗೋದಕ್ಕಾಗುದಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳುವರು. പത്രോസ് പറഞ്ഞ വാക്ക് കേട്ടോണം, ಪೇತ್ರನ ಹೇಳಿದ ಮಾತು ಕೇಳಬೇಕು. രണ്ടു തരം ജീവിത, ಎರಡು ರೀತಿಯಾದ ಜೀವಿತ, രണ്ട് തരം ക്രിസ്തീയ ജീവിതത്തിൽ രണ്ട് തരം ജീവിതം. ಕ್ರೈಸ್ತ ಜೀವಿತದಲ್ಲಿ ಎರಡು ವಿಧವಾದ ಜೀವಿತ. പത്രോസ് പറഞ്ഞ കേട്ടായിരുന്നോ? ಪೇತ್ರನ ಹೇಳಿದ ಕೇಳಿದಿರಾ? രാത്രി മുഴുവൻ അധ്വാനം ചെയ്തു, ರಾತ್ರಿ ಎಲ್ಲ ನಾವು ಪ್ರಯಾಸ ಪಟ್ಟರು. ആ പ്രയാസപ്പെട്ടരു എന്ന വാക്ക് ഇംഗ്ലീഷിൽ കിടക്കുന്നത് ടോയിൽ എന്ന. ಆ ಪ್ರಯಾಸ ಪಟ್ಟರು ಎಂಬ ಪದ ಇಂಗ್ಲಿಷ್ ಅಲ್ಲಿ ಇರೋದು ಟಾಯ್ಲ್ ಎಂಬುದಾಗಿ. ടോയിൽ എന്ന് വെച്ചാല് ಟಾಯ್ಲ್ ಎಂಬುದಾಗಿ ഉൽപ്പത്തി പുസ്തകം ദൈവം മനുഷ്യനെ ശപിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാ. ಆದಿಕಾಂಡ ಪುಸ್ತಕದಲ್ಲಿ ಮನುಷ್ಯರನ್ನು ಶಪಿಸುವಾಗ ಹೇಳುವಂತ ಮಾತಾಗಿದೆ. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ അധ്വാനിച്ച് അപ്പം കഴിക്കും, ನೀನು ಬೆವರು ಸುರಿಸಿ ನೀನು ದುಡಿದು ನೀನು ಸಂಪಾದಿಸುತ್ತಿ. അതൊരു ശാപം പിടിച്ച ജീവിതം, ಅದೊಂದು ಶಾಪ ಹಿಡಿದ ಜೀವಿತ. അധ്വാനം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അങ്ങനെ അങ്ങ് ജീവിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. ನೀನು ಅತ್ಯಧಿಕವಾಗಿ ದುಡಿದು ಬೆವರು ಸುರಿಸಿ ಜೀವಿಸಿ ಮುಂದೆ ಹೋಗುವಂಥದ್ದು. യേശു പറയാണ്, ಯೇಸು ಹೇಳ್ತಿದ್ದಾನೆ, രണ്ട് തരം ജീവിതമുണ്ട് പത്രോസ്. ಎರಡು ರೀತಿಯಾದ ಜೀವಿತ ಇದೆ ಪತ್ರ. ഒന്ന്, നീ ഇപ്പൊ ചെയ്തതുപോലെ അത്യധ്വാനം ചെയ്ത് കിട്ടിയേക്കാം, കിട്ടാതെ വന്നേക്കാം. ಈಗ ನೀನು ಮಾಡುವ ಹಾಗೆ ಕಠಿಣ ಪ್ರಯತ್ನ ಮಾಡಿ ಸಿಗ್ಬೋದು, ಸಿಗದೇ ಇರ್ಬೋದು. എന്നാൽ വേറൊരു ജീവിതമുണ്ട്, ಆದ್ರೆ ಇನ್ನೊಂದು ಜೀವಿತ ಇದೆ, അത് കാണിക്കാനാണ് ഞാൻ വന്നത്. ಅದು ತೋರಿಸೋದಕ್ಕೆ ನಾನು ಬಂದಿದ್ದೇನೆ. യേശു കർത്താവ് പത്രോസിന് പറയാണ്, ಯೇಸು ಕರ್ತನು ಪೇತ್ರನಿಗೆ ಹೇಳ್ತಿದ್ದಾನೆ, പത്രോസേ, ಪೇತ್ರನೇ, ഈ വല ഒന്നുകൂടെ ഇറക്കണം. ಈ ಬಲೆ ಇನ್ನೊಂದು ಸಾರಿ ಹಾಕಬೇಕು. പത്രോസിനെ കർത്താവ് കാണുമ്പോ, ಪೇತ್ರನ ಕರ್ತನು ನೋಡುವಾಗ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ വചനം പറയുന്നു, ವಾಕ್ಯ ಹೇಳುತ್ತಿದೆ, അവൻ വല കഴുകുകയായിരുന്നു. ಅವನು ಬಲೆ ತೊಳಿತಾ ಇದ್ದನು. പലരും ജീവിതം കാണിക്കുന്നത് ಅನೇಕರ ಜೀವಿತವನ್ನು ತೋರಿಸ್ತಾ ಇದೆ. വല കഴുകുക എന്ന് പറഞ്ഞാൽ ಬಲೆ ತೊಳೆಯುವುದು ಅಂದ್ರೆ അത് അവസാനിപ്പിക്കാനുള്ള പ്ലാനാ, ಅದು ಕೊನೆಗೊಳಿಸುವಂತ ಯೋಜನೆ. ഒരു മുക്കവും വല കഴുകുന്ന ഇറ്റ്സ് ഫിനിഷ്ഡ്, ಒಬ್ಬ ಬೆಸ್ತನು ಬಲೆ ತೊಳೆಯುವಂಥದ್ದು ಅವತ್ತಿನ ಕೆಲಸ ಮುಗಿತು ಎಂಬುದಾಗಿ കഴുകി അവസാനിപ്പിച്ച് വീട്ടിൽ പോവാം. ಅದನ್ನ ತೊಳೆದು ಮುಗಿಸಿ ಮನೆಗೆ ಹೋಗೋಣ. ചിലരുടെ ജീവിതം അതാ, ಕೆಲವರ ಜೀವಿತ ಅದಾಗಿದೆ. കഴുകി അവസാനിപ്പിക്കുക. ತೊಳೆದು ಕೊನೆಗೊಳಿಸೋಣ. ഈ മീറ്റിംഗ് കൂടെ നോക്കാം, ಈ ಕೂಟವನ್ನ ಕೂಡ ಒಮ್ಮೆ ನೋಡೋಣ. 2023 നോക്കാം. 2023 പല ಕೂಡ ನೋಡೋಣ. ദേവദാസന്മാരും വന്നു, എനിക്കൊന്നും ഉണ്ടായില്ല. ಅನೇಕ ದೇವ ಸೇವಕರುಗಳು ಬಂದರು, ನನಗೇನು ഒത്തിരി ಉಂಟಾಗ್ಲಿಲ್ಲ. പ്രാർത്ഥിച്ച് എനിക്കൊന്നും ഉണ്ടായില്ല. ಅನೇಕ ರೀತಿಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿದ್ರು, ನನಗೇನು ಉಂಟಾಗ್ಲಿಲ್ಲ. ഒത്തിരി വിശ്വസിച്ച് പാസ്റ്ററേ, ನಾನು ತುಂಬಾ ನಂಬಿದೆ ಪಾಸ್ಟ್ರೆ. ഞാൻ പ്രാർത്ഥിക്കാവുന്ന എല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു, ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕಾದ ಎಲ್ಲ ರೀತಿಯಾದ എനിക്കറിയാവുന്ന ಪ್ರಾರ್ಥನೆ എല്ലാ ಮಾಡಿದೆ, കാര്യങ്ങളും ചെയ്തു. ಎಲ್ಲ ಕಾರ್ಯಗಳನ್ನು ಮಾಡ್ಕೊಂಡೆ. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം, ಆದರೆ ನನ್ನ ವಿಷಯಗಳಿಗೆ ಯಾವ ಪರಿಹಾರ ಉಂಟಾಗ್ಲಿಲ್ಲ. നിന്നോടായ സന്ദേശം, ನಿನಗಿರುವಂತಹ ಸಂದೇಶ, നിന്നോടായ സന്ദേശം. ಇದು ನಿನಗಿರುವ ಸಂದೇಶ. രാമയും പറയണേ, ಒಂದು ಹಾಮನ್ ಹೇಳು, കേൾക്കണം. ಕೇಳಬೇಕಾ? കർത്താവ് പറയാ, ಕರ್ತನ ಹೇಳ್ತಿದ್ದಾನೆ, ഈ ഈ ഈ വല ഇറക്കണം. ಈ ಬಲೆಯನ್ನು ಹಾಕಬೇಕು. എപ്പോഴാണ് ഇറക്കേണ്ടത്? ಯಾವಾಗ ಹಾಕಬೇಕು? ഇംഗ്ലീഷ് എഴുതിക്കുന്നു കാസ്റ്റ് നെറ്റ്സ്. ಇಂಗ್ಲಿಷಲ್ಲಿ ಕ್ಯಾಸ್ಟ್ರಿನೆಸ್ಟ್. നെറ്റ്സ് മീൻസ് വലകൾ. ನೆಟ್ಸ್ ಅಂದ್ರೆ ಬಲೆಗಳು. കേട്ടണം, കർത്താവ് പറയാണ്, ಕರ್ತನ ಹೇಳ್ತಿದ್ದಾನೆ, ഈ പ്രഭാത സമയത്ത് ಈ ಮುಂಜಾನೆ ಸಮಯದಲ್ಲಿ വല ഇറക്കണം. ಬಲೆ ಹಾಕಬೇಕು. പത്രോസ് ചിരിച്ചാണ്. ಪೇತ್ರನು ನಗಾಡಿರ್ಬೋದು. കർത്താവ് വല ഇറക്കേണ്ടത് മിഡിൽ ഈസ്റ്റിന്റെ രീതിയിൽ ഇത് രാത്രിയിലാണ് വല ഇറക്കേണ്ടത്. ನೋಡಿ, ಕರ್ತನೆ ಮಿಡಿಲ್ ಈಸ್ಟಿನ ನಿಯಮದ ಪ್ರಕಾರ ಬಲೆ ಹಾಕೋದು ರಾತ್ರಿಯಲ್ಲಿ. പ്രഭാതമാകുമ്പോൾ ചൂടാകും, വെള്ളത്തിനകത്ത് കിടക്കുന്ന മീനുകൾ വലിഞ്ഞ് യോർദാനിൽ നിന്ന് വീഴുന്ന വെള്ളത്തിന്റെ ആ ഇടുക്കിലേക്ക് ഈ മീൻ കയറി പോകും. ಬೆಳಿಗ್ಗೆ ಮುಂಜಾನೆಯ ಶಾಖಕ್ಕೆ ಯೋರ್ದಾನಿಂದ ಬೀಳುವ ನೀರಿನ ಕಡೆಗೆ ಈ ಮೀನುಗಳು ಹೋಗುತ್ತದೆ. ആ വെള്ളം വീഴുന്ന സ്ഥലങ്ങളിലെല്ലാം കിടങ്ങുകളാണ്, വെള്ളത്തിന്റെ ചുഴികളാണ്, അപകടം, അങ്ങോട്ട് ആരും പോകാറില്ല.
ನೀರು ಬೀಳುವಂತ ಜಾಗದಲ್ಲಿ ಬಹಳ ಸುಳಿಗಳಿರುತ್ತದೆ, ಅಲ್ಲಿಗೆ ಯಾರೂ ಹೋಗುದಿಲ್ಲ. അങ്ങനെ പോയവരുണ്ട്. ಹಾಗೆ ಹೋದವರಿದ್ದಾರೆ. അങ്ങനെ പിതാക്കന്മാര് ചിലര് പോയി. ಹಾಗೆ ಪಿತೃಗಳು ಕೆಲವರು ಹೋದರು. ഗതികേട് കൊണ്ട് പോയതാണ്. ಅವರ ಗತಿಗೆಟ್ಟು ಅವರು ಹೋಗಿದ್ದು, ഇല്ലായ്മയിൽ പോയതാണ്. ಇಲ್ಲದೆ ಇರುವುದರಿಂದ ಹೋದದ್ದು. കുഞ്ഞുങ്ങളും ഭാര്യയും പട്ടിണി കിടക്കുന്ന കാണാൻ വയ്യാഞ്ഞിട്ട് പോയതാണ്. ಮಕ್ಕಳು ಹೆಂಡತಿ ಆ ಹಸಿವೆಯಲ್ಲಿ ಇರುವುದನ್ನ ಕಾಣಕ್ಕಾಗದೆ ಹೋದದ್ದು. യോർദാനിൽ ഒഴുകി ഇറങ്ങുന്ന വെള്ളം വീണ് വലിയ കിടങ്ങുകൾ, വലിയ ചുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു അവിടെ. ಯೋರ್ದಾನಿಂದ ಬಂದು ನೀರು ಬಿದ್ದು ದೊಡ್ಡ ಸುಳಿಗಳು ಅಲ್ಲಿ ಉಂಟಾಗಿದೆ. അങ്ങനെ ഉള്ള ചതിക്കുഴികളിൽ ಆ ರೀತಿಯಾದಂತ ಮೋಸದ ಹಳ್ಳದಲ್ಲಿ പെട്ട് പലരും ചത്തടിഞ്ഞു പോയി. ಸಿಕ್ಕಿಕೊಂಡು ಅನೇಕರು ಸತ್ತು ಹೋದರು. ഞങ്ങളുടെ പിതാക്കന്മാർ അതിനകത്ത് വീണ് മരിച്ചിട്ടു. ನಮ್ಮ ಪಿತೃಗಳು ಅದರಲ್ಲಿ ಬಿದ್ದು ಸತ್ತು ಹೋಗಿದ್ದಾರೆ. യേശു പറഞ്ഞ ശ്രദ്ധിച്ചായിരുന്നോ? ಯೇಸು ಹೇಳಿದರೆ ಗಮನಿಸಿದ್ದೀರಾ? ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക, ಆಳಕ್ಕೆ ನೀಗಿಸಿ ಬಲೆ ಹಾಕು എന്ന് പറഞ്ഞാൽ ആ അപകടമുള്ള സ്ഥലത്തിലേക്ക് ഞാൻ നിന്നെ അയക്കാൻ പോവുകയാണ് ಎಂಬುದಾಗಿ ಹೇಳಿದರೆ ಆ ಆಪತ್ತಿರುವಂತ ಸ್ಥಳಕ್ಕೆ ನಾನು ನಿನ್ನ ನಡೆಸಲಿಕ್ಕಿದ್ದೇನೆ. യേശു പറഞ്ഞതിന്റെ അർത്ഥം, ಯೇಸು ಹೇಳಿದ ಅರ್ಥ, പിതാക്കന്മാരെ മലർത്തി അടിച്ചടത്ത് നിർത്തി നിന്നെ ജയിപ്പിക്കാൻ പോവാ. ಪಿತೃಗಳನ್ನ ಬೀಳಿಸಿ ನಾಶ ಮಾಡಿದಲ್ಲಿ ನಾನು ನಿನ್ನನ್ನು ಜಯಿಸಕ್ಕೆ. പിതാക്കന്മാരെ കൊന്നുകളഞ്ഞ യോർദാന്റെ അകത്ത്, ಪಿತೃಗಳನ್ನ ಕೊಂದು ಬಿಟ್ಟಂತ പിതാക്കന്മാരെ ചതിച്ചു കൊന്ന യോർദാന്റെ ചതിക്കുഴികളിൽ മുകളിൽ നിർത്തി ഞാൻ നിന്നെ ജയിപ്പിക്കാൻ പോവാ. ಪಿತೃಗಳನ್ನ ಮೋಸಗೊಳಿಸಿದ ಕುಳಿಗಳಲ್ಲಿ ನಾನು നിന്നെ ജയിಸುವಂತೆ ಮಾಡುವನಾಗಿದ್ದೇನೆ. പിതാക്കന്മാർക്ക് കാണാൻ കഴിയാത്തൊരു പുതിയ വഴി നിന്നെ മുന്നിൽ തുറക്കാൻ പോവാ. ನಿನ್ನ ಪಿತೃಗಳಿಗೆ ಕಾಣಕ್ಕಾಗದ ಹೊಸ ಮಾರ್ಗ ನಿನಗಾಗಿ ഇന്നലകളിൽ അവർ വീണ് പോയതായിരിക്കാം. ಆ ನಿನ್ನಗಳಲ್ಲಿ ಅವರು ಬಿದ್ದು ಹೋಗಿರಬಹುದು. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് പ്രീമച്ചുർ ഡെത്തുകളെ സ്വർഗത്തിലെ ദൈവം ക്യാൻസൽ ചെയ്യുന്നു. ಇದರ ಹೇಳುತ್ತಿರುವಾಗಲೇ ಎಲ್ಲ ಮರಣದ ಕಾರ್ಯಗಳನ್ನು ನಾನು ಮುರಿತಾ ಇದ್ದಾನೆ. പ്രീമച്ചുർ ഡെത്തുകളെ ക്യാൻസൽ ചെയ്യുന്നു. ಆ ಎಲ್ಲ ಪ್ರೀಮೆಚೂರ್ ಮರಣಗಳನ್ನು ಕ್ಯಾನ್ಸಲ್ ಮಾಡುತ್ತಿದ್ದಾರೆ. സമയത്തിന് മുമ്പ് മരണം വന്ന് എടുത്തുകൊണ്ട് പോകുന്ന ശാപത്തെ ബ്രേക്ക് ചെയ്യുന്നു. ಸಮಯಕ್ಕೆ ಮೊದಲಾಗಿ ಬಂದು ಮರಣ ತೆಗೆದುಕೊಂಡು ಹೋಗುವ ಶಾಪವನ್ನು ತೆಗೆದುಹಾಕ್ತಿದ್ದಾರೆ. ചില കുടുംബങ്ങളിൽ അവരുടെ അപ്പൻ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ മരിച്ചു പോയതിരിപ്പുണ്ട്. ಕೆಲವು ಕುಟುಂಬಗಳಲ್ಲಿ ತಂದೆ ಅವರು ಸಣ್ಣ ಪ್ರಾಯದಲ್ಲಿ ತಂದೆ ತೀರಿ ಹೋಗಿರೋರು ಇದ್ದಾರೆ. സഹോദരങ്ങൾ മരിച്ചവരിപ്പുണ്ട്. ಸಹೋದರರು ಕಳ್ಕೊಂಡವರಿದ್ದೀರಿ. നിന്റെ വീടിനകത്തുനിന്ന് നിന്നെ വെച്ച് ആ ശാപത്തെ കർത്ത ബ്രേക്ക് ചെയ്യുകയാണ്. ಆದರೆ ನಿನ್ನ ಮನೆಯಲ್ಲಿ ನಿನ್ನ ಮೇಲೆ ಇಟ್ಟಿರೋ ಶಾಪವನ್ನು ಕರ್ತನು ತೆಗೆದುಹಾಕ್ತಿದ್ದಾನೆ. കർത്താവ് പറയാ, പത്രോസേ ആഴത്തിലേക്ക് ഇറക്കണ വല. ಕರ್ತನು ಹೇಳ್ತಿದ್ದಾನೆ, ಆಳದಲ್ಲಿ ಹಾಕು ಬಲೆ. ജീവന്റെ സമൃദ്ധിയുമായിട്ട് ഇവിടെ ഉണ്ടാ. ನಾನು ಜೀವದ ಸಮೃದ್ಧಿಯಾಗಿ നിന്നെ ആരാ തൊടുന്നത് ഞാൻ നോക്കട്ടെ. ನಿನ್ನನ್ನು ಯಾರು ಮುಟ್ಟುತ್ತಾರೆ ನಾನು ನೋಡ್ಲಿ. ഈ യോർദാന്റെ ഈ ഗലീലെ കടവിൽ ഞാൻ നിൽക്കുകയാണ്. ಈ ಗಲೀಲ ತೀರದಲ್ಲಿ ನಾನು ನಿಂತಿದ್ದೇನೆ. ഇവിടെ നിർത്തി ഞാൻ നിന്നെ ജയിപ്പിക്കാൻ പോവാ. ಇಲ್ಲಿ ನಿಲ್ಲಿಸಿ ನಾನು ನಿನ್ನನ್ನು ಜಯಿಸುವಂತೆ ಮಾಡ್ತೇನೆ. ചില വീട്ടിനകത്തുനിന്ന് പ്രീമച്ചർ ഡെത്തുകൾ മാറിപ്പോകുന്നു. ಕೆಲವು ಮನೆಗಳಿಂದ ನಿಗದಿಕ್ಕಿಂತ ಮೊದಲು ಇರುವಂತ ಮರಣ ಕಾರ್ಯಗಳು ನೀಗಿ ಹೋಗ್ತದೆ. ചില വീടിനകത്തുനിന്ന് പിതാക്കന്മാരെ കൊന്നുകളഞ്ഞ ചതിക്കുഴികളെ സ്വർഗം വെട്ടുകയാണ്. ಕೆಲ ಪಿತೃಗಳನ್ನ ಕೊಂದು ಹಾಕಿದ ಮೋಸದ ಗಣಿಗಳಿಂದ ದೇವರು ತೆಗೆದು ಬಿಡುವನಾಗಿದ್ದಾನೆ. കർത്താവ് അങ്ങനെ ബ്രേക്ക് എന്ന് പറയാൻ പറയുന്നു. ಹಾಗೆ ಮರೆಯೋದಕ್ಕೆ ಕರ್ತನೆ ಹೇಳ್ತಿದ್ದಾನೆ. പ്രാർത്ഥിച്ചോ. ಪ್ರಾರ್ಥನೆ ಮಾಡ್ರಿ. ദീർഘായുസ്സോടെ തൃപ്തി വരുത്തും നിനക്ക്. ದೀರ್ಘಾಯುಸ್ಸನ್ನು ಕೊಟ್ಟು ತೃಪ್ತಿ ಪಡಿಸುತ್ತಾನೆ. കൈവെക്കുന്നതൊക്കെ അനുഗ്രഹമായി മാറും. ನೀನು ಕೈ ಇಡುವುದೆಲ್ಲ ಆಶೀರ್ವಾದವಾಗಿ എന്തെല്ലാം ചെയ്താലും നിനക്ക് നന്മ വരത്തുള്ളൂ എന്നുള്ള ശാപം മുറിയുക ഇവിടെ വെച്ച്. ಏನೆಲ್ಲ ಮಾಡಿದ್ರು ನಿನಗೆ ಆಶೀರ್ವಾದ ಉಂಟಾಗ್ತದೆ. പ്രാർത്ഥിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ, കരമടിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ಪ್ರಾರ್ಥಿಸಲು ಸಾಧ್ಯ ಇರುವರು തുരബ ലബല രമന രഗതു രഗ ರಂಧಲ ವೈಡಗ ರೀಬೋ ಶಾಬ. ചില കുടുംബങ്ങൾക്കകത്തുനിന്ന് ശാപത്തെ കർത്താവ് ബ്രേക്ക് ചെയ്യുക. ಕೆಲವು ಕುಟುಂಬದ ಮೇಲೆ ಇರುವ ಶಾಪದ ಕಾರ್ಯಗಳನ್ನು ಕರ್ತನು ಮುರಿಯುತ್ತಿದ್ದಾನೆ. കെടുതി അഴിയുകയാണ്. ಕೆಲವು ಕಾರ್ಯಗಳನ್ನು ಮುರಿತಾ ಇದ್ದಾನೆ. നിന്റെ മേലെ ഒരു വലിയ വിളി കിടപ്പുണ്ട്. ನಿನ್ನ ಮೇಲೆ ಒಂದು ಕರೆಯುವಿಕೆ ಇದೆ. ഒരു ലീഡർഷിപ്പിന്റെ വിളി കിടപ്പുണ്ട്. ಒಂದು ನಾಯಕತ್ವದ ಕರೆಯುವಿಕೆ ಇದೆ. ഒരു തെരഞ്ഞെടുപ്പ് നിന്റെ മേൽ കിടപ്പുണ്ട്. ಒಂದು ಆರಿಸುವಿಕೆ ನಿನ್ನ ಮೇಲೆ ಇದೆ. ഞാൻ കാണുന്നു നിന്റെ പുറകെ ഒത്തിരി പേര് ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നു. ನಾನು ಕಾಣ್ತಾ ಇರೋದು ನಿನ್ನ ಹಿಂದೆ ಅನೇಕ സുവിശേഷത്തിന്റെ വിളി നിന്റെ മേൽ കിടപ്പുണ്ട്. ಸುವಾರ್ತೆಯ ಕರೆಯುವಿಕೆ ನಿನ್ನ ಮೇಲೆ ಇದೆ. നിന്റെ വീടിനുണ്ടാകുന്ന സമൃദ്ധി ഹേതുവായി പലരും നിന്നെ ഫോളോ ചെയ്യാൻ പോവാ. ನಿನ್ನ മನೆಯಲ್ಲಿ അഭിവൃദ്ധിಯನ್ನು ಕಂಡು ಅನೇಕರು ನಿನ್ನನ್ನು ಹಿಂಬಾಲಿಸುತ್ತಾರೆ. നിന്നെ വെച്ച് ഒത്തിരി പേര് യേശുവിലേക്ക് നേടാൻ പോവാ. ನಿನ್ನ ಮೂಲಕವಾಗಿ ಅನೇಕರನ್ನು ಯೇಸು, നിന്നെ വെച്ച് ഒത്തിരി പേരെ ക്രിസ്തുവിലേക്ക് നേടാൻ പോവാ. ನಿನ್ನ ಮೂಲಕವಾಗಿ ಅನೇಕರು ಕ್ರಿಸ್ತನ സാക്ഷ്യം മാറാൻ പോവാ. ಅದು ಸಾಧ್ಯವಾಗಲಿಕ್ಕಿದೆ. പ്രീമച്ചർ ഡെത്തുകളെ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ಸಮಯಕ್ಕಿಂತ ಮೊದಲಾಗಿರುವ ಎಲ್ಲ ಮರಣವನ್ನು ನಾನು ಮುರಿದಾಕ್ತಿದ್ದೇನೆ. ഒറ്റയ്ക്കാണോ വന്നത്? ಒಬ್ಬರೇ ಬಂದಿದ್ದೀರಾ? ಇಬ್ರು ಒಟ್ಟಿಗೆ ಮುಂದೆ ಬನ್ನಿ. നിങ്ങളെ ഇതിന്റെ ലീഡർഷിപ്പ് നിർത്തുന്ന കർത്താവിനെ കാണിക്കുന്നു. ನಿಮ್ಮನ್ನ ಇದರಲ್ಲಿ ನಾಯಕತ್ವದಲ್ಲಿ ಕರ್ತನು ನಮಗೆ ತೋರಿಸ್ತಾ ಇದ್ದಾನೆ.
ഈ മീറ്റിംഗിൽ ഇതിന്റെ മുന്നിൽ ലീഡർഷിപ്പിൽ നിൽക്കുന്നത് കാണുന്നു. ಈ ಕೂಟದಲ್ಲಿ ಇದರ ನಾಯಕತ್ವದಲ್ಲಿ ನಿಲ್ಲುವುದನ್ನು ನಾನು ಕಾಣ್ತಾ ಇದ್ದೇನೆ. പാസ്റ്ററിന്റെ വൈഫിനോട് നീ വിശ്വസ്തമായി നിന്നോണം. ಪಾಸ್ಟರ್ ಹೆಂಡತಿಯೊಂದಿಗೆ സഭയിൽ ನಂಬಿಗಸ್ತರಾಗಿರಬೇಕು. നിന്നോണം. ಸಭೆಯೊಂದಿಗೆ ನಂಬಿಗಸ್ತರಾಗಿರಬೇಕು. നിങ്ങളുടെ വീടിനകത്തുനിന്ന് ദാരിദ്ര്യത്തിന്റെ വേരിനെ വെട്ടുകയാണ്. ನಿನ್ನ ಕುಟುಂಬದಲ್ಲಿರುವ ಬಡತನದ ಬೇರನ್ನು ಮುರಿದಾಕ್ತಾ ಇದ್ದೇನೆ. ഞാൻ ഇന്ന് ഈ സന്ദേശം എടുക്കുമ്പോൾ ನಾನು ಈ ಸಂದೇಶ ತೆಗೆದುಕೊಳ್ಳುವಾಗ ഞാൻ കേട്ട ഈ സന്ദേശം എടുക്കുമ്പോൾ ദാരിദ്ര്യം നിങ്ങളുടെ ശത്രുവായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കണം. ദാരിദ്ര്യം നിന്റെ ശത്രുവായി പ്രഖ്യാപിക്കണം. ಈ ಸಂದೇಶ ತೆಗೆದುಕೊಳ್ಳುವಾಗ ನಿಮ್ಮ ಬಡತನವನ್ನ ನಿಮ್ಮ ಶತ್ರುವಾಗಿ ನೀವು ಘೋಷಿಸಬೇಕು. തിരുവചനം പറയുന്നു പിശാചിനോട് എതിർത്ത് നിൽക്കാനാ പറയുന്നത്. ದೇವರ ವಾಕ್ಯ ಹೇಳುತ್ತೆ ಸೈತಾನನ ಎದುರಿಸಿ ನಿಲ್ಲಿರಿ ಎಂಬುದಾಗಿ. ദാരിദ്ര്യത്തോട് എതിർത്ത് നിൽക്കണം. ಬಡತನವನ್ನ ಎದುರಿಸಿ ನಿಲ್ಲಿರಿ. നിങ്ങൾ അതിനോട് കോംപ്രമൈസ് ചെയ്യരുത്. ಅದಕ್ಕೆ ನೀವು ಹೊಂದಾಣಿಕೆ ಮಾಡಿಕೊಳ್ಳಬೇಡ್ರಿ. സ്തോത്രം പറയുകയും പ്രാർത്ഥിക്കുകയും കൈയടിക്കുകയൊക്കെ ചെയ്ത് എതിർത്ത് നിൽക്കണം. ಸ್ತೋತ್ರ ಹೇಳಿ ಪ್ರಾರ್ಥಿಸಿ ಕೈ ತಟ್ಟಿ ಅದನ್ನು ಎದುರಿಸಿ ನಿಲ್ಲಬೇಕು. ഞാൻ ഇവരോട് പ്രവചനം പറയുമ്പോൾ നിങ്ങളതാക്കിയെടുക്കണം. നിങ്ങളത് ನಾವು ಇವರಿಗೆ ಪ್ರವಾದನೆ ಹೇಳುವಾಗ ಅದು ನಿಮ್ಮದಾಗಿ ಮಾರ್ಪಡಿಸಬೇಕು. എന്റെ മേലെ ഒരു വിളി ഉണ്ടാവട്ടെ എന്ന് പറയണം. ನನ್ನ ಮೇಲೆ ಕರೆಯುವಿಕೆ ಉಂಟಾಗ್ಲಿ ಹೇಳಬೇಕು. വീട്ടിനകത്ത് ദാരിദ്ര്യത്തിന്റെ വേര് വെട്ടണം. ನನ್ನ ಬಡತನದ ಬೇರೆ ಮುರಿಯಬೇಕು. പിതാക്കന്മാർ കണ്ട ദാരിദ്ര്യം എനിക്ക് ഇനി വേണ്ടെന്ന് പറയണം. ಪಿತೃಗಳು ಕಂಡ ಬಡತನ ನನಗೆ ಬೇಡ ಎಂಬುದು ಹೇಳಬೇಕು. നിങ്ങളുടെ വീടിനകത്ത് ഒരു ഭയങ്കര ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഈ വർഷം ഉണ്ടാകും. ನಿಮ್ಮ ಮನೆಯಲ್ಲಿ ಒಂದು ಆರ್ಥಿಕವಾದ ಬ್ರೇಕ್ ಥ್ರೂ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಉಂಟಾಗ್ತದೆ. സോര, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ആധാരം, അതിന്റെ പേപ്പറുകൾ, ഡോക്യുമെന്റ്സ് കാണുന്നു. ಕೆಲವು ಸ್ಥಳಗಳ ಆಧಾರ ಡಾಕ್ಯುಮೆಂಟ್ಸ್ ಅನ್ನು ಕಾಣ್ತಾ ಇದ್ದಾನೆ. അതിന്മേൽ കർത്താവിന്റെ മുദ്ര വരും. ಅದರ ಮೇಲೆ ಕರ್ತನ ಮುದ್ರೆ ಬರುತ್ತದೆ. എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഇതിന് പ്രശ്നമുണ്ടോ? ಸ್ಥಳದ ವಿಷಯದಲ್ಲಿ ಯಾವ ತರ ಏನಾದರೂ ಸಮಸ್ಯೆಗಳಿದೆಯಾ? ഉണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു. ಅದೇ ഉണ്ട്. കോർട്ട് കേസ് കിടക്കുന്നു. ഉണ്ട്. ഇന്ന് ആ കേസിനെ സ്വർഗത്തിലെ കോടതി എടുക്കുക. ಇವತ್ತು ಆ ಕೇಸನ್ನು ಪರಲೋಕದ ಕೋರ್ಟ್ ತೆಗೆದುಕೊಳ್ತಾ ಇದೆ. ആ കേസിനെ സ്വർഗീയ കോടതി എടുക്കുകയാണ്. ಆ ಕೇಸನ್ನು ಪರಲೋಕದ ನ್ಯಾಯಪೀಠ ತೆಗೆದುಕೊಳ್ತಾ ಇದೆ. ചിലരുടെ കേസിനെ സ്വർഗത്തിലെ കോടതി എടുക്കും. ಕೆಲವರ ಕೇಸನ್ನು ಪರಲೋಕದ അവകാശം മുദ്രയിട്ട് നിന്നെ ഏൽപ്പിച്ചു തരും. ಅದರ ಬಾಧ್ಯತೆ ಮುದ್ರೆ ಹಾಕಿ ನಿನ್ನ ಕರೆಗೆ ಒಪ್ಪಿಸುತ್ತಾನೆ. പിതാക്കന്മാരെ ചതിച്ചെടുത്ത് നിന്നെ വെച്ച് ദൈവം അനുഗ്രഹിക്കാൻ പോവാ. ಪಿತೃಗಳನ್ನ ಮೋಸಗೊಳಿಸಿದನ್ನ ನಿನ್ನನ್ನ ಇಟ್ಟು ದೇವರು ಆಶೀರ್ವದಿಸುತ್ತಾನೆ. നിന്റെ മേൽ ഭയങ്കര വിശ്വാസത്തിന്റെ വരം കർത്താവ് തരും. ನಿಮ್ಮ ಮೇಲೆ ನಂಬಿಕೆ ವರವನ್ನ ಕರ್ತನು ಕೊಡ್ತಾನೆ. ഒത്തിരി സഹോദരിമാരെ നീ കർത്താവിലേക്ക് കൊണ്ടുവരും. ಅನೇಕ ಸಹೋದರಿಯನ್ನು ನೀವು ಕರ್ತನ ಬಳಿಗೆ ನಡೆಸ್ತೀರಿ. നിന്റെ വീട് കർത്താവ് പുതിയതായി പണിയുന്നത് ഞാൻ കാണുന്നു. ನಿಮ್ಮ ಮನೆಯನ್ನು ಹೊಸದಾಗಿ ಕಟ್ಟುವುದನ್ನು ನಾನು ಕಾಣುತ್ತಿದ್ದೇನೆ. പഴയത് മാറി പുതിയതാകുന്നത് കാണുന്നു. ಆ ಹಳೇದು ಹೋಗಿ ಹೊಸದಾಗುವುದು ಕಾಣ್ತಾ ಇದ್ದೇನೆ. ജീർണിച്ചതും പഴക്കമായത് മാറിയിട്ട് പുതിയതൊന്ന് വരുന്ന കർത്താവിനെ കാണിക്കുന്നു. ಜೀರ್ಣಿಸಿದು ಹಳೆದಾದದು ಹೊಸದಾಗಿ ಬರುವುದನ್ನು ಕರ್ತ ತೋರಿಸುತ್ತಾನೆ. കർത്താവ് നിനക്ക് വിശാലത വരുത്തും. ಕರ್ತ ನಿಮಗೆ ವಿಶಾಲತೆ ಕೊಡುತ್ತಾನೆ. നിന്റെ വിശ്വസത്തെ സ്വർഗം മുദ്രയിട്ട് മാനിക്കും. ನಿಮ್ಮ ನಂಬಿಗಸ್ತಿಕೆಯನ್ನ ಮುದ್ರೆ ಹಾಕಿ ಆತನು ಸನ್ಮಾನಿಸುತ್ತಾನೆ. ഞങ്ങൾ യേശുവിന്റെ നാമം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ಯೇಸುವಿನ ನಾಮವನ್ನು ಹೇಳಿ ಪ್ರಾರ್ಥಿಸುತ್ತಿದ್ದೇವೆ. ഇന്ന് അനുഗ്രഹിക്കുകയാണ്. ಆಶೀರ್ವದಿಸುತ್ತಿದ್ದೇವೆ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ തലമുറകൾ കൈമാറിയ ശാപങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ತಲೆಮಾರುಗಳಿಂದ ಹಸ್ತವಂತರ ಶಾಪ ಮುರಿದು ಹೋಗಲಿ, അഴിഞ്ഞു മാറട്ടെ, ಬಿಚ್ಚಿ ಹೋಗಲಿ. ഈ നിങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സുരേഷ്, ആ പേരുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. ನಿಮ್ಮ ಸಂಬಂಧದಲ್ಲಿ ಸುರೇಶ್ ಯಾರಾದ್ರೂ ಇದ್ದಾರೆ? നിങ്ങളുടെ പേരെന്തുവാ? ನಿಮ್ಮ ಹೆಸರೇನು? ഞാൻ നിങ്ങളുടെ സുരേഷ് ഈ ನಿಮ್ಮ കേസ് ಕುಟುಂಬದಲ್ಲಿ ಅಥವಾ ಈ ಕೇಸಿನ ವಿಷಯದಲ್ಲಿ ಯಾರಾದ್ರೂ ಸುರೇಶ್ ಅಂತ ಯಾರಾದ್ರೂ ಇದ್ದಾರೆ? ഞാൻ നിങ്ങളുമായി ബന്ധപ്പെട്ട സുരേഷിന് ആരാണത്? ಅವರು ഇല്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പേരെന്റെ അകത്ത് വന്നുകൊണ്ടിരുന്നത് ನಿಮಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸುವಾಗ ಆ ಹೆಸರು ಹೊರಗೆ കർത്താവ് നിന്റെ രേഖകളെ തിരുത്തി എഴുതുന്നത് ഞാൻ കാണുന്നു. ಕರ್ತನು ಕೆಲವು ಬರವಣಿಗೆಯನ್ನ ಬದಲಾಯಿಸಿ ಬರೆಯುವುದನ್ನು ಕಾಣ್ತಾ ಇದ್ದೇನೆ. ഈ രേഖകൾ നിന്റെ വരുമ്പോൾ സ്തോത്രം ചെയ്തോണം. ಈ ಪತ್ರಗಳು ನಿಮ್ಮ ಕರಗಳಿಗೆ ಬರುವಾಗ ನೀವು ಸ್ತೋತ್ರ ಹೇಳಬೇಕು. ഞാൻ ഇത് പറയുമ്പോൾ അങ്ങനത്തെ കേസുമായി ബന്ധപ്പെട്ട ആരിലൊക്കെ പ്രാർത്ഥിച്ചോണം. ನೋಡಿ, ನಾನು ಇದು ಹೇಳುವಾಗ ಆಸ್ತಿ ವಿಷಯದಲ್ಲಿ ಕೇಸುಗಳು ಏನಾದರೂ ಇರೋರು ನೀವು ಅದಕ್ಕಾಗಿ ಪ್ರಾರ್ಥಿಸಬೇಕು. അയ്യോ ഇതെന്റെ അല്ലെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കല്ല. ಅಯ್ಯೋ ಇದು ನನಗೆ ಸಂಬಂಧಪಟ್ಟದಲ್ಲ ಅಂತ ಸುಮ್ಮನೆ ಕೂತ್ಕೊಳ್ಳೋದು. ഡോക്യുമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ನಿಮ್ಮ ದಾಖಲಾತಿ ವಿಷಯದಲ್ಲಿ ಏನಾದರೂ ಸಮಸ್ಯೆಗಳಿದ್ದರೆ ನೀವು ಪ್ರಾರ್ಥಿಸಬೇಕು. ആശീർവാദം കൽപ്പിക്കുകയാണ്. ನಿಮಗೆ ಆಶೀರ್ವಾದ ಕಲ್ಪಿಸುತ್ತಿದೆ. ആമേൻ, ಆಮೆನ್, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ഞാൻ ഈ പറഞ്ഞ സുരേഷ് എന്ന് പറഞ്ഞ പേരുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് എല്ലാം ഉണ്ടോ? ನೋಡಿ, ಸುರೇಶ್ ಎಂಬ ಹೆಸರಿನ ಸಂಬಂಧಪಟ್ಟವರು ಯಾರಾದರೂ ಇದ್ದೀರಾ? ಬೇರೆ ಯಾರಾದರೂ ಸುರೇಶ್ ಎಂಬ ಹೆಸರಿಗೆ ಸಂಬಂಧಪಟ್ಟವರು? മകനാ? ഈ എന്തോ വണ്ടി ഓടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ആളാണോ? ಗಾಡಿ ಓಡಿಸುವರು. എന്താ വണ്ടി ഓടിക്കുന്നത്? ಯಾವ ಗಾಡಿ ಓಡಿಸ್ತಾರೆ? 4 ವೀಲರ್ ಎಲ್ಲ വണ്ടി ಓಡಿ. ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട സുരേഷ്, ವಾಹನಕ್ಕೆ ಸಂಬಂಧಪಟ್ಟ ಸುರೇಶ್ എന്ന് ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുക. ನಾವಿಲ್ಲಿ ಕುಳಿತು ಪ್ರಾರ್ಥಿಸ್ತಾ സഭ പ്രാർത്ഥിച്ച് 2 കാര്യം സംഭവിക്കും.
ಸಭೆ ಪ್ರಾರ್ಥಿಸಿದ ಎರಡು ಕಾರ್ಯ ಸಂಭವಿಸುತ್ತದೆ. ഒന്ന്, ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ಒಂದು കുടുംബത്തിലുണ്ടാകും. ದೈವಿಕವಾದಂತ ಸಂರಕ್ಷಣೆ ನಿಮ್ಮ ಕುಟುಂಬಕ್ಕೆ ಉಂಟಾಗ್ತದೆ. രണ്ട്, ആക്സിഡന്റ് സ്പിരിറ്റ് നിങ്ങളുടെ കുടുംബത്തെ വിട്ടു മാറും. ಎರಡು, ನಿಮ್ಮ ಅಪಘಾತದ ಆತ್ಮ ನಿಮ್ಮ ಕುಟುಂಬವನ್ನು ಬಿಟ್ಟು ಹೋಗುತ್ತದೆ. നിന്റെ ദുഃഖം കണ്ണുനീര് ചിരിയായി മാറും. ನಿಮ್ಮ ದುಃಖ ಕಣ್ಣೀರು ನಗುವಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. ഞങ്ങൾ സഭയായി സുരേഷിനെ മുദ്രയിടുകയാണ്. ನಾವು ಸಭೆಯಾಗಿ ಸುರೇಶ್ ആക്സിഡന്റ് സ്പിരിറ്റിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ്. ಅಪಘಾತದ ಆತ್ಮವನ್ನು ನಾವು ಮುರಿತಾ ಇದ್ದೇವೆ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ಆಶೀರ್ವದಿಸಿ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. പ്രീമച്ചർ ഡെത്ത് ഈ കുടുംബത്തിൽ ഉണ്ടാവരുത്. ಸಮಯಕ್ಕೆ ನಿಮಗಿದವಾಗಿ ಬರುವಂತ ಮರಣದ ಯಾವ ಕಾರ್ಯಗಳು ಬರಬಾರದು. അനുഗ്രഹിക്കുന്നു. ಆಶೀರ್ವದಿಸುತ್ತೇವೆ. ഈ സുരേഷിന്റെ കാലിനെ കർത്താവ് സൗഖ്യമാക്കുന്നതിനെ കാണിക്കുന്നു. ಸುರೇಶನ ಕಾಲನ್ನ ಗುಣಪಡಿಸುವುದಕ್ಕೆ ಕರ್ತನ ತೋರಿಸ್ತಾ ಇದ್ದಾನೆ. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിയാവോ? ಕಾಲಿಗೆ ಏನಾದ್ರು ಸಮಸ್ಯೆ ಇದೆಯಾ ಅವರಿಗೆ? ಉಂಟು. എന്തുവായിരുന്നത്? ಏನಾಗಿತ್ತು? ಆಕ್ಸಿಡೆಂಟ್. ഈ കാലിൽ റോഡുണ്ടോ? റോഡ് ഉള്ള ആളാണ്. ರಾಡ್ ಹಾಕಿದಾರ? ಇಲ್ಲ ಇಲ್ಲ. എന്ത് പറ്റിയത കാലിന്? മുറിഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക, കാലെ കറുത്ത തൊടുന്നുണ്ടാ ഞാൻ പറഞ്ഞു. ಪ್ರಾರ್ಥಿಸುವಾಗ ಕರ್ತನ ಕಾಲನ್ನು ಮುಟ್ಟುವುದನ್ನು ಕಾಣ್ತಾ ಇದ್ದೆ. കാല് വശത്ത് ഞാൻ കർത്താവിന്റെ കര ഇറങ്ങുന്ന ഞാൻ കാണുന്നു. ಎಡ ಕಾಲಲ್ಲೇ ದೇವರ ಹಸ್ತ ಇಳಿಯುವುದನ್ನು ಕಾಣ್ತಾ ಇದ್ದೇನೆ. നിങ്ങൾക്കറിയാമോ, ഈ മീറ്റിംഗ് നടക്കുമ്പോ ചില കുഞ്ഞുങ്ങളെ കർത്താവ് ഇതിന്റെ പ്രാധാന്യം എന്നാന്ന് അറിയാത്തോണ്ടാ. ನೋಡಿ, ನಿಮಗೆ ಗೊತ್ತಿದೆಯಾ ಇದರ ಪ್ರಾಮುಖ್ಯತೆ ಏನು ಅಂತ ನಿಮಗೆ ಗೊತ್ತಿಲ್ಲದ್ರಿಂದ ಕೆಲವು ಮಕ್ಕಳನ್ನ ചില കുഞ്ഞുങ്ങളെ കർത്താവ് കവർ ചെയ്യുക. ಕೆಲವು ಮಕ್ಕಳನ್ನ ದೇವರು ಸಂರಕ್ಷಿಸಿಕೊಳ್ತಾ ಇದ್ದಾನೆ. ഒരാളുടെ പേര് വിളിക്കുമ്പോൾ വലിയൊരു പേര് വിളിക്കുന്ന പ്രവാചകൻ വന്നെന്നല്ല നിങ്ങൾ പറയണം. ನೋಡಿ, ಒಬ್ಬರ ಹೆಸರು ಕೂಗುವಾಗ ಹೆಸರು ಕೂಗೋ ದೊಡ್ಡ ಪ್ರವಾದಿ ಬಂತಂತಲ್ಲ ಹೇಳ್ಬೇಕಾಗಿರೋದು. നിങ്ങൾ പറയേണ്ടത് സ്വർഗത്തിലെ ദൈവം എന്നെ കാണുന്നുണ്ടെന്നാ പറയേണ്ടത്. ನೀವು ಹೇಳ್ಬೇಕಾದ್ರೆ ಪರಲೋಕದ ದೇವರು ನನ್ನನ್ನು ಕಾಣುತ್ತಾ ಇದ್ದಾನೆ ಎಂಬುದಾಗಿ ಹೇಳಬೇಕು. ഇറങ്ങി വന്നിട്ടുണ്ടെന്നാ പറയേണ്ടത്. ಆತನು ಇಳಿದು ಬಂದಿದ್ದಾನೆ ಎಂಬುದನ್ನು ನೀವು ಹೇಳಬೇಕು. ഒരു മനുഷ്യനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത്. ಯಾವ ಮನುಷ್ಯರನ್ನ ನೀವು ಪ್ರಮೋಟ್ ಮಾಡಬಾರದು. കുഞ്ഞാടറക്കപ്പെട്ടു, അവൻ യോഗ്യനാകുന്നു. ಆತ ಯಜ್ಞದ ಕುರಿ ಆತನು ಕೊಯ್ಯಲ್ಪಟ್ಟದನ್ನು ಆತನು അവിടുന്ന് പ്രവാചകനാകുന്നു. ಆತನು ಪ್ರವಾದಿಯಾಗಿದ್ದಾನೆ. അവിടുന്ന് എന്റെ കുടുംബത്തെ കാണുന്നു. ಆತನೇ ನೀನೇ ಕುಟುಂಬವನ್ನು ಕಾಣುವವನಾಗಿದ್ದಾನೆ. അവിടുത്തെ നാമത്തെ ഉയർത്തുന്നു. ನಿನ್ನ ನಾಮವನ್ನು ಮೇಲೆ ಕೆತ್ತವರಾಗಿದ್ದೇವೆ. പ്രവചിക്കുന്നവർ വന്നേക്കാം, പേര് വിളിക്കുന്നവർ വന്നേക്കാം, യേശു മാത്രമാ കാരണം. ನೋಡಿ, ಪ್ರವಾದಿಸುವವರು ಬರಬಹುದು, ಹೆಸರು ಕರೆಯುವವರು ಬಂದಿರಬಹುದು, ಆದರೆ ಯೇಸು ಮಾತ್ರವಾಗಿರಬೇಕು. മനുഷ്യരിലേക്ക് നിങ്ങൾ നോക്കരുത്. ಮನುಷ್ಯರ ಕಡೆಗೆ ನೀವು ನೋಡಬಾರದು. മനുഷ്യരെ എല്ലാം നോക്കണേ, ക്രിസ്തുവിനോട് കർത്താവേ നീ എന്നോട് സംസാരിക്കണം. ಮನುಷ್ಯರನ್ನೆಲ್ಲ ನೋಡಬೇಕಾದ್ರೆ ಕ್ರಿಸ್ತನ್ ದೇವರ ನೀನು ನನ್ನೊಂದಿಗೆ ಮಾತನಾಡಬೇಕು. അവിടുന്ന് മാത്ര യോഗ്യൻ. ನೀನು ಮಾತ್ರ ಯೋಗ್ಯ. ആരെയും പേര് പറഞ്ഞെങ്കിൽ, ആരെയും കർത്താവ് സൗഖ്യമാക്കിയെങ്കിൽ യോഗ്യൻ അവിടുന്ന് ആകുന്നു. ಯಾರಾದ್ರೂ ಹೆಸರು ಹೇಳಿದರೆ, ಕರೆದಿರುವುದಾದರೆ ಅದಕ್ಕೆ ಮಹಿಮೆಗೆ ಯೋಗ್ಯ ನೀನು ಮಾತ್ರ. ഞങ്ങളെ നോക്കി, ഞങ്ങൾ ഏതുകൊണ്ട് ഞങ്ങളുടെ കൈയെല്ലാം ശക്തിയാൽ ചെയ്തെന്ന രീതി നോക്കരുത്. ഒരു മനുഷ്യനെ നോക്കരുത്. ನಮ್ಮನ್ನೆಲ್ಲ ನೋಡ್ಬೇಕಾದ್ರೂ ನಮ್ಮ ಕೈಗಳಲ್ಲಿರುವ ಶಕ್ತಿಗಳಿಂದಲ್ಲ, ಯಾವ ಮನುಷ್ಯರನ್ನು ನೀವು ನೋಡಬಾರದು. ഞാൻ അവിടെ നിൽക്കാൻ പെട്ടെന്ന് സുരേഷ് എന്ന പേരിന്റെ അകത്ത് വന്നപ്പോൾ ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന ആളെയാ കാണുന്നത്. ಅಲ್ಲಿ ನಿಂತಿರುವಾಗ ಸುರೇಶ್ ಎಂಬ ಹೆಸರು ಕಾಣ್ತು. ಗಾಡಿ ಓಡಿಸುವಂತ ಸುರೇಶನ ದೇವರನ್ನು ತೋರಿಸಿ. പ്രത്യേകിച്ച് സുരേഷിന്റെ കൂട്ടുകാരി 4 വീലർ ഓടിക്കുന്നവരല്ല, ഞാൻ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരെ കൂടുതൽ കണ്ടത്. ಸುರೇಶನ ಜೊತೆ ಸ್ನೇಹಿತರಾಗಿರುವವರು ಹೆಚ್ಚು ಜನ ಆಟೋ ಓಡಿಸುವವರಾಗಿದ್ದಾರೆ. ഞാൻ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരുടെ കൂടെ കൂടുതൽ കൂട്ട് കണ്ടത്. ಆಟೋ ಓಡಿಸುವವರ ಜೊತೆ ಅವ್ನು ಜಾಸ್ತಿ ಅವರು ಫ್ರೆಂಡ್ಶಿಪ್ ಆಗಿರ್ತಾರೆ. ಆಟೋ ಓಡಿക്കുക, പുള്ളി ഓട്ടോ ഓടിക്കുക. ഞാൻ അവരുടെ ഇടയിലായി നിൽക്കുന്ന കണ്ടത്. ಅವ್ರ ಮಧ್ಯದಲ್ಲಿ ಕೂತಿರೋದನ್ನ ನಾನು ಕಾಣ್ತಾ ಇದ್ದೇನೆ. ആ സുരേഷിന്റെ നടുവിനും സൗഖ്യം ഉണ്ടാകും. ಆ ಸುರೇಶನ ಸೊಂಟಕ್ಕೂ ಸೌಖ್ಯ ಉಂಟಾಗ್ತದೆ. വൈകിട്ട് വരുമ്പോൾ കൊണ്ടുവരാൻ പറ്റിയ കൊണ്ടുവരണം. ಸಂಜೆ ಬರುವಾಗ ಕರ್ಕೊಂಡು ಬರೋಕಾದ್ರೆ ಕರ್ಕೊಂಡು ಬರಬೇಕು. ഞായറാഴ്ച കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ കൊണ്ടുവരണം. ಭಾನುವಾರ ಕರ್ಕೊಂಡು ಬರೋಕಾದ್ರೆ ಕರ್ಕೊಂಡು ಬರಬೇಕು. യേശുവിന്റെ സ്നേഹ പറയാവൂ. ಯೇಸುವಿನ ಪ್ರೀತಿ ಬಗ್ಗೆ ಹೇಳಬೇಕು. വന്നില്ലേ വണ്ടി ഇടിക്കുമെന്നല്ല പറയേണ്ടത്. ಬಂದಿಲ್ಲ ಅಂದ್ರೆ ಗಾಡಿ ಆಕ್ಸಿಡೆಂಟ್ ಆಗ್ತದೆ ಅಂತಲ್ಲ. വന്നാലും ഇല്ലേലും കുഞ്ഞെ നിന്നെ യേശു അനുഗ്രഹിക്കുന്നു പറ. ನೀನು ಬಂದ್ರು ಬರ್ಲಿಲ್ಲ ಅಂದ್ರೆ ಯೇಸು ನಿನ್ನ ಆಶೀರ್ವದಿಸ್ತಾನೆ ಅಂತ ಹೇಳು. എക്സൈറ്റഡ് ആകും. ಅವನು ಪುಲಕಿತನ ಆಗ್ತಾನೆ. ഒരാളില്ലേ പറഞ്ഞാട്ടെ, ಒಂದು ಹಾಲೆಲ್ಲ ಹೇಳೋಣ. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ കർത്താവ് തൊടുന്നേ. ನೀವು ಇಲ್ಲಿ ಕೂತಿರುವಾಗ ನಿಮ್ಮ ಮನೆಯಲ್ಲಿ ಇರುವವರನ್ನು ಎಲ್ಲರನ್ನು ಕರ್ತನು ಮುಟ್ಟುತ್ತಾನೆ. നമ്മുടെ നടുവിൽ പ്രവാചകൻ വന്നെന്നല്ല, യേശു എന്നായി പറയുന്നത്. ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಒಬ್ಬ ಪ್ರವಾದಿ ಬಂದಿದ್ದಾನೆ ಅಂತಲ್ಲ, ಯೇಸು ಬಂದಿದ್ದಾನೆ ಎಂದು. ഞാൻ അങ്ങനെ ഒത്തിരി പേര് കണ്ട, പക്ഷെ അതൊന്നും നിലനിൽക്കുന്ന കാര്യമല്ല അങ്ങനെയൊക്കെ പറയുന്നൊന്നും. ನಾನು ಆಗಿರುವಂತ ಅನೇಕರ ಕಂಡಿದ್ದೇನೆ, ಅದೆಲ್ಲ ನೆಲೆ ನಿಲ್ಲುವಂತ ಕಾರ್ಯ ಏನೂ ಅಲ್ಲ. കർത്താവ് പറഞ്ഞെന്തെങ്കിലും പറഞ്ഞെങ്കിൽ, ಕರ್ತನು ಹೇಳಿ ಏನಾದ್ರೂ ಹೇಳಿರೋದಾದ್ರೆ അവിടുന്ന് യോഗ്യൻ. ನೀನು ಮಾತ್ರ ಯೋಗ್ಯನು. അവിടുന്ന് അറക്കപ്പെട്ടു. ನೀನು ಕೊಯ್ಯಲ್ಪಟ್ಟಿ.
ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒന്നുമല്ല. ನಮ್ಮ ಕೈಯಲ್ಲಿ ಏನೂ ಅಲ್ಲ. ആ കുടുംബത്തെ കർത്താവ് അതുപോലെ സ്നേഹിക്കുന്നു. ಆ ಕುಟುಂಬವನ್ನು ಕರ್ತರು ಆ ವಿಧದಲ್ಲಿ ಪ್ರೀತಿಸುತ್ತಿದ್ದಾನೆ. ആ സഹോദരനെ സ്നേഹിക്കുന്നു. ಆ ಸಹೋದರನ ಪ್ರೀತಿಸ್ತಾ ಇದ್ದಾನೆ. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധ ഒരു വ്യക്തിയിൽ നിന്നും ക്രിസ്തുവിലേക്ക് തിരിക്കാനാ. ನಾನು ಹೇಳುವಂತದ್ದು ನಿಮ್ಮ ಗಮನವನ್ನ ಒಂದು ವ್ಯಕ್ತಿಯಿಂದ ಕ್ರಿಸ್ತನ ಕಡೆಗೆ ತಿರುಗಿಸಬೇಕು. അവിടുന്നാകുന്നു യോഗ്യൻ. ಆತನು ಮಾತ್ರ ಯೋಗ್ಯನು. ഞാൻ ഈ കുടുംബത്തിനെ നോക്കുമ്പോൾ ഞാൻ ഇവരുടെ പുറകിലെ ഡോക്യുമെന്റ്സ് ഒരു ഡോക്യുമെന്റിൽ വെട്ടിത്തിരുത്തി എഴുതി കാണുന്നു. ನಾನು ಈ ಕುಟುಂಬವನ್ನು ನೋಡಿದಾಗ ಅವರ ದಾಖಲಾತಿಯಲ್ಲಿ ಒಂದು ತಿದ್ದುಪಾಟಿ ಮಾಡಿದನ್ನು ಕಾಣ್ತಾ ಇದ್ದಾನೆ. ഈ കുടുംബം കർത്താവിന്റെ വിശ്വസ്തയോടെ ഈ സഭയുടെ കൂടെ നിൽക്കുന്നതിനെ കർത്താവ് ಈ ಕುಟುಂಬವು ಸಭೆಯೊಂದಿಗೆ ನಂಬಿಗಸ್ತರಾಗಿ ನಿಂತಿರುವುದನ್ನು ಕಾಣ್ತಾ ಇದ್ದಾನೆ. എനിക്ക് അവരെ പരിചയമില്ല. ಅವರ ಪರಿಚಯ ನನಗಿಲ್ಲ. പരിചയമുള്ള ഒരാൾ പറയും അത്. ಪರಿಚಯ ಇರುವಂತಹ ವ್ಯಕ್ತಿ ಹೇಳ್ತಾ ಇದ್ದಾನೆ. അവിടുന്ന് അവരെ കണ്ടു. ಆತನು ಅವರನ್ನ ಕಂಡನು. അല്ലാതെ ഗിരീഷ് ബാബു കണ്ടെന്നല്ല അർത്ഥം. ಅದರ ಬದಲು ಗಿರೀಶ್ ಬಾಬು ಕಂಡ್ರು ಅಂತ ಅಲ್ಲ ಅರ್ಥ. കാണണ്ടവൻ കണ്ടില്ലേ പോയി. ಕಾಣಬೇಕಾದನು ಕಾಣದಿದ್ರೆ ಎಲ್ಲ ಹೋಯ್ತು. രക്ഷപ്പെട്ട നീ ಅವನ್ ಕಂಡ್ರೆ ನಾವು ರಕ್ಷಣೆ ಹೊಂದುತ್ತೇವೆ. കൈയെടുത്ത് പറ, യേശുവേ, ಕೈ ಎತ್ತಿ ಹೇಳೋಣ, ಯೇಸುವೇ, അങ്ങ് ഇവിടെ ഉള്ളതിനായി സ്തോത്രം. ನೀನು ಇಲ್ಲಿ ಇರೋದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. എപ്പോഴും ഓർത്തോണം, ಯಾವಾಗಲೂ ನೆನೆಸ್ಕೊಳ್ಬೇಕು. എത്ര അത്ഭുതത്തിന്റെ ശുശ്രൂഷകർ വന്നാലും ಎಷ್ಟೇ ಅದ್ಭುತದ ಸೇವಕರು ಬಂದ್ರು, ಯೋಗ್ಯನ യേശു ಮಾತ್ರ. ಯೋಗ್ಯನು ಯೇಸು ಮಾತ್ರ. യേശുവിനെ ഉയർത്താവൂ. ಯೇಸುವನ್ನು ಮಾತ್ರ ಎತ್ತಬೇಕು. ഇന്ന് ആ കുടുംബം എന്നെ വളരെ ബഹുമാനത്തോടെ സ്വീകരിച്ചത്. ಇವತ್ತು ಆ ಕುಟುಂಬ ನನ್ನನ್ನು ಬಹಳ ಗೌರವಿತವಾಗಿ ನನ್ನನ್ನು ಸ್ವೀಕರಿಸಿದ್ರು. അവര് തന്നെ എന്നെ വന്ന് എന്റെ മുറിയൊക്കെ, ഞാൻ പറഞ്ഞത് അതൊക്കെ വേണം, അവരെ ബഹുമാനിച്ചോ. ಅವರೇ ಬಂದು ನನ್ನ ಕೋಣೆಯನ್ನೆಲ್ಲ ಅಂದ್ರೆ ಅದೆಲ್ಲ ಬೇಕು ಅದು ಗೌರವಿಸ್ರಿ, ബഹുമാനിച്ചോ, ಅವರಿಗೆ ಗೌರವ ಕೊಡ್ರಿ, തെറ്റാന്നല്ല, ಅದು ಯಾವ ತಪ್ಪು ಅಲ್ಲ. പക്ഷെങ്കിൽ ಆದರೆ എല്ലാ മനുഷ്യരും നിങ്ങളും ഞാൻ ഒരുപോലെ. ಎಲ್ಲ ಮನುಷ್ಯರು, ನಾನು ನೀವು ಎಲ್ಲ ಒಂದೇ, ನಾವೆಲ್ಲರೂ ಒಂದೇ ತರ. സംസാരിക്കണമെങ്കിൽ കർത്താവ് ഇടപെടണം. ಮಾತನಾಡಬೇಕಾದ್ರೆ ಕರ್ತನು ಒಡನಾಡಬೇಕು. അവിടുന്ന് മാത്രം, ಕರ್ತನು ಮಾತ್ರ, അവിടുത്തെ ഉയർത്താവൂ. ಆ ಕರ್ತನು ಮಾತ್ರ ಎತ್ತಬೇಕು. ഞങ്ങളുടെ സഭ വലിയൊരു കർത്താവിന്റെ ദാസം വന്നതിന് പറഞ്ഞതിന് മേളിൽ ഇന്ന് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നു. ನೋಡಿ, ನಮ್ಮ ಸಭೆಯಲ್ಲಿ ದೊಡ್ಡ ಕರ್ತರ ಸೇವಕ ಬಂದಿದ್ದ ಅಂತ ಹೇಳೋದಕ್ಕಿಂತಲೂ ಕರ್ತು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಬಂದಿದ್ದನು ಎಂಬುದು ಹೇಳಬೇಕು. നോക്കൂ, മിഡിൽ ഈസ്റ്റിന്റെ കൾച്ചറിൽ രാത്രിയിലാണ് മീൻ പിടിക്കേണ്ടത്. ನೋಡಿ, ಮಿಡಿಲ್ ಈಸ್ಟ್ ನ ಸಂಸ್ಕೃತಿಯ ಪ್ರಕಾರ ರಾತ್ರಿಯಲ್ಲಿ ಮೀನು ಹಿಡಿಬೇಕು. പത്രോസ് ഇപ്പം കർത്താവിനോട് പറയാനുള്ള സാധ്യത, ಕರ್ತನೊಂದಿಗೆ ಪೇತ್ರನ ಹೇಳಬೇಕಾದ ಸನ್ನಿವೇಶ, നല്ല യൗവനക്കാരനാണ്, നിങ്ങളൊരു ആശാരിയ, ನೀನು ಒಳ್ಳೆ ಯವನಸ್ಥ, ನೀನೊಬ್ಬ ಒಳ್ಳೆ ಬಡಗಿ ಆಗಿದ್ದಿ. ഞാൻ ഒരു നല്ല പ്രായം, നിന്നെക്കാളും പ്രായമുള്ള ഗലീലയിൽ ജനിച്ചു വളർന്ന ആള്. ಆದರೆ ನಾನು ನಿನಕ್ಕಿಂತಲೂ ವಯಸ್ಸಿರುವಂತ ಗಲೀಲದಲ್ಲಿ ಹುಟ್ಟಿ ಬೆಳೆದವನು. ഇതിന്റെ സ്പന്ദനം എനിക്കറിയാം, ಇದರ ಸ್ಪಂದನ ಶಬ್ದ ನನ್ಗೆ ಗೊತ್ತಿದೆ. ഗലീലയുടെ ആകാശമേഘങ്ങൾ മാറുമ്പം ഏത് മീൻ ഏത് വശത്തേക്ക് പോയെന്ന് എനിക്കറിയാം. ಗಲೀಲದ ಆಕಾಶ ಮಂಡಲಗಳು ಮೇಘಗಳು ನೀಗುವಾಗ ಯಾವ ಮೀನುಗಳು ಯಾವ ಕಡೆಗೆ ಹೋಗಿದೆ ನನಗೆ ಗೊತ್ತಿದೆ. ഇതിന്റെ രീതി മാറുമ്പോൾ അറിയാം മീൻ കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. ಈ ವಾತಾವರಣ ಬದಲಾಗುವ ಗೊತ್ತಾಗ್ತದೆ ಇವತ್ತು ಮೀನು ಸಿಗೋದಿಲ್ಲ ಎಂಬುದು. എടാ, അത് രാത്രിയിൽ ഇറങ്ങിയാലേ കിട്ടത്തുള്ളൂ. ನೋಡಪ್ಪ, ನೀನ್ ರಾತ್ರಿ ಇಳಿದ್ರೇನೆ ಮೀನ್ ಸಿಗೋದು. പക്ഷെങ്കിൽ ಆದ್ರೆ നീ എന്നെ നോക്കി പറയാ, ഈ സീസൺ കഴിഞ്ഞു, കാലം കഴിഞ്ഞു, സമയം കഴിഞ്ഞിട്ട് ഈ പ്രഭാതത്തിൽ വലയിറക്കാൻ. ಈಗ ನೀನ್ ನನ್ನ ನೋಡಿ ಹೇಳ್ತಾ ಇದೀಯಾ, ಸೀಸನ್ ಮುಗಿದು ಕಾಲ ಮುಗಿದು ಈ ಬೆಳಗ್ಗೆ ಸಮಯ ಬಲೆ ಹಾಕು ಅಂತ ಹೇಳಿದ್ರೆ ചിലതാ പറയുന്നത്, ചിലരെങ്ങനെ പറയുന്നത്, ಕೆಲವರು ಹೇಳುದು ಹಾಗೆ. എന്റെ പ്രായം പോയി പാസ്റ്ററേ, ಕೆಲವರು ಹೇಳುವಂತದ್ದು, ಪಾಸ್ಟ್ರೆ ನನ್ನ ಏಜ್ സമയം ಮೀರಿ പോയി ಹೋಯ್ತು, പാസ്റ്ററേ, ನನ್ನ ಸಮಯ ಮುಗಿದೋಯ್ತು ಪಾಸ್ಟ್ರೆ. അത് നേരത്തെ ഒരു 10 വർഷം മുന്നായിരുന്നു, ഓക്കെ പാസ്റ്ററേ. ಪಾಸ್ಟ್ರೆ, ಒಂದು 10 ವರ್ಷ ಮುಂಚೆ ಆಗಿದ್ರೆ ಸರಿ ಆಗ್ತಿತ್ತು ಪಾಸ್ಟ್ರೆ. പക്ഷെ പത്രോസ് പറഞ്ഞത് ಪೇತ್ರ ಹೇಳುವಂತದ್ದು ഇതൊന്നും അല്ല. ಇದು ಯಾವುದೂ ಅಲ್ಲ. പത്രോസ് പറയാണ്, ಪೇತ್ರ ಹೇಳುತ್ತಿದ್ದಾನೆ, ഇതൊക്കെ ആണെങ്കിലും ಇದೆಲ್ಲ ಆಗಿದ್ರು എന്റെ കണ്ണിലോട്ട് നോക്കുമ്പോൾ വിശ്വാസത്തിന്റെ ജ്വാല എനിക്ക് കാണാം. ನಿನ್ನ ಕಣ್ಣಿಗೆ ನೋಡುವಾಗ ನಂಬಿಕೆಯ ಜ್ವಾಲೆಯ ನಾನು ಕಾಣುತ್ತಿದ್ದೇನೆ. വിശ്വാസത്തിന്റെ ജ്വാല നിന്റെ കണ്ണിനകത്ത് എനിക്ക് കാണാം. ನಂಬಿಕೆಯ ಜ್ವಾಲೆಯ ನಿನ್ನ ಕಣ್ಣಲ್ಲಿ ಕಾಣುತ್ತಿದ್ದೇನೆ. നിന്റെ കണ്ണിനകത്ത് എന്തോ ഒരു പ്രത്യേകത പറയുമ്പോ, ನಿನ್ನ ಕಣ್ಣಿನಲ್ಲಿ ಹೇಳುವಾಗ ಏನೋ ಒಂದು ವಿಶೇಷತೆ, ഗലീലയുടെ സ്വഭാവത്തെ ഞാൻ മറക്കുകയാണ്. ಗಲೀಲೆಯ ಸ್ವಭಾವವನ್ನು ಮರೆತಿದ್ದೇನೆ. എന്തോ വിശ്വാസം എന്റെ അകത്ത് തിരയടിക്കുന്നത് പോലെ പൊങ്ങി വരികയാണ്. ಯಾವುದೋ ನಂಬಿಕೆ ಅಲೆಗಳು ಬಡಿಯುವ ಹಾಗೆ ಎದ್ದು ಬರುತ್ತಿದೆ. അതുകൊണ്ട് നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ಆದ್ದರಿಂದ ನಿನ್ನ ಮಾತಿಗೆ ನಾನು ಬಲಿ ಹಾಕ್ತಿದ್ದೇನೆ. ഗലീലയുടെ പ്രതീക്ഷയിലല്ല ഞാൻ വലയിറക്കുന്നത്, ಗಲೀಲೆಯ ನಿರೀಕ್ಷೆಯಲ್ಲಿ ಅಲ್ಲ ನಾನು ಬಲಿ എന്റെ ಹಾಕ್ತಿರೋದು, എക്സ്പീരിയൻസിലല്ല ഞാൻ വലയിറക്കുന്നത്. ಅನುಭವದ ಮೇಲೆ ಅಲ್ಲ ಬಲಿ നിന്റെ ಹಾಕುವುದು, വാക്കിന് ഞാൻ വലയിറക്കാം. ನಿನ್ನ ಮಾತಿಗೆ ನಾನು ಬಲಿ ಹಾಕ್ತೇನೆ. ഈ ഇന്ന് പകൽക്കാലത്ത് ನೀನು ಈ ಆಗಲು അവന്റെ വാക്കിന് വലയിറക്കുന്ന ഒരു അത്ഭുതം കാണാൻ പോവാ. ಆತನ ಮಾತಿಗೆ ಬಲಿ ಹಾಕುವವರು ಅದ್ಭುತ ಕಾಣಲಿಕ್ಕಿದ್ದಾರೆ. അവന്റെ വാക്കിന് ആമേൻ പറഞ്ഞോ നിങ്ങൾ? ಆತನ ಮಾತಿಗೆ ಆಮೇಲೆ ಹೇಳ್ರಿ. ധീരം ദാളകലം ബല്ലാര ചൂടാപാല വൈഡാരാജ. ദാരിദ്ര്യത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, ಬಡತನದ ಕಟ್ಟುಗಳು ಮುರಿಯಲ್ಪಡಲೆ, തലമുറയുടെ സാമ്പത്തിക ശാപത്തിന്റെ കെട്ട് അഴിയട്ടെ, ತಲೆಮಾರಿನ ಆರ್ಥಿಕ ಕಟ್ಟುಗಳು ಮುರಿಯಲ್ಪಡಲೆ.
ആ വായ തുറക്കാൻ പറ്റുന്ന ഒരു സ്തോത്രം പറഞ്ഞു. ಬಾಯಿ ತೆರೆಯುವುದಕ್ಕೆ ಸಾಧ್ಯ ಇದ್ದವರು ಸ್ತೋತ್ರ ಹೇಳ್ರಿ. ഇതൊരു അവസരമാണ്. ഇതൊരു കോർപ്പറേറ്റ് അനോയിന്റിംഗ് മൂവിയാണ്. ಇದೊಂದು ಅವಕಾಶವಾಗಿದೆ. ದೇವರ ಸಾನ್ನಿಧ್ಯ ಚಲಿಸ್ತಾ ಇದೆ. Come on, come on. Amen. ಆಮೆನ್. ഇന്ന് നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ನೀವು ಇಲ್ಲಿ ಕುಳಿತು ಪ್ರಾರ್ಥಿಸುವ ദാരിദ്ര്യം എന്റെ അവകാശം എന്നുള്ള ചിന്ത തന്നെ കളയണം. ನೋಡಿ, ಬಡತನ ನನ್ನ ಸ್ವಂತ ಸೊತ್ತು ಎಂಬುದಾಗಿರುವ ಯೋಚನೆಯನ್ನು ತೆಗೆದುಹಾಕಬೇಕು. ദാരിദ്ര്യത്തോട് നിങ്ങൾ എതിർത്ത് നിൽക്കണം. ಬಡತನವನ್ನ ಎದುರಿಸಿ ನಿಲ್ಬೇಕು. ഇന്ന് ദാരിദ്ര്യത്തെ ഇവിടെ കുഴിച്ചിട്ടിട്ട് സമൃദ്ധിയുടെ ജീവനം കൊണ്ട് പോകണം. ಬಡತನವನ್ನ ನೀವು ಇಲ್ಲಿ ಕಿತ್ತು ಎಸೆದು അഭിവൃദ്ധിಯನ್ನ ತೆಗೆದುಕೊಂಡು ಹೋಗಬೇಕು. ദൈവത്തിന് മനുഷ്യനോടുള്ള മനോഭാവം അറിയണമെങ്കിൽ തിരുവചനം പറയണം. തിരുവചനത്തിൽ പറയുന്നതാണ് ദൈവത്തിന് മനുഷ്യനോടുള്ള മനോഭാവം. ದೇವರಿಗೆ ಮನುಷ್ಯನೊಂದಿಗೆ ಆ ಮನೋಭಾವ ಅರ್ಥವಾಗಬೇಕಂದ್ರೆ ದೇವರ ವಾಕ್ಯವನ್ನು ತಿಳಿದುಕೊಳ್ಳಬೇಕು. ദൈവഹിതം വെളിപ്പെടുത്തുന്നത്, ദൈവത്തിന്റെ വിൽ ഓഫ് ഗോഡ് വെളിപ്പെടുത്തുന്നത് തിരുവചനാണ്. ದೇವರ ವಾಕ್ಯದ ಚಿತ್ತವನ್ನ ತಿಳಿಯಪಡಿಸುವಂತದ್ದು ದೇವರ ವಾಕ್ಯವಾಗಿದೆ. രാമേൻ പറ. ಒಂದು ಆಮೆನ್ ಹೇಳೋಣ. എനിക്കിതേ പറ്റി പറയാൻ അധികം സമയം എന്റെ മുന്നിലില്ല. ಇದನ್ನು ಹೇಳೋದಕ್ಕೆ ನನಗೆ ಹೆಚ್ಚು ಸಮಯ ನನಗಿಲ್ಲ. നോക്കണേ, ನೋಡ್ರಿ, അവർ അങ്ങനെ ചെയ്തപ്പോ, ಅವರು ಹಾಗೆ ಮಾಡಿದಾಗ, നിങ്ങൾ ആറാമത്തെ വാക്യം ഇവിടെ എടുക്കണേ. 6ನೇ ವಾಕ್ಯವನ್ನು ತೆಗೆದುಕೊಳ್ಳ್ರಿ. 5:6 5:6 മലയാളത്തിൽ എഴുതിയിരിക്കുകയാണ്. ಮಲಯಾಳದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. മലയാളത്തിൽ എഴുതിയിരിക്കുകയാണ്. ಮಲಯಾಳದಲ್ಲಿ ಹೇಳಿದೆ, അങ്ങനെ അവർ ചെയ്തപ്പോ, ಹಾಗೆ ಅವರು ಮಾಡಿದಾಗ മീൻ വലയിൽ അകപ്പെട്ടു. ಮೀನು ರಾಶಿ ರಾಶಿಯಾಗಿ ಬಲೆಗಳಲ್ಲಿ ಸಿಕ್ಕಿಕೊಂಡವು. മീൻ വലയിൽ അകപ്പെട്ടു. ಮೀನು ಬಲೆಯಲ್ಲಿ ಸಿಕ್ಕಿಕೊಂಡವು. ഇങ്ങനെ തെലുങ്കിലെ, ഇവിടെ കന്നഡയിൽ എന്ന് എഴുതിയിരിക്കുന്നത് കാണിക്കാമോ? ಕನ್ನಡದಲ್ಲಿ ಹೇಗೆ ಅಂತ ವಾಕ್ಯ. ലൂക്ക് 5:6 ಹಾಕಿದ ಮೇಲೆ ಮೀನುಗಳು ರಾಶಿ ರಾಶಿಯಾಗಿ ಸಿಕ್ಕಿಕೊಂಡು, ഇംഗ്ലീഷ്, ഐ നീഡ് ഇംഗ്ലീഷ് ഓൾസോ. ಅವರ ಬಲೆಗಳು ಹರಿದು ಹೋಗುತ್ತಿದ್ದವು. വല മീൻ ಲೂಕನ ಸುವಾರ್ತೆ 5 പിടിച്ചെന്നാണോ 6ನೇ എഴുതിയിരിക്കുന്നത്, ವಾಕ್ಯ. അകപ്പെട്ടെന്നാണോ? ಹಾಕಿದ Can you ಮೀನುಗಳು read in English please? 5:6 And when they had done this, they caught a great number of fish. Quote. Can I get another translation? ಬೇರೆ ಭಾಷಾಂತರದಲ್ಲಿ ಇಂಗ್ಲಿಷ್. No, I need another one. Yeah, it's right translation. Please read this one. And when they had done When they had done this, they enclosed a great multitude Nah. of fishes. what happened? They enclosed The fish enclosed. a great multitude of fishes. They didn't caught. What happened? They enclosed. They came into the net. ಅಂದ್ರೆ ಸಮೀಪಕ್ಕೆ. ಆಮೇಲೆ പിടിക്കുക എന്ന് പറഞ്ഞാല് ಹಿಡಿಯುವುದು ಅಂದ್ರೆ നിങ്ങളുടെ മിടുക്ക, ನಿಮ್ಮ ಸಾಮರ್ಥ್ಯ, നിങ്ങളുടെ ഗിഫ്റ്റ്, നിങ്ങളുടെ കഴിവ, ನಿಮ್ಮ ವರ ಅಥವಾ ನಿಮ್ಮ ಸಾಮರ್ಥ್ಯ, നിങ്ങൾക്ക് അറിവാ, നിങ്ങളുടെ ನಿಮ್ಮ ತಿಳುವಳಿಕೆ ಆಗಿದೆ. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്യുന്നത്. ನಿಮ್ಮ ಅನುಭವ ಅದನ್ನ If ಮಾಡುವಂಥದ್ದು. you caught fish, meaning ನೀವು that's your efficiency. ನೀವು ಹಿಡಿದುಕೊಳ್ಳುವುದು ಅಂದ್ರೆ ಅದು ನಿಮ್ಮ റൈറ്റ് ട്രാൻസ്ലേഷൻ പറയാണ്, ಸರಿಯಾದ ಭಾಷಾಂತರ ಹೇಳ್ತಾ ಇದ್ದೇವೆ. അവർ യേശു പറഞ്ഞതനുസരിച്ചപ്പോ, ಅವರು ಯೇಸು ಹೇಳಿದಕ್ಕೆ ವಿಧೇಯರಾದಾಗ, നിങ്ങൾ വാക്യ ശ്രദ്ധിച്ചോണം, ഇവർ യേശു പറഞ്ഞതനുസരിച്ചപ്പോ ಆ ವಾಕ್ಯ ಹೇಳೋದು ಗಮನಿಸಬೇಕು. ಆ ಯೇಸು ಹೇಳಿದಕ್ಕೆ ವಿಧೇಯರಾದಾಗ മീൻ കൂട്ടം കൂട്ടമായി വന്ന് വലക്കകത്തോട്ട് കയറിയെന്ന. ನೋಡಿ, ಮೀನು ರಾಶಿ ರಾಶಿಯಾಗಿ ಬಲೆಗೆ ಒಳಗಡೆ ಬಂದು ಸೇರ್ತು ಅಂತ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചിലരുടെ അക്കൗണ്ടിനകത്ത് സമ്പത്ത് വന്നു കയറുന്നു. ಇದು ಹೇಳುತ್ತಿರುವಾಗಲೇ ಕೆಲವರ ಅಕೌಂಟಿನಲ್ಲಿ വന്നു കയറുകയാ. ಬಂದು ಸೇರ್ತಾ ಇದೆ. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ನೀವು ಗಮನಿಸಿದ್ದೀರಾ? നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ನೀವು ಗಮನಿಸಿದ್ದೀರಾ? ശാപം എന്നാൽ എന്താണ്? ಶಾಪ ಅಂದ್ರೆ ಏನು? അധ്വാനിച്ച് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് എന്തെങ്കിലും കിട്ടിയാലായി. ದುಡಿದು ಹಣೆಯ ಬೆವರಿಂದ ಏನೋ ಸಿಕ್ಕಿದ್ರೆ ಸಾಕು. നിങ്ങൾക്കറിയാമോ യേശുവിന്റെ രക്തം ആദ്യമായി വീണത് എവിടെന്നറിയാമോ? ನಿಮಗೆ ಗೊತ್ತಿದೆ ಯೇಸುವಿನ ರಕ್ತ ಪ್ರಾರಂಭವಾಗಿ ಬಿದ್ದದ್ದು ಎಲ್ಲಿ ಗೊತ್ತಾ? ഭൂമിയുടെ മീതെയാ, ಭೂಮಿಯ ಮೇಲೆ. ലേവ്യ പുസ്തകം പറയാണ്, ಕಂಡ ಪುಸ್ತಕ ಹೇಳ್ತದೆ, യാഗമൃഗത്തിന്റെ രക്തം യാഗപീഠത്തിലെ വീഴാവൂ.
ಯಜ್ಞಪಶುವಿನ ರಕ್ತವು ಯಜ್ಞವೇದಿಯ ಮೇಲೆ ಬೀಳಬೇಕು, ചുമ്മാ അവിടെ ഇവിടെ വീഴരുത്. ಬೇರೆ ಎಲ್ಲೂ ಬೀಳಬಾರದು. ഇതിന് അർത്ഥം മനസ്സിലായോ? ಇದರ ಅರ್ಥ ಗೊತ್ತಾಯ್ತಾ? മൃഗങ്ങളുടെ രക്തത്തെ പറ്റി അത്രയും കോൺഷ്യൻസ് ആണെങ്കിൽ, ಮೃಗಗಳ ರಕ್ತದ ಕುರಿತು ಅಷ್ಟು ಗಮನ ಇರುವುದಾದರೆ, രക്തമായ അവിടുത്തെ രക്തം നിലത്ത് വീഴാൻ പാടല്ലോ. ಆ ಪುಣ್ಯವಾದಂತ ರಕ್ತ ಅದು ನೆಲದ ಮೇಲೆ ಬೀಳ್ಬೇಕಾ? അതിനർത്ഥം, ಅದರ ಅರ್ಥ അവിടെ വീണെങ്കിൽ അദൃശ്യമായ ഒരു യാഗപീഠം അവിടെ ഉണ്ടായിരുന്നു ನೋಡಿ, ಅಲ್ಲಿ ಬಿದ್ದಿರುವುದಾದರೆ ಅದೃಶ್ಯವಾದ ಯಜ್ಞವೇದಿ ಅಲ್ಲಿ ಇತ್ತು എന്ന് പറഞ്ഞാല് ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ, ഈ ഭൂമിയാണ് നിനക്ക് നന്മ തരേണ്ടത്. ಈ ಭೂಮಿ ಆಗಿದೆ ನಿನಗೆ ಆಶೀರ್ವಾದ ಕೊಡಬೇಕಾದದು. നീ അവകാശം എടുക്കേണ്ടത്. ಈ ಭೂಮಿಯಲ್ಲೇ ನೀನು ಅವಕಾಶವನ್ನು ಪಡೆದುಕೊಳ್ಳಬೇಕಾದ. ഭൂമിയിൽ കിടന്ന ശാപം, ಆ ಭೂಮಿಯಲ್ಲಿದ್ದ ಶಾಪ അവന്റെ രക്തവും വിയർപ്പും മിക്സ് ചെയ്ത് ഇറങ്ങി വന്നതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. ಅವನ ರಕ್ತವು ಬೇವರು ಮಿಕ್ಸ್ ಆಗಿ ಬಂದು ಅದನ್ನು ಮುರಿತಾ ಇದೆ. അതുകൊണ്ടാണ് അധ്വാനിക്കുമ്പം രക്തം വിയർപ്പ് തുള്ളികളായി വന്ന് ഭൂമി വീണ് ഭൂമി പ്രസാദിച്ചെന്തെങ്കിലും തരും. ನೋಡಿ, ಅದಕ್ಕೆ ದುಡಿಯುವಾಗ ಬೇವರು ಬಿದ್ದು ಭೂಮಿ ಏನಾದರೂ ಇಷ್ಟಪಟ್ಟು ಕೊಟ್ರೆ ಅದು ನಿಮಗೆ ಸಿಗುವಂತದ್ದು. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ಗಮನಿಸಬೇಕು. ദൈവം ഒരാളെ ബ്ലസ് ചെയ്താൽ ದೇವರು ಒಬ್ಬರನ್ನು ಆಶೀರ್ವದಿಸಿದ್ರೆ നിന്റെ അധ്വാനം അതിനകത്ത് കാണത്തില്ല. ನಿನ್ನ ದುಡಿತ ಅದರಲ್ಲಿ ಕಾಣುವುದಿಲ್ಲ. ദൈവം ഒരാളെ അധ്വാനിച്ചാൽ ದೇವರು ಒಬ್ಬರನ್ನು ಆಶೀರ್ವದಿಸಿದ್ರೆ തുള്ളി വിയർപ്പില്ലാതെ വന്നു കയറും. ಯಾವ ಬೇವರೋ ಇಲ್ಲದೆ ಬಂದು ಸೇರುತ್ತದೆ. Without a setting, your blessing will come. ಬೇವರು ಇಲ್ಲದೆ ನಿಮ್ಮ ಕೈ ಬಂದು ಸೇರುತ್ತದೆ. ഇല്ല സിസ്റ്റർ, നിങ്ങൾ അധ്വാനിച്ചിട്ടല്ല അത് വരുന്നത്. ನೀವು ದುಡಿಯುವುದರಿಂದ ಅಲ್ಲ, അധ്വാനിച്ചിട്ടല്ല അത് വരുന്നത്. ದುಡಿಯುವುದರಿಂದ ಅಲ್ಲ ಬರೋದು. പത്രോസ് പറയുകയാണ്, ಪೇತ್ರ ಹೇಳ್ತಿದ್ದಾಳೆ, തന്റെ വാല അങ്ങോട്ട് ചുമ്മാതിട്ടതേ ഉള്ളൂ. ಬಲೆ ಸುಮ್ಮನೆ ಹಾಕಿದಷ್ಟೇ. ഇത് റോങ് സീസൺ ആണ്. ಇದು ತಪ್ಪಾದಂತ ಕಾಲ. ഇത് കൊറോണ വന്ന് വല്ലാതിരിക്കുന്ന സീസൺ ആവാശ്രേ. ಕೊರೋನಾ ಬಂದು ಸರಿಯಾದ ಕಾಲವಲ್ಲ ಇದು. എന്നാൽ നമുക്കിത് കരുണയുടെ സീസൺ ആണ്. ಅದು ನಮಗೆ ಕರುಣೆಯ ಕಾಲವಾಗಿದೆ. ഒന്ന് കൈ അടിക്കാൻ പറ്റുന്നവരോട് കൈ അടിച്ച് ആമേൻ പറ. ಕೈ ತಟ್ಟಲಿಕ್ಕೆ ಸಾಧ್ಯ ಇರೋ ಕೈ ತಟ್ಟಿ ಆಮೇಲೆ ಹೇಳ್ರಿ. അടുത്തേക്ക് നാളെ കുലുക്കിയിട്ട് പറ, അത്ഭുതത്തിന്റെ സമ്പത്ത് വരാൻ പോന്ന് പറ. ಕೆಲವರನ್ನ ತಟ್ಟಿ ಹೇಳ್ರಿ, ಅದ್ಭುತದ ಸಮಯ ಬಂದಿದೆ ಎಂಬುದಾಗಿ. എന്ന് പറഞ്ഞാല് ಎಂಬುದಾಗಿ ಹೇಳಿದರೆ, ഈ മീൻപിടുത്തം സാധാരണമല്ല കേട്ടോ. ಈ ಮೀನು ಹಿಡಿಯುವಂತದ್ದು ಸಾಧಾರಣವಾದ ವಿಷಯವಲ್ಲ. ഇത്രയും നാളും ജീവിച്ചത്, ಇಷ್ಟು ದಿನ ಜೀವಿಸಿದ್ದು, ഇത്രയും നാളും ജീവിച്ചത് ಇಷ್ಟು ದಿನ ಜೀವಿಸಿದ್ದು നമ്മൾ നന്മയെ നോക്കി ഇങ്ങനെ ഓടുക. ನಮ್ಮ ಆಶೀರ್ವಾದವನ್ನು ನೋಡಿ ನಾವು ಓಡ್ತಾ ಇದ್ದೇವೆ. നായി ബ്രെഡിന്റെ പുറകെ ഓടുന്നത് പോലെ അമേരിക്ക പോയി, USA പോയി, അവിടെ പോയി, ഇവിടെ പോയി എന്തെങ്കിലും നേടുവാൻ വേണ്ടി ഓടുക. ಒಂದು ನಾಯಿ ಬ್ರೆಡ್ಡಿನ ಹಿಂದೆ ಅಮೆರಿಕ ಹೋಗಿ, USA ಹೋಗಿ, ಅಲ್ಲಿಗೆ ಹೋಗಿ ಏನೋ ಸಿಗ್ತದೆ ಎಂಬುದಾಗಿ ಓಡ್ತಾ ಇದೆ. എന്നാൽ വചനം പറയുന്നു, ಅದರ ವಾಕ್ಯ ಹೇಳ್ತಿದೆ, ശ്രദ്ധിച്ചോണം, വചനം ശ്രദ്ധിച്ചോണം, ವಾಕ್ಯ ಗಮನಿಸಬೇಕು, വചനം ശ്രദ്ധിച്ചോണം. ವಾಕ್ಯ ಗಮನಿಸಬೇಕು. നന്മയും കരുണയും ಶುಭವೂ ಕೃಪೆಯು എന്റെ ആയുഷ്കാലമൊക്കെയും ನನ್ನ ಜೀವಮಾನವೆಲ್ಲ എന്നെ പിന്തുടർന്ന് വരുമെന്ന്, ನನ್ನನ್ನು ಹಿಂಬಾಲಿಸಿ ಬರ್ತದೆ ಎಂದು, എന്റെ പുറകെ വരുമെന്ന്, ನನ್ನ ಹಿಂದೆ ಬರುತ್ತದೆ ಎಂದು, എവിടെ പോയാലും എന്റെ പുറകെ വരുമെന്ന്, ಎಲ್ಲೇ ಹೋದರೆ ನನ್ನ ಹಿಂದೆ ಬರುತ್ತದೆ ഞാൻ ಎಂದು, പോകുന്നിടത്ത് വരുമെന്ന്, ನಾನು ಹೋಗುವ ಕಡೆ ಬರುತ್ತದೆ ಎಂದು, എന്റെ പുറകെ വരുമെന്ന്. ನನ್ನ ಹಿಂದೆ ಬರುತ್ತದೆ ಎಂದು. മനസ്സിലായില്ല? ಅರ್ಥವಾಗ್ಲಿಲ್ಲ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ನಾನು ಹೇಳಿದ ಅರ್ಥವಾಗ್ಲಿಲ್ವೋ? ഒരു വേട്ടക്കാരന്റെ വേട്ടമൃഗം, വേട്ടനായി യജമാന്റെ പുറകെ പോകുന്നത് പോലെ ಒಂದು ಬೇಟೆಗಾರನ ಬೇಟೆ ನಾಯಿ ಬೇಟೆ ಯಜಮಾನನ ಹಿಂದೆ ಹೋಗುವ ಹಾಗೆ നന്മയും കരുണയും ಕೃಪೆಯೋ ಶುಭವೋ നീ പോകുന്നിടത്തൊക്കെ വന്ന് നിൽക്കും. ನೀನು ಹೋಗುವ ಕಡೆ ಎಲ್ಲ ಬಂದು ನಿಲ್ಲುತ್ತದೆ. നിന്റെ പുറകെ ഇത് വന്ന് കയറുമെന്ന്. ನಿನ್ನ ಹಿಂದೆ ಬಂದು ಸೇರ್ತದೆ ಎಂದು. ഡിവൈൻ ജനറേഷൻ മിനിസ്ട്രീസ് ഉള്ളവര്, ಡಿವೈನ್ ಜನರೇಷನ್ ಮಿನಿಸ್ಟ್ರಿಯಲ್ಲಿ ಇರುವವರು, ഇന്ന് വരെ തോറ്റെടുത്ത് പോയി നിന്നോ, ಸೋತ ಕಡೆಯೋ ನಿಂತುಕೋ, നിന്റെ പുറകെ ജയം കേറി വരും. ನಿನ್ನ ಹಿಂದೆ ಜನ ಸೇರಿ ಬರುತ್ತಾರೆ. ദേശക്കാര് പറയും അവർ ചെയ്യുന്നത് സക്സസ് ആകുന്നു. ದೇಶದವರು ಹೇಳ್ತಾರೆ ಅವರು ಮಾಡುವಂತದ್ದು ಸಕ್ಸಸ್ ಆಗ್ತಿದೆ. ദേശക്കാര് പറയും അവർ ചെയ്യുന്നതെല്ലാം സക്സസ് ആകുന്നു. ದೇಶದವರು ಹೇಳ್ತಾರೆ ಅವರು ಮಾಡುವಂತದ್ದೆಲ್ಲ ಯಶಸ್ಸು ಆಗ್ತಿದೆ. നിന്നെ നോക്കുന്നവര് പറയും ನಿನ್ನ ನೋಡುವವರು ಹೇಳ್ತಾರೆ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ജനം. ಯೆಹೋವನಿಂದ ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟ ಜನ. അധ്വാനത്താൽ ജയിച്ചവരല്ല, ಆ ದುಡಿತದಿಂದ ಜಯಿಸಿದವರಲ್ಲ. കരുണയും വന്നു കയറുകയാണ്. ನೋಡಿ ಮೀನುಗಳು ಬಂದು ಸೇರುತ್ತಿದೆ. ഞാൻ നിങ്ങളെ നോക്കി ഇന്ന് പ്രവചിക്കുകയാ. ನಿಮ್ಮನ್ನು ನೋಡಿ ಪ್ರವಾದಿಸುತ್ತಿದ್ದೇನೆ. പുറകെ ഓടി ജീവിക്കാനല്ല, ಇದರ ಹಿಂದೆ ಓಡಿ ಜೀವಿಸೋದಕ್ಕಲ್ಲ, നേടി മരിച്ചു വീഴാനല്ല. ಇದರ ಹೋಗಿ ಸತ್ತು ಬೀಳೋದಕ್ಕಲ್ಲ. നിങ്ങൾ നോക്കി ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ಆದಿಕಾಂಡ ಪುಸ್ತಕ 26:12 ವಾಕ್ಯ ಹೀಗೆ ಹೇಳುತ್ತಿದೆ, ഇസഹാക്ക് ആ ആണ്ടിൽ വിതച്ചു, ಇಸಾಕನು ಆ ಕಾಲದಲ್ಲಿ ಬಿತ್ತಿದನೆ ಮಾಡಿದನು, 100 മേനി ഫലം കായ്ച്ചെന്ന്. 100ರಷ್ಟು ಆತನು ಫಲವನ್ನು ಹೊಂದಿದನು.
എനിക്കത് മനസ്സിലായില്ല. ನನಗೆ ಅರ್ಥವಾಗಲಿಲ್ಲ. പാസ്റ്റർ എനിക്കത് പിടികിട്ടുന്നില്ല. ಪಾಸ್ಟರ್ ನನಗೆ ಅರ್ಥವಾಗ್ತಿಲ್ಲ. ഈ ഉൽപ്പത്തി പുസ്തകം തന്നെ പറയുകയാണ്, ಆದಿಕಾಂಡ ಪುಸ್ತಕ ಹೇಳ್ತಿದೆ, ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു, ಭೂಮಿ ಶಪಿಸಲ್ಪಟ್ಟಿದೆ, ഭൂമಿ വീര്യം തരത്തില്ല. ಭೂಮಿ ಅದರ ವೀರ್ಯವನ್ನ ಕೊಡುತ್ತಿಲ್ಲ. ഇസാക്ക് പറയുക, ಇಸಾಕ್ ಹೇಳ್ತಿದ್ದಾಳೆ, ഞാൻ അതിനെ വിശ്വസിക്കുന്നില്ല. ನಾನು ಅದನ್ನು ನಂಬುತ್ತಿದ್ದ, I just don't care about it. ಅದರ ಕುರಿತು ಗಮನಕ್ಕೆ ತೆಗೆದುಕೊಳ್ಳೋದಿಲ್ಲ. ശാപം ഉണ്ടോ ഇല്ലയോ എന്റെ വിഷയമല്ല. ಶಾಪ ಇದೆಯೋ ನನ್ನ ವಿಷಯವಲ್ಲ. ഞാൻ വിതയ്ക്കാൻ പോവാ, ನಾನು ಬಿತ್ತಲಿಕ್ಕಿದ್ದೇನೆ, ഞാൻ വിതയ്ക്കാൻ പോവാ. ನಾನು ಬಿತ್ತಲಿಕ್ಕಿದ್ದೇನೆ. സ്വോത്രകാഴ്ച എടുക്കുമ്പോ ಕಾಣಿಕೆ ತೆಗೆದುಕೊಳ್ಳುವಾಗ ഉള്ളതെടുത്ത് വിതച്ചാണ് കേട്ടോ. ನಿಮಗೆ ಇರುವುದನ್ನ ನೀವು ಬಿತ್ತನೆ ಮಾಡಬೇಕು. ശാപം പിടിച്ച വീട്ടിൽ നിന്നായിരിക്കും നീ വരുന്നത്. ಶಾಪ ಇರುವ ಮನೆಯಿಂದ ನೀ ಬಂದಿರಬಹುದು. ഇസാക്ക് ചെയ്താൽ വിതച്ചോണം. ಇಸಾಕನು ಮಾಡಿದಾಗೆ ಬಿತ್ತಬೇಕು. നാട്ടുകാർ മൊത്തം പറഞ്ഞാൽ മണ്ട, ನೋಡಿ ಊರವರೆಲ್ಲ ಹೇಳದ ಅವು ಬುದ್ಧಿ ಇಲ್ಲದವಳು. മഴയില്ല, വറവ് കാലം. ನೋಡಿ ಮಳೆ ಇಲ್ಲ, ಒಣಗಿದ ಅವಸ್ಥೆ. അബ്രഹാമിന്റെ കാലത്തെക്കാൾ വലിയ ക്ഷാമം, ತಂದೆ ಕಾಲಕ್ಕಿಂತಲೂ ದೊಡ್ಡದ ಕ್ಷಾಮದ ಕಾಲ, കൊറോണ സമയം. ಕೊರೋನಾ ಸಮಯ. ആരേലും കാണിക്കുവോടെ മണ്ടത്തരം? ಯಾರಾದ್ರೂ ಈ ತರ ಉಚಿತನ ಮಾಡ್ತಾರ? കേട്ടോണം. ಕೇಳ್ಬೇಕು. ഇസാക്ക് വിത്തെടുത്തിട്ട് പറഞ്ഞു, ಇಸಾಕನು ಬೀಜವನ್ನು ತೆಗೆದು I ಹೇಳಿದನು, don't care about the land. ನಾನು ಭೂಮಿಯ ಕಾರ್ಯದಲ್ಲಿ ಗಮನ I ತೆಗೆದುಕೊಳ್ಳೋದಿಲ್ಲ, just care about the word of God. ನಾನು ದೇವರ ವಾಕ್ಯವನ್ನು ಗಮನಿಸುತ್ತೇನೆ. വചനം പറയുന്നത് ഞാൻ വിതച്ചെന്ന. ವಾಕ್ಯ ಹೇಳುತ್ತ ಅವನು ಬಿತ್ತಿದನು. നിങ്ങൾ ഇന്ന് സ്തോത്രം അയച്ചു കൊടുക്കുമ്പോൾ ഓർത്തോണം, ಇವತ್ತು ನೀವು ಕಾಣಿಕೆ ಕೊಡುವಾಗ ನಿಮ್ ನೆನೆಸಬೇಕು, ഭൂമിയുടെ ശാപം പൊട്ടിമാറിയിട്ട് ഭൂമി 100 മേനി കൊടുത്തെന്ന്. ಭೂಮಿಯ ಶಾಪ ಒಡೆದು ಹೋಗಿ 100 ವರ್ಷ ಫಲವನ್ನು ಕೊಡುತ್ತು. ചില കുടുംബത്തിനകത്ത് കിടക്കുന്ന ദാരിദ്ര്യത്തിന്റെ ശാപം ഇന്ന് പൊട്ടിമാറും. ಕುಟುಂಬದಲ್ಲಿರುವ ದಾರಿದ್ರ್ಯ ಶಾಪ ನೀಗಿ ಹೋಗ್ತದೆ. നിന്റെ കുടുംബത്തിൽ കിടക്കുന്ന ശാപം പൊട്ടിമാറുമെന്ന്. ನಿನ್ನ ಕುಟುಂಬದಲ್ಲಿ ಶಾಪ ನೀಗಿ ಹೋಗ್ತದೆ. ಕೊರೋನಾ ಸಮಯ, ലോക്ക്ഡൌൺ തൊട്ട് തലേ ദിവസം ഞാൻ മസ്കറ്റിലായിരുന്നു. ಲಾಕ್ಡೌನ್ ಅದ್ರ ಸ್ವಲ್ಪ ಹಿಂದೆ ದಿನಗಳಲ್ಲಿ ನಮ್ಮ ಸ್ಕೆಟ್ಲ್ ಆಗಿದೆ. ഞാൻ വന്നിട്ട് അടുത്ത ദിവസം ലോക്ക്ഡൌൺ. ನಾನು ಬಂದ ತಕ್ಷಣ ಲಾಕ್ಡೌನ್. എൻ്റെ ടിക്കറ്റ് 2 എണ്ണം ഞാൻ എടുത്തു. 2ന്റെ ടിക്കറ്റിന്റെ പൈസ എനിക്ക് കിട്ടിയില്ല. 2 ಟಿಕೆಟ್ ತೆಗೆದುಕೊಂಡಿದ್ದೆ, 2 ಹಣ ನನಗಿಂತ ಸಿಗ್ಲಿಲ್ಲ. അവരുടെ ജോലി പോയി, ಅವ್ರ ಕೆಲಸ ಹೋಯ್ತು. ഞാൻ തരണ്ട വെച്ചോളാൻ പറഞ്ഞു. ನಾನು ಹೇಳಿದೆ, ಕೊಡೋದು ಬೇಡ, ನೀವು ಇಟ್ಕೊಳ್ಳಿ ಅಂದ್ರು. എന്റെ ഓഫറിംഗിന്റെ പൈസ അവിടെ വേറൊരു സഹോദരಕ್ಕೆ കൊടുത്തു. ನಾನು ಆಫರಿಂಗ್ ಕಾಣಿಕೆಯನ್ನು ಬೇರೆಯವ್ರ ಸಹೋದರ ಕೊಟ್ಟೆ, എനിക്ക് അയച്ചു തരാൻ വേണ്ടി. ನನಗೆ ಕಳಿಸ್ಕೊಡೋದಕ್ಕೆ. അദ്ദേഹത്തിന് പൈസ അയക്കാനില്ല, ഞാൻ തരണ്ട വെച്ചോളാൻ പറഞ്ഞു. ಅವ್ರು ಕಳಿಸ್ಕೊಳ್ಳೋಕೆ ಹಣ ಇಲ್ಲ. ನಾನು ಹೇಳಿದೆ, ಕೊಡೋದು ಬೇಡ, ಇಟ್ಕೊಳ್ಳಿ എൻ്റെ ಅಂತ. ഒന്നുമില്ല, ನನ್ನ ಕೈಲಿ ಏನೂ ಇಲ್ಲ. ഞാനും വൈഫ് ഇട്ടിരുന്നു. ನಾನು ಹೆಂಡತಿ ಕೂತ್ಕೊಂಡೆವು. ലോക്ക്ഡൌൺ ആയി. ಲಾಕ್ಡೌನ್ ಆಯ್ತು. ഞങ്ങളുടെ കൈ കുറച്ച് പൈസ ഉണ്ട്. ನಮ್ಮ ಕೈಯಲ್ಲಿ ಸ್ವಲ್ಪ ಹಣ ಇದೆ. ഞാൻ ഈ സമയത്ത് നമുക്ക് ഇതും കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. ನಾನು ಹೇಳಿದೆ, ಈ ಸಮಯದಲ್ಲಿ ನಾವು ಇದರಿಂದ ಬದುಕುವುದಕ್ಕಾಗುದಿಲ್ಲ. 2 കാര്യം തീരുമാനിക്കാം. 2 ಕಾರ್ಯ ತೀರ್ಮಾನ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം. ಇದರೊಂದಿಗೆ ಅಡ್ಜಸ್ಟ್ ಮಾಡಿ ಜೀವಿಸಬಹುದು. അതല്ല വിശ്വാസത്തിൽ ഇത് വിതയ്ക്കാം. ನಂಬಿಕೆಯೊಂದಿಗೆ ಬಿತ್ತನೆ ಮಾಡೋಣ. ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചു. ನಾವು ಹಾಗೆ ಪ್ರಾರ್ಥಿಸಿದೆ. രണ്ടാമത്തെ തീരുമാനം എടുത്തു. 2 ತೀರ್ಮಾನ ತೆಗೆದುಕೊಂಡೆವು. തീരുമാനം ഇതായിരുന്നു, ತೀರ್ಮಾನ ಇದಾಗಿತ್ತು, ദൈവസമർക്കെല്ലാം പൈസ വെച്ചു കൊടുക്കാം. ದೇವ ಸೇವಕರಿಗೆಲ್ಲ ಹಣ ಕಳಿಸ್ಕೊಡೋಣ. ഇതുകൊണ്ട് ഓടത്തില്ല, ಇದರಿಂದ ಮುಂದಕ್ಕೆ ಹೋಗುವುದಿಲ್ಲ, ನಡೆಯುವುದಿಲ್ಲ. സ്തോത്രം ചെയ്തു, ಸ್ತೋತ್ರ ಮಾಡಿದೆವು. പറഞ്ഞവർക്കല്ലേ പൈസ വെച്ചു കൊടുക്കും. ಕರ್ತನು ಹೇಳಿದವರಿಗೆಲ್ಲ ಹಣ ಕಳಿಸಿದೆ. അറിയാമോ, ನಿಮಗೆ ಗೊತ್ತಿದೆಯಾ, കൊറോണ സമയത്ത് ಕೊರೋನಾ ಸಮಯದಲ್ಲಿ ഒറ്റ വർഷം, ಒಂದೇ ವರ್ಷ, മൂന്നാമത്തെ മാസം മറ്റേ അടവ്, ಆ 3ನೇ ತಿಂಗಳು ಎಲ್ಲ ಕ್ಲೋಸ್ ಆಗಿದ್ದು. ആ ഡിസംബർ ആയപ്പോ, ಆ ಡಿಸೆಂಬರ್ ಆದಾಗ ഞാൻ ഗിഫ്റ്റ് മാത്രം കൊടുത്തത്, സ്വോത്രകാഴ്ചയായിട്ടും ഗിഫ്റ്റ് ആയിട്ടും കൊടുത്തത് above 7 lakh rupees ആണ്. ನೋಡಿ, ಗಿಫ್ಟ್ ಕಾಣಿಕೆ ಮಾತ್ರ ಕೊಟ್ಟಿದ್ದು 7 ಲಕ್ಷಕ್ಕಿಂತ ಮಿಗಿಲಾಗಿ. കൊറോണ സമയം, ಕೊರೋನಾ ಸಮಯದಲ್ಲಿ എങ്ങും പോയിട്ടില്ല, ಎಲ್ಲಿಗೂ ಹೋಗ್ಲಿಲ್ಲ, വീട്ടിൽ തന്നെ ഇരിക്കുക. ಮನೆಯಲ್ಲೇ ಕೂತಿದ್ದೆ. എനിക്ക് കിട്ടിയ പൈസയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ನನಗೆ ಸಿಕ್ಕಿದ ಹಣ ಅಲ್ಲ ನಾನು ಹೇಳಿದ್ದು, എനിക്ക് കിട്ടിയ പൈസയുടെ കണക്കല്ല പറഞ്ഞത്, ನನಗೆ ಸಿಕ್ಕಿದ ಹಣದ ಲೆಕ್ಕ ಅಲ್ಲ ಹೇಳಿದ್ದು. വേറെ, ಅದು ಬೇರೆ. ആ സമയത്ത് ലാപ്ടോപ്പ് കിട്ടി, ഫോൺ കിട്ടി, പലതും, അതൊക്കെ വേറെ. ಆ ಸಮಯದಲ್ಲಿ ಲ್ಯಾಪ್ಟಾಪ್ ಸಿಕ್ತು, ಫೋನ್ ಸಿಕ್ತು, ಅದೆಲ್ಲ ಬೇರೆ. ഞാൻ ഗിഫ്റ്റ് കൊടുത്തത് ನಾನು ಬಹುಮಾನ ಕೊಟ್ಟದ್ದು above 7 lakh, 7 ಲಕ್ಷಕ್ಕಿಂತ ಮಿಗಿಲಾಗಿ. നിങ്ങളുടെ വിതകൾ അത്ഭുതം സൃഷ്ടിക്കും. ನೀವು ಬಿತ್ತುವುದು ನಿಮ್ಗೆ ಅದ್ಭುತವನ್ನ ಸೃಷ್ಟಿ ಮಾಡುತ್ತದೆ. കർത്താവ് പറഞ്ഞ കയ്യിലുള്ളത് എടുത്ത് എറിയടാന്നാ പറഞ്ഞത്. ಕರ್ತನ ಹೇಳಿದ ಕೈಯಲ್ಲಿ ಇರೋದನ್ನ ಎತ್ತಿ ಎಸಿ, Cast your net. ನೀನು ಬಲೆಯನ್ನು ಹಾಕು. ഈ സ്വോത്രാഴ്ചക്ക് വരുമ്പോൾ ചിലർ കൊടുക്കത്തില്ല. ನೋಡಿ, ಕಾಣಿಕೆ ಸಮಯ ಬರುವಾಗ ಕೆಲವರು ಕೊಡುವುದಿಲ್ಲ. കീറിയ 10 രൂപ കൊടുത്ത് പരിശീലിച്ചു പോയി. ಹರಿದಿರುವಂತ 10 ರೂಪಾಯಿ ಕೊಟ್ಟು ಅಭ್ಯಾಸ ಮಾಡ್ಕೊಂಡಿದ್ದೀರಿ. നിങ്ങൾക്ക് എന്താ വലിയൊരു കൊയ്ത്തില്ലാത്തെന്ന് അറിയാമോ? ಯಾಕೆ ನಿಮಗೊಂದು ಕೊಯ್ಲು ಇಲ್ಲ ಆಗುತ್ತಾ? വലിയ വിത്ത് വിതച്ചിട്ടില്ല, ದೊಡ್ಡ ಬೀಜ ಬಿತ್ತಲಿಲ್ಲ. അടുത്ത വലിയ വിത്ത് വിതച്ചിട്ടെങ്കിൽ വലിയ വിതയില്ലാത്തതിന് വലിയ കൊയ്ത്ത് പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞു. ನೋಡಿ, ದೊಡ್ಡದಾಗಿ ಬಿತ್ತದೇ ಇರುವವನಿಗೆ ದೊಡ್ಡ ಕೊಯ್ಲು ಏನು ನಿರೀಕ್ಷಿಸಬೇಡಿ. ಪಕ್ಕದವರಿಗೆ ಹೇಳ್ರಿ, ಪಕ್ಕದವರಿಗೆ ಹೇಳು, ಪಕ್ಕದವರಿಗೆ ಹೇಳ್ರಿ, ದೊಡ್ಡದನ್ನ ಬಿತ್ತದೇ ಇರುವವರು ದೊಡ್ಡದನ್ನ ಕೊಯ್ದುವುದಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. നിങ്ങൾക്കറിയാമോ, ನಿಮ್ಗೆ ಗೊತ್ತಿದೆಯಾ?
നിന്റെ അധ്വാനം കൊണ്ടല്ല നീ സമൃദ്ധി വരുന്നത്. ನಿನ್ನ ದುಡಿತದಿಂದ ಅಲ್ಲ ನೀನು ಅಭಿವೃದ್ಧಿ ಆಗೋದು. നെറ്റിയിലെ വിയർപ്പ് കൊണ്ടല്ല നീ സക്സസ് ആകുന്നത്. ದುಡಿಯುವ ನಿನ್ನ ಹಣೆಯ ಬೆವರಿನಿಂದ ಅಲ್ಲ ನೀನು ಯಶಸ್ಸು ಆಗೋದು. എല്ലാ വിശ്വാസികളെയും കൂട്ടിപ്പിടിച്ചെന്തിനും കൊടുത്തല്ല സഭ വളർത്തുന്നത്. ನೋಡಿ, ಎಲ್ಲಾ ವಿಶ್ವಾಸಿಗಳನ್ನ ಗುಂಪಾಗಿ ಕೂಡಿಸಿ ಅಲ್ಲ ಸಭೆ ಬೆಳೆಯುವಂತ. എല്ലാ സഭകൾക്കും ഒരു ജംഗ്ഷൻ ഉണ്ട്. ಎಲ್ಲ ಸಭೆಗೆ ಒಂದು ಜಂಕ್ಷನ್ ಇದೆ. നെറ്റ് ബ്രേക്ക് ആകുന്നത് ആത്മാക്കളെ കൊണ്ട് കയറ്റുന്ന സീസൺ ഉണ്ട്. ಬಲೆ ಮುರಿಯುವಂತ ರೀತಿಯಲ್ಲಿ ಆತ್ಮಗಳನ್ನ ತರುವಂತ ಒಂದು ಕಾಲ ಇದೆ. നിങ്ങൾ ഈ സീസണിൽ നിൽക്കുകയാണ്. ನೀವು ಆ ಕಾಲದಲ್ಲಿ ಇದ್ದೀರಿ. ഒരു പ്രോഫറ്റ് വരുന്നത് ಒಂದು ಪ್ರವಾದನೆ ಬರುವಂತದ್ದು ആ സഭയ്ക്കുള്ള സീസണുമായിട്ട്. ಆ ಸಭೆಗೆ ಬರುವಂತ ಕಾಲದೊಂದಿಗೆ. പ്രോഫറ്റ്സ് ആ സീസണെ അൺലോക്ക് ചെയ്യും. ಪ್ರವಾದನೆ ಆ ಸೀಸನ್ ಅನ್ನ ಅನ್ಲಾಕ್ ಮಾಡುತ್ತದೆ. അതുകൊണ്ടാണ് ಆದುದರಿಂದಲೇ ഒരു പ്രോഫറ്റ് സ്ത്രീയോട് ചോദിക്കുകയാണ്, ಒಬ್ಬ ಪ್ರವಾದಿ ಸ್ತ್ರೀಗೆ ಕೇಳ್ತಿದ್ದಾನೆ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ನಾನ್ ನಿನಗೋಸ್ಕರ ಏನ್ ಮಾಡಬೇಕು? what a wrong question it is. What a wrong question it is. ಇದೆಂತ ತಪ್ಪಾದ ಪ್ರಶ್ನೆ. What can I? ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? ನಾನ್ ನಿನಗೋಸ್ಕರ ಏನ್ ಮಾಡಬೇಕು? It's a wrong question. ಅದು ತಪ್ಪಾದ ಪ್ರಶ್ನೆ. ചോദിക്കേണ്ടത് ಕೇಳಬೇಕಾಗಿರೋದು, ಯಾವ നിനക്ക് എന്ത് ചെയ്യണമെന്നാ. ಯಾಹು ನಿನಗೆ ಏನ್ ಮಾಡಬೇಕು, യഹോവ എന്ത് ചെയ്യണമെന്നാ. ಯೆಹೋವನು ಏನ್ ಮಾಡ್ಬೇಕೆಂಬುದು. അതേപോലെ I don't care about this and that. ഞാൻ നിനക്ക് എന്ത് ചെയ്യണം. ನೋಡಿ, ಅದರ ಬಗ್ಗೆ ಯಾವುದು ನಾವು ಗಮನ ತೆಗೆದುಕೊಳ್ಳೋದಿಲ್ಲ. ನಾನ್ ನಿನಗೆ ಏನ್ ಮಾಡ್ಬೇಕು. ಅರ್ಥ ഒരു പ്രോഫറ്റിന് അറിയാം, ಒಬ್ಬ ಪ್ರವಾದಿ ಗೊತ್ತಿದೆ, ദൈവം അയക്കുന്നത് തന്നെ ഇവരുടെ ലൈഫിനെ തിരിക്കാനാണ്. ದೇವರು ನನ್ನ ಕಳಿಸುವಂತದ್ದು ಇವರ ಜೀವಿತವನ್ನು ಬದಲಾಯಿಸುವುದು. എന്നെ കർത്താവ് അയച്ചിരിക്കുന്നത് ನನ್ನ ಕರ್ತನ ಕಳಿಸಿದ್ದು ഇതിനകത്തൊരു പ്രോസ്പെരിറ്റി അൺലോക്ക് ചെയ്യാനാണ്. ಒಂದು ಅಭಿವೃದ್ಧಿಯನ್ನ ತೆರೆಯುವುದಕ್ಕಾಗಿ. അറിയാതെ വെപ്രാളത്തിൽ പറഞ്ഞതല്ല ഇതൊന്നും. ನೋಡಿ, ತಿಳಿಯದೆ ಅವಸರವಾಗಿ ಹೇಳಿದಲ್ಲ. ഒരു രാജാവിന്റെ അടുത്ത് ಹೌದು, ಅರಸನ ಬಳಿಯಲ್ಲಿ ഒരിക്കൽ ഒരു പ്രവാചകൻ വന്ന് പറയാണ്, ಒಂದು ಸಮಯ ಒಬ್ಬ ಪ್ರವಾದಿ ಬಂದು ഞാനിനി പറയാതെ. ನಾನು ಹೇಳದೆ. അദ്ദേഹം പറഞ്ഞില്ല ദൈവം പറയാമെന്ന്. ಅವತ್ತನು ಹೇಳಿಲ್ಲ, ದೇವರು ಹೇಳಿದ್ದು. മഞ്ഞും മഴയും പെയ്യണേ ഞാൻ പറയണമെന്ന്. ನೋಡಿ, ಮಂಜಾಗ್ಲಿ ಮಳೆ ಬೀಳ್ಬೇಕಾದ್ರೆ ನಾಳೆ ಹೇಳ್ಬೇಕು. നിങ്ങൾ പറയണം. ನೀವ್ ಹೇಳ್ಬೇಕು. നിന്റെ വീട്ടിൽ നന്മ ഉണ്ടാകണം, നീ പറയണം. ನಿಮ್ಮ ಮನೆಯಲ್ಲಿ ಒಳಿತುಂಟಾಗ್ಬೇಕಾದ್ರೆ ನೀನ್ ಹೇಳ್ಬೇಕು. നിന്റെ വീട്ടിൽ പോയി ഇന്ന് പറയണം. ನಿನ್ನ ಮನೆಗೆ ಹೋಗಿ ನೀನು ಇವತ್ತು ಹೇಳ್ಬೇಕು, നന്മയുണ്ടാവട്ടെ, ಶುಭ ಉಂಟಾಗಲಿ. നിന്റെ പാസ്ബുക്ക് എടുത്ത് വെച്ച് പറയണം, നന്മയുണ്ടാവട്ടെ. ಪಾಸ್ಬುಕ್ ತೆಗೆದಿಟ್ಟು ಹೇಳ್ಬೇಕು, ಶುಭ ಉಂಟಾಗಲಿ. ഗൂഗിൾ പേ എടുത്ത് പറയണം, നിറയട്ടെ. നിന്റെ ഗൂഗിൾ പേ എടുത്ത് പറയണം, ಗೂಗಲ್ ಪೇ ತೆಗೆದು ಹೇಳ್ಬೇಕು, ಶುಭ ಉಂಟಾಗಲಿ. ശാപ ഇറങ്ങി പോകട്ടെ, ಶಾಪ ಇಳಿದು ಹೋಗಲಿ. എന്റെ അനുവാദമില്ലാതെ എന്റെ വീട്ടിൽ കയറല ദാരിദ്ര്യമേ, ನನ್ನ ಅನುಮತಿ ಇಲ್ಲದೆ ಮನೆಗೆ ಬರುವ ಬಡತನವೇ, ഇറങ്ങി പോ പിശാചേ, ಇಳಿದು ಹೋಗು ಸೈತಾನೇ. പറയാൻ പറ്റുന്ന ഒരു വായ തുറന്ന് പറ. ಹೇಳೋದಕ್ಕೆ ಸಾಧ್ಯವಿದ್ರೆ ಬಾಯಿ ತೆರೆದು ಹೇಳಿ. യേശുവിന്റെ നാമത്തിൽ ദാരിദ്ര്യം ഇറങ്ങി പോകാൻ പറ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಡತನವೇ ಹೋಗು ಎಂಬುದಾಗಿ, പ്രോസ്പെരിറ്റി വന്നു കയറട്ടെന്ന് പറ. ಅಭಿವೃದ್ಧಿ ಬಂದು ಕೇರಲಿ ಎಂಬುದಾಗಿ ಹೇಳು. ഇന്ന് വീട്ടിൽ പോയി പറയണം, ಮನೆಗೆ ಹೋಗಿ ಹೇಳ್ಬೇಕು, എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ വീടിനകത്ത് കയറിയെന്ന് പറയണം. ನನ್ನ ಅನುಮತಿ ಇಲ್ಲದೆ ಮನೆಯೊಳಗೆ ನೀ ಬರಲೇಬಾರದು. അസമാധാനം വീട്ടിൽ കയറലെന്ന് പറയണം. ಅಸಮಾಧಾನ ಮನೆಯೊಳಗೆ ಬರಬಾರದು. കൺഫ്യൂഷൻ കയറലെന്ന് പറയണം. ಯಾವುದೇ ಕನ್ಫ್ಯೂಷನ್ ಮನೆಗೆ ശാപം കയറലെന്ന് പറയണം. ಶಾಪ ಬರಬಾರದು. സമൃദ്ധി വന്ന് കയറട്ടെന്ന് പറയണം. ಸಮೃದ್ಧಿ ಬಂದು ಏರಲೇ ಎಂಬುದಾಗಿ ಹೇಳಬೇಕು. അതാ പ്രോഫറ്റ്സ്, അതാ സീസണെ ക്യാരി ചെയ്യുന്നവരാ. ಅದು ಆ ಪ್ರವಾದಿ ಆ ಕಾಲವನ್ನು ಹೊರುವಂತವರಾಗಿದ್ದಾರೆ. പ്രോഫറ്റ് എന്ന് പറഞ്ഞ സീസണെ സിസ്റ്ററെ ക്യാരി ചെയ്യുന്നത്. ನೋಡಿ, ಪ್ರವಾದಿ ಎಂಬುದಾಗಿ ಹೇಳಿದರೆ ಒಂದು ಕಾಲವನ್ನು ಹೊರುವವರಾಗಿದ್ದಾರೆ. വ്യക്തിപരമായി പ്രവചിച്ചേക്കാം, പ്രവചിക്കാതിരിക്കാം. ಐತಿಕವಾಗಿ ಪ್ರವಾದಿಸಿರಬಹುದು, ಪ್ರವಾದಿಸದೇ ಇರಬಹುದು. ഒരാളെ പ്രോഫറ്റാന്ന് ഞാൻ നിശ്ചയിക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, ಒಬ್ಬ ಪ್ರವಾದಿ ಎಂಬುದಾಗಿ ನಾನು ನಿಶ್ಚಯಿಸೋದು ಹೇಗೆ ಅಂದ್ರೆ, അയാൾ എടുക്കുന്ന വേർഡ് ഞാൻ നോക്കും. ಅವರು ತೆಗೆದುಕೊಳ್ಳುವ ವಾಕ್ಯವನ್ನು ನೋಡುತ್ತೇನೆ. ഇന്ന് വരെ കേട്ടതുപോലെ ഒരു പ്രോഫറ്റ് വേറെ ആംഗിളിലായിരിക്കും ആ വേർഡ് കൊണ്ടുവരുന്നത്. ಇದುವರೆಗೆ ಕೇಳದ ರೀತಿಯಲ್ಲಿ ಒಂದು ವಾಕ್ಯ ಬೇರೆ ಒಂದು ಮಟ್ಟದಲ್ಲಿ ತೆಗೆದುಕೊಂಡು ಬರ್ತಾರೆ. പ്രോഫറ്റ് എന്ന് പറഞ്ഞാല് ಪ್ರವಾದಿ ಅಂದ್ರೆ ആ വചനം കൊണ്ട് സഭയെ ബിൽഡ് ചെയ്യും. ಆ ವಾಕ್ಯದ ಮೂಲಕವಾಗಿ ಸಭೆಯನ್ನು ಕಟ್ಟುತ್ತಾನೆ. നിങ്ങളെ പ്രോസ്പർ ആക്കും, ನಿಮ್ಮನ್ನ ಅಭಿವೃದ್ಧಿ ನಡೆಸುತ್ತಾನೆ, ബലപ്പെടുത്തും, ನಿಮ್ಮನ್ನ ಬಲಪಡಿಸುತ್ತಾನೆ, ആത്മീകമായി തളർന്നവനെ എഴുന്നേൽപ്പിക്കും, ಆತ್ಮಿಕವಾಗಿ ಕುಗ್ಗಿದವರನ್ನ ಎಬ್ಬಿಸುತ್ತಾನೆ, നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും റെക്കഗ്നൈസ് ചെയ്യിക്കും. ನಿನ್ನ ಕರೆಯುವಿಕೆಯನ್ನ ಆರಿಸುವಿಕೆಯನ್ನ ಆತನು ನೆನಪಿಗೆ ತರುತ್ತಾನೆ. പ്രൊഫറ്റിക്കൽ മിനിസ്ട്രിയുടെ ആംഗിൾ ഈ പറയുന്നത്. ಅದು ಪ್ರವಾದನ ಆತ್ಮನ ಆಂಗಲ್ ഞാൻ ಹೇಳ್ತಾರೆ. ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ನಾನು ಇಲ್ಲಿ ನಿಂತುಕೊಂಡು നിങ്ങളുടെ മീതെ ആ പ്രോസ്പെരിറ്റിയുടെ സീസണെ ഓപ്പൺ ചെയ്യുകയാ. ಆ ಅಭಿವೃದ್ಧಿಯ ಕಾಲವನ್ನ ತೆರೆಯುತ್ತಿದ್ದೇನೆ. വെൽക്കം ചെയ്യാൻ പറ്റുന്നവരെല്ലാം കരമടിച്ച് വെൽക്കം ചെയ്താട്ട്. ಸ್ವೀಕರಿಸಲಿಕ್ಕೆ ಆಗುವವರ ಕಾಲವನ್ನು ತಟ್ಟುತ್ತಾ എഴുന്നേറ്റ് വെൽക്കം ചെയ്താട്ട്. ಎದ್ದು ನಿಂತು ಸ್ವೀಕಾರ ಮಾಡೋಣ. ദൂതന്മാരോടൊപ്പം നിങ്ങൾ അതിനെ സ്വാഗതം ചെയ്താട്ട്. ದೇವದೂತರ ಸಮಯ ಜೊತೆ ನಿಂತು മേജർ സീസണെ വെൽക്കം ചെയ്താട്ട്. ದೊಡ್ಡ ಅಭಿವೃದ್ಧಿಯ ಕಾಲವನ್ನು ಸ್ವೀಕರಿಸರೆ.
നിങ്ങൾക്കറിയാമോ, ನಿಮಗೆ ಗೊತ್ತಿದೆಯಾ? ശരിക്കും ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ಇಂಗ್ಲಿಷ್ ಅಲ್ಲಿ ಬರೆದಿರೋದು ಹೀಗೆ, ഷുവർലി ഗുഡ്നസ് ആൻഡ് മേഴ്സി വിൽ ഫോളോ യു. ನಿಶ್ಚಯವಾಗಿಯೂ ಶುಭವೂ ಕೃಪೆಯೂ ನಿನ್ನನ್ನು ಹಿಂಬಾಲಿಸುತ್ತದೆ. എങ്ങനെ എങ്ങനെ എങ്ങനെ? ನಿಶ್ಚಯವಾಗಿಯೂ, ഷുവർലി. ನಿಶ್ಚಯವಾಗಿಯೂ. മലയാളത്തിൽ ആ ഷുവർലി ഒന്നും ഇല്ല. ಮಲಯಾಳದಲ್ಲಿ ಆ ಪದ ಇಲ್ಲ. നന്മയും കരുണയും വരും. ಆ ಶುಭ ಕೃಪೆಯೂ ಬರುತ್ತದೆ അല്ല, ಹಾಗೆ ಅಲ್ಲ. ദാവീദ് പറയുകയാണ്, ದಾವೀದ ಹೇಳ್ತಿದ್ದಾನೆ, നിശ്ചയമായിട്ടും ನಿಶ್ಚಯವಾಗಿ ഉറപ്പായിട്ടും ನಿಶ್ಚಯವಾಗಿ നിന്റെ പുറകെ നന്മയും കാരണയും വരുമെന്ന്. ನಿನ್ನ ಹಿಂದೆ ಶುಭವೂ ಕೃಪೆಯೂ ಬರುತ್ತದೆ. ദുരന്തങ്ങൾ പുറകെ വന്നവർ, ദുരന്തങ്ങൾ കണ്ടവർ, ದುರಂತಗಳನ್ನು ಕಂಡವರು, തകർച്ച കണ്ടവർ, ಒಡೆಯಲ್ಪಟ್ಟದನ್ನು ಕಂಡವರು, നിരാശ കണ്ടവർ, ನಿರಾಶೆ ಕಂಡವರು, മരണം കണ്ടവര്, ಮರಣ ಕಂಡವರು, മുറിവേറ്റ നിങ്ങളെ നോക്കി ഞാൻ ആ സീസണെ മാറ്റുക കേട്ടോ. ಗಾಯಗೊಂಡಂತ ನಿಮ್ಮನ್ನು ನೋಡಿ ಸೀಸನ್ ತೆರೀತಿದೆ. ഇന്ന് മുതൽ ಇವತ್ತಿನಿಂದ നിന്റെ പുറകെ നന്മയും കരുണയും കയറി വരും. ನಿನ್ನ ಹಿಂದೆ ಕೃಪೆಯು ಶುಭವು ಹಿಂಬಾಲಿಸುತ್ತದೆ. എവിടെ ചെന്നാലും ദുരിതമല്ല നിന്നെ ഫോളോ ചെയ്യുന്നത്. ಎಲ್ಲಿ ಹೋದರೂ ಬಡತನಲ್ಲ ನಿಮ್ಮ ಹಿಂಬಾಲಿಸುವುದು. എവിടെ ചെന്നാലും കഷ്ടതയല്ല നിന്റെ പുറകെ വരുന്നത്. ಎಲ್ಲಿ ಹೋದರೂ ಕಷ್ಟತೆ ಅಲ್ಲ ನಿನ್ನ ಹಿಂದೆ എവിടെ ಬರೋದು. ചെന്നാലും അപവാദമല്ല നിന്റെ പുറകെ വരുന്നത്. ಎಲ್ಲಿ ಹೋದರೂ ಅಪಮಾನವಲ್ಲ ನಿನ್ನಿಂದ ಬರೋದು. നന്മയും കരുണയും നിന്റെ പുറകെ വെച്ച് പിടിക്കും. ಶುಭವು ಕೃಪೆಯು ನಿನ್ನ ಹಿಂಬಾಲಿಸುತ್ತದೆ. നമുക്കൊരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ ചെയ്യാമോ? ನಮಗೆ ಒಂದು ಪ್ರವಾದನ ಚಟುವಟಿಕೆ ಮಾಡೋಣ. ഞാൻ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ ഞാൻ പ്രൊഫറ്റിക്കലിയാ വായിക്കുന്നത്. ನಾನು ವಾಕ್ಯ ಓದುವಾಗ ಪ್ರವಾದನಾತ್ಮನಲ್ಲಿ ನಾನು ಓದುತ್ತೇನೆ. ഞാൻ ഒരിക്കലും ഈ വചനം വായിക്കുമ്പോൾ ಒಂದು ಸಾರಿ ವಾಕ್ಯ ಓದುವಾಗ എനിക്ക് പുറകിൽ ആരോണ്ട് എന്നെ തെളുന്നല് തോന്നി. ಹಿಂದೆಯಿಂದ ಯಾರೋ ತಳ್ಳುವ ತರ ಅನಿಸ್ತು. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കി. ತಿರುಗಿ ನೋಡಿದೆ. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഞാൻ ഓർത്തൊരു കാര്യം പറയണമെന്ന്. ತಿರುಗಿ ನೋಡಿದಾಗ ನನಗೆ ನೆನಪಾಯ್ತು ಒಂದು ಕಾರ್ಯ തിരിഞ്ഞു ಹೇಳ್ಬೇಕು. നോക്കിയപ്പോ ആരുമില്ല. ತಿರುಗಿ ನೋಡಿದಾಗ ಯಾರು ಇಲ್ಲ. ഞാൻ വീണ്ടും വായിച്ചു. ಮತ್ತೆ ಓದಿದೆ. ഇപ്പൊ ഞാൻ തന്നെ മുന്നോട്ട് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, ಈಗ ನಾನೇ ಮುಂದಕ್ಕೆ ಬಂದು ಹೇಳ್ತಾ ಇದ್ದೇನೆ, ആരാധന ചോദിച്ചു. ಯಾರು ನನ್ನ ತಳ್ಳಿದು? തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഗുഡ്നസ് പ്ലീസ് വെൽക്കം. ನಾ ತಿರುಗಿ ನೋಡಿ ಹೇಳಿದೆ, ಶುಭ ಕಾರ್ಯ, ದಯವಿಟ್ಟು ಮುಂದಕ್ಕೆ ಬಾ, പ്ലീസ് വെൽക്കം, ದಯವಿಟ್ಟು ಮುಂದಕ್ಕೆ ಬಾ, ಹಿಂಬಾಲಿಸು. ഇങ്ങനെ 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 നിന്നോണ്ട് പറ, ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ആക്ക്. ಹೀಗೆ ನಿಂತ್ಕೊಂಡು ಮುಂದಕ್ಕೆ ಹೀಗೆ ಮಾಡ್ರಿ, ഇങ്ങനെ മാഡ്രേ, ഡു ലൈക്ക് ദിസ്, ಹೀಗೆ ಮಾಡ್ರಿ. തിരിഞ്ഞു നോക്ക്, ಹಿಂದಕ್ಕೆ ತಿರುಗಿ ನೋಡ್ರಿ. ആരാന്ന് ചോദിക്കുക. ಯಾರಂತ ಕೇಳ್ರಿ. ആഹാ, നന്മയും കരുണയാവണ കേറി വരാൻ പറ. ಶುಭವು ಕೃಪೆಯು ಬರ್ತಾ ಇದೆಯಾ, ಬಾ. കാരമടിച്ച് അവരെ സ്വാഗതം ചെയ്യുക. ಕರವನ್ನು ತಟ್ಟಿ ಅವನ ಸ್ವಾಗತ ಮಾಡೋಣ. സമയായോ? ഇതാണ് സമയം? അല്ല, അതാണ് സമയം. അതേ കാണുന്നതാണോ? ഇരുന്നാട്ടെ, എനിക്ക് 2 വചനം പറഞ്ഞ പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഇരിക്കാം. ಕೂತ್ಕೊಳ್ಳಿ, 2 ವಾಕ್ಯ ಹೇಳಿ ನಾನು ಬೇಗ ಕಳಿಸ್ಕೊಡ್ತೇನೆ. പത്രോസും യോഹന്നാനും യാക്കോബും ഭയന്നു പോയെന്ന് തിരുവചനം പറയുന്നത്. ನೋಡಿ, ಪೇತ್ರ, ಯೋಹಾನ, ಯಾಕೋಬ ಭಯಪಟ್ಟು ಹೋದ್ರು ಎಂಬುದಾಗಿ ವಾಕ್ಯ ಹೇಳುತ್ತದೆ. അടുത്തിരിക്കുന്ന കർത്താവ് അനുഗ്രഹിച്ച നീ പേടിച്ചു എന്ന് പറ. ಪಕ್ಕದವರಿಗೆ ಹೇಳಿ, ಕರ್ತನು ಅನುಮತಿಸಿದ್ರೆ ನೀವು ಭಯಪಟ್ಟು ಹೋಗ್ತೀರಿ ಎಂಬುದಾಗಿ. അമ്മ അത് സ്ട്രോങ് ആയിട്ട് പറ, ಜೋರಾಗಿ ಹೇಳಿ, പ്രവചനമായിട്ട് പറ, ಪ್ರವಾದನೆಯಾಗಿ ಹೇಳಿರಿ. സിസ്റ്ററെ അങ്ങോട്ട് ഇവിടെ പറ. ಸಿಸ್ಟ್ರೆ, ಪಕ್ಕದವ್ರು ನೋಡಿ ಹೇಳ್ರಿ. കർത്താവ് അനുഗ്രഹിച്ചാൽ, ಕರ್ತನು ಆಶೀರ್ವದಿಸಿದ್ರೆ പേടിച്ചു ನೀವು ಭಯಪಟ್ಟು ಹೋಗ್ತೀರಿ. നിങ്ങളെ 10ാമത്തെ വാക്യം കണ്ടായിരുന്നോ? 10ನೇ ವಾಕ್ಯ ನೋಡಿದ್ದೀರಾ? 10ാമത്തെ വാക്യം വായിച്ചേ. 10ನೇ ವಾಕ್ಯ ಓದಿ. 5:10. ಸಿಮೆಯೋನ ಪಾಲುಗಾರನಾಗಿದ್ದಂಥ ಜೆಬೆದನ ಮಕ್ಕಳಾದ ಯಾಕೋಬ, ಯೋಹಾನರು ಹಾಗೆ ವಿಸ್ಮಯಪಟ್ಟರು. ഭയന്ന് പോയെന്ന്. ವಿಸ್ಮಯಪಟ್ಟರು. അടുത്തിരിക്കുന്ന ആളെ പറ, ദൈവം അനുഗ്രഹിച്ച നീ പേടിക്കുന്നു പറ. ಆ ದೇವರು ಅನುಮತಿಸಿದರೆ ನೀವು ವಿಸ್ಮಯ ಪಡುತ್ತೀರಿ. അടുത്ത പറ, ദൈവം അനുഗ്രഹിച്ച നിന്നെ നീ ഭയന്നു പോകുന്നു പറ, വിസ്മയപ്പെട്ടു പോകുന്നു പറ. ಆ ದೇವರು ಅನುಮತಿಸಿದರೆ ಪಕ್ಕದವ್ರಿಗೆ ಹೇಳ್ರಿ, ನೀವು ವಿಸ್ಮಯ ಪಟ್ಟು ಹೋಗ್ತೀರಿ ಅಂತ. നീ അധ്വാനിച്ചാൽ ഇത്ര കാണത്തുള്ളൂ. ನೀವು ದುಡಿದ್ರೆ ಅಷ್ಟಕ್ಕೆ ಅಷ್ಟೇ. നിനക്കൊരു കണക്കറിയാം, അത്ര എത്ര. ನನಗೆ ಒಂದು ಲೆಕ್ಕ ಇದೆ, ಅಷ್ಟಕ್ಕೆ ಅಷ್ಟೇ. ഒരു മാസം 50,000 രൂപയ്ക്കകത്ത്, ಒಂದು ತಿಂಗಳು 50,000 ಒಳಗಡೆ ദൈവം അനുഗ്രഹിച്ച ದೇವರು ಆಶೀರ್ವದಿಸಿದ್ರೆ നീ എണ്ണി കൊഴയും. ನೀ ಲೆಕ್ಕ ಮಾಡಿ ಸುಸ್ತಾಗೋಗ್ತಿ. ഇതിനകത്തിരിക്കുന്ന ചിലരെ അമേസിംഗ് ബ്ലെസ്സിങ്ങിനകത്ത് കയറ്റാൻ പോവാ. ಇದರಲ್ಲಿ ಕೆಲವರನ್ನ ದೇವರು ಮಹಿಮೆಯ ಆಶೀರ್ವಾದವಾಗಿ ಮಾರ್ಪಡಿಸ್ತಾನೆ. അതിശയിക്കുന്നവർ അനുഗ്രഹിക്കാൻ പോവാ. ಅತಿ ಅತಿಶಯವಾಗಿ ಆಶೀರ್ವದಿಸಲಿಕ್ಕಿದ್ದಾನೆ. ദുരന്തം കണ്ട് നീ കരയുമല്ല, ಕೊರತೆ ಕಂಡು ನೀನು ಅಳುವುದಲ್ಲ, നീ അതിശയം കണ്ട് കരയാൻ പോവാ. ನೀನು ಆಶ್ಚರ್ಯವನ್ನ ಕಂಡು ಅಳುವುದಕ್ಕಿದ್ದಿ. അതിന്റെ 8ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 8ನೇ ವಾಕ್ಯ ಓದೋಣ. ಸಿಮಿಯೋನ್ ಪೇತ್ರನು ಇದನ್ನು ಕಂಡು ಯೇಸುವಿನ ಮೊಣಕಾಲಿಗೆ ಬಿದ್ದು,
സ്വാമി ಸ್ವಾಮಿ, ആ ನಾನು ಪಾಪಾತ್ಮನು ഞാന് ಪಾಪಾತ್ಮನು പാപാത്മനു ನನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗಬೇಕು ಅಂದನು. നന്നനെ വിട്ടു ಹೋಗು ಅಂದನು. പീറ്റർ പറയാണ്, ಪೇತ್ರ ಹೇಳುತ್ತಿದ್ದಾನೆ, യേശു പ്രസംഗിച്ച മുഴുവൻ പ്രസംഗം കേട്ടു. ಯೇಸು ಪ್ರಸಂಗ ಮಾಡಿದ ಎಲ್ಲ ಪ್ರಸಂಗ ಕೇಳಿದನು. പത്രോസ് പറഞ്ഞില്ല ഞാൻ പാപിയാന്ന്. ಪೇತ್ರ ಹೇಳಲಿಲ್ಲ ನಾನು ಪಾಪಾತ್ಮನು ಎಂಬುದಾಗಿ. മുഴുവൻ പ്രസംഗം കേട്ടു. ಎಲ್ಲ ಪ್ರಸಂಗ ಕೇಳಿದ. ഒരു ഫീലിംഗ് ഉണ്ടെന്ന് എഴുതിയിട്ടില്ല. ಎಲ್ಲಿ ಭಯ ಉಂಟಾ ವಿಸ್ಮಯ ಪಟ್ಟನು ಅಂತ ಬರ್ದಿಲ್ಲ. ബ്ലസ് ചെയ്തപ്പം പറയാണ്, ಆಶೀರ್ವದಿಸಿದಾಗ ಹೇಳ್ತಾ ಇದ್ದಾನೆ, പേടിച്ചു പോയിട്ട് പറയാം ഞാൻ സിന്നറാന്ന്. ನೋಡಿ ಭಯಪಟ್ಟು ಹೋಗಿ ಹೇಳ್ತಾ ಇದ್ದಾನೆ ನಾನು ಪಾಪಾತ್ಮನು ಎಂಬುದಾಗಿ. എന്ന് പറഞ്ഞാൽ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ, നിന്നെ ദൈവം അനുഗ്രഹിച്ച് ನಿನ್ನನ್ನು ಆಶೀರ್ವದಿಸಿ ನಿನ್ನನ್ನು ಆಶೀರ್ವದಿಸಿ പേടിച്ചിട്ട് പറയും, ನೀನು ಭಯಪಟ್ಟು ಹೇಳ್ತಿ ഞാൻ പ്രാർത്ഥിച്ചില്ല, ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಲ್ಲ, അയ്യോ ഞാൻ പാപിയാണ്. ನಾನು ಪಾಪಿ. പഴയ നിയമം ಹಳೆಯ ಒಡಂಬಡಿಕೆ അനുഗ്രഹിക്കണമെങ്കിൽ നീ നീതിമാനാകണം, ಆಶೀರ್ವದಿಸಲ್ಪಡಬೇಕಾದ್ರೆ ನೀನು ನೀತಿವಂತನಾಗಬೇಕು, നന്മ ചെയ്ത് നന്മ പ്രാപിക്കണം. ಶುಭವನ್ನ ಮಾಡಿ ಶುಭವನ್ನ ಹೊಂದಬೇಕು. പുതിയ നിയമം ಹೊಸ ಒಡಂಬಡಿಕೆ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ മാനസാന്തരപ്പെടുത്തും. ನಿನ್ನನ್ನು ಆಶೀರ್ವದಿಸಿ 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 ನಿನ್ನೆ ಮಾನಸಾಂತರ ನಡೆಸ್ತಾನೆ. It is there. ಇದು ವಾಕ್ಯದಲ್ಲಿ ಇದೆ, It is there. ಇದರಲ್ಲಿ ಇದೆ. അനുഗ്രഹം കിട്ടിയപ്പോൾ പറയാം, I am a sinner, I am sorry. ಆಶೀರ್ವಾದ ಸಿಕ್ಕಿದಾಗ ಹೇಳ್ತಾ ಇದ್ದೇನೆ ನನ್ನ ಪಾಪಾತ್ಮನನ್ನು ಕ್ಷಮಿಸು. നിങ്ങൾക്കറിയാമോ, പുതിയ നിയമത്തിൽ ഓരോ തെരഞ്ഞെടുപ്പും കണ്ടോണം. ನೋಡಿ, ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಇರುವಂತಹ ಒಂದೊಂದು ಆರಿಸುವಿಕೆ ನೋಡಬೇಕು. പഴയ നിയമത്തിൽ മോശ ദൈവത്തിന്റെ പുറകെ നടക്കുക. ಹಳೆಯ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಮೋಶೆ ದೇವರ ಹಿಂದೆ ನಡೀತಿದ್ದಾನೆ. Please, ದಯವಿಟ್ಟು I want to see your glory, please. ನಾನು ನಿನ್ನ ಮಹಿಮೆಯನ್ನು ಕಾಣಬೇಕು. Please, Lord. ನಾನು ನಿನ್ನ ಪ್ರಸನ್ನತೆ ಕಾಣಬೇಕು. Please, Lord. ದಯವಿಟ್ಟು ಸ್ವಾಮಿ. ഒരു ലൈഫ് മൊത്തം സാക്രിഫൈസ് ചെയ്തു. ಒಂದು ಜೀವಿತವೆಲ್ಲ ಅವನು ತ್ಯಾಗ ಮಾಡಿದನು. ദൈവം സോറി. ದೇವರು ಕ್ಷಮಿಸು. നോക്കണേ, ನೋಡ್ರಿ, പ്രവർത്തികളുടെ പുസ്തകം ಅಪೊಸ್ತಲಗಳು പ്രവർത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ വരുമ്പോ ಅಪೊಸ್ತಲತೆ 9ನೇ ಅಧ್ಯಾಯಕ್ಕೆ ಬರುವಾಗ ഡമസ്കോസിന്റെ പടിയിലേക്ക് ഒരു ഭയങ്കര തീവ്രവാദി വരിക, കൊലപാതക കേസിലെ പ്രതി. ದಮಸ್ಕದ ಬಾಗಿಲಿಗೆ ಒಬ್ಬ ಭಯಂಕರ ತೀವ್ರವಾದಂತ ಒಬ್ಬ ವ್ಯಕ್ತಿ ಬರ್ತಿದ್ದಾನೆ. ഭയങ്കര ഒരു കൊലപാതക കേസിലെ ಪ್ರതി വരിക. ದೊಡ್ಡ ಕೊಲಪಾತಕನ ಕೇಸಿನಲ್ಲಿ ಒಬ್ಬ ವ್ಯಕ್ತಿ ಬರ್ತಿದ್ದಾನೆ. സഭകളെ മുടിക്കും, ಸಭೆಗಳನ್ನ ನಾಶ ಮಾಡ್ತಾನೆ. സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും മര്യാദയില്ലാതെ പെരുമാറുന്നവൻ, ಸ್ತ್ರೀಗಳೊಂದಿಗೆ ಮಕ್ಕಳೊಂದಿಗೆ ಮರ್ಯಾದೆ ಇಲ್ಲದೆ ಒಡನಾಡುವನು. സ്ത്രീകളോടൊക്കെ അങ്ങനെ പെരുമാറുന്ന വെച്ചാൽ ഭയങ്കര ക്രൂരനായ ഒരു മനുഷ്യൻ. ನೋಡಿ, ಸ್ತ್ರೀಗಳೊಂದಿಗೆ ಆ ರೀತಿ ಒಡನಾಡಬೇಕಂದ್ರೆ ಕ್ರೂರನಾಥ ಮನುಷ್ಯನು. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ നല്ല എഴുതിയിരിക്കുന്നു. ಪ್ರಾರ್ಥನೆ ಮಾಡೋ ಮನುಷ್ಯ ಎಂಬುದಾಗಿ ಅಲ್ಲ, ക്രിമിനൽ മൈൻഡിലുള്ള തീവ്രവാദി, ಒಬ್ಬ ಕ್ರಿಮಿನಲ್ ಮೈಂಡ್ ನಲ್ಲಿರುವ ಅಪರಾಧಿ ഡമസ്കോസിന്റെ പടിയിലോട്ട് വന്നു. ದಮಸ್ಕಸ್ಕನ ಬಾಗಿಲಿಗೆ ಬಂದನು. ഒരു വെളിച്ചമടിച്ചു. ತಕ್ಷಣ ಒಂದು ಬೆಳಕು ಬಿತ್ತು. തന്റെ മീതെ മോശ ചോദിച്ചു നടന്ന ഗ്ലോറി അങ്ങ് വെളിപ്പെട്ടു. ತನ್ನ ಮೇಲೆ ಮೋಶೆ ಕೇಳಿದಂತ ಮಹಿಮೆ ಪ್ರಸನ್ನತೆ ಅವನ ಮೇಲೆ ಬಿತ್ತು. ഗ്ലോറി തന്റെ മീതെ അങ്ങ് വെളിപ്പെട്ടു. ಆ ಮಹಿಮೆ ತನ್ನ ಮೇಲೆ ಪ್ರಕಟವಾಯಿತು. ഗ്ലോറി കാരണം ആള് നിലത്തങ്ങ് വീണു. ಆ ಮಹಿಮೆಯ ನಿಮಿತ್ತ ಕೆಳಗೆ ಬಿದ್ದಲು. എന്നൊക്കെ ഒരു ക്രിമിനൽ ഗ്ലോറി കണ്ട് നിലത്തോട്ട് വീഴുകയാണ്. ನೋಡಿ, ಒಬ್ಬ ಕ್ರಿಮಿನಲ್ ಗ್ಲೋರಿಯನ್ನ ಕಂಡು ನೆಲಕ್ಕೆ ಬೀಳುತ್ತಿದ್ದಾನೆ. യേശു ആ ഗ്ലോറിക്കകത്ത് നിന്ന് സംസാരിക്കുക. ಯೇಸು ಆ ಮಹಿಮೆಯಲ್ಲಿ ನಿಂತು ಮಾತನಾಡುತ್ತಿದ್ದಾನೆ. വീണത് ക്രിമിനൽ ആകട്ടോ, ಕೆಳಗೆ ಬಿದ್ದಿರುವುದು ಒಬ್ಬ ಅಪರಾಧಿ. പ്രാർത്ഥിക്കുന്ന ആളല്ല വീണത്, ಪ್ರಾರ್ಥನೆ ಮಾಡುವ ವ್ಯಕ್ತಿ ಅಲ್ಲ. എഴുന്നേറ്റ് വന്നത് അപ്പോസ്തലനാ. ಎದ್ದು ಬಂದದು ಅಪೊಸ್ತಲನಾಗಿ. ആ എഴുന്നേറ്റ് അപ്പോസ്തലനെ കൊണ്ടുവരുന്ന വെളിച്ചം. ಎದ್ದು ತರುವಂತದ್ದು ಅಪೊಸ್ತಲನಾಗಿ ಮಾಡುವ ಬೆಳಕು. തീവ്രവാദിയാ, ಬಿದ್ದದು ಅಪರಾಧಿಯಾಗಿ. എഴുന്നേറ്റ് വന്നത് അപ്പോസ്തലനാ. ಎದ್ದು ಬಂದದು ಅಪೊಸ್ತಲನಾಗಿ. അനുഗ്രഹിച്ച് നിന്നെ കൊണ്ട് പറയിക്കും നീ പ്രാർത്ഥിച്ചില്ലെന്നോ. ನಿನ್ನನ್ನು ಆಶೀರ್ವದಿಸಿ ನಿನ್ನ ಮೂಲಕವಾಗಿ ದೇವರು ಹೇಳಿಸ್ತಾನೆ ನೀನು ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಲ್ಲ ಎಂದು. വാ വിട്ട് പറയും, അയ്യോ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചില്ല. ನೀನ್ ಬಾಯಿ ತೆರೆದು ಹೇಳ್ತೀಯ ನಾನು ಇಷ್ಟು ಪ್ರಾರ್ಥನೆ മോശമാ, ഞാൻ മാറാന്ന് നീ പറയും. ನನ್ನ ಸ್ವಭಾವ ಸರಿ ಇಲ್ಲ ಎಂಬುದಾಗಿ ನೀನೇ ಹೇಳ್ತಿ. മാനസാന്തരപ്പെട്ട അനുഗ്രഹിക്കും. ನೀನು ಮಾನಸಾಂತರ ಪಡೆಯುವವರೆಗೂ ನಿನ್ನ ಆಶೀರ್ವದಿಸ್ತಾನೆ. പുതിയ നിയമം ಹೊಸ അനുഗ്രഹിച്ച് മാനസാന്തരപ്പെടുത്തും. ಹೊಸ ಒಡಂಬಡಿಕೆ ನಿನ್ನನ್ನು ಆಶೀರ್ವದಿಸಿ ಮಾನಸಾಂತರ ನಡೆಸ್ತದೆ. റോമാലേഖനം 2:4. ರೋಮ ಪತ್ರಿಕೆ 2:4. I need in English. Or despise thou the riches of his goodness and forbearance and long suffering, not knowing that the goodness of God leadeth thee to repentance. What is it? Goodness of God leadeth thee. Goodness of God will cause you to repentance. So your repentance never bring the goodness. Goodness brings your repentance. Hello. കർത്താവിന്റെ കരുണ നിന്നെ മാനസാന്തരത്തിൽ കടത്തും. ಕರ್ತನ ಕರುಣೆ ನಿನ್ನನ್ನು ಮಾನಸಾಂತರಕ್ಕೆ ನಡೆಸುತ್ತದೆ. നിന്റെ മാനസാന്തരം കരുണ കൊണ്ടുവരുകയല്ല, ನಿನ್ನ ಮಾನಸಾಂತರ ಕರುಣೆಯನ್ನು ತರುವುದಲ್ಲ. കർത്താവിന്റെ കരുണ വരുമ്പോ നീ വാ വിട്ട് കരയും. ಕರ್ತನ ಕರುಣೆ ಬರುವಾಗ ನೀ ಬಾಯಿ ಬಿಟ್ಟು ಅಳುತ್ತಿ. ഞാൻ സാക്ഷ്യം പറയാം.
ನಾನೊಂದು ಸಾಕ್ಷಿ ಹೇಳ್ತೇನೆ. എന്റെ മണി സമയമില്ല. ನನ್ನ ಮುಂದೆ ಸಮಯ ಇಲ್ಲ. ഞാൻ കുവൈറ്റ് എന്ന സ്ഥലത്ത് പോയി. ಕುವೈಟ್ ಎಂಬ ಸ್ಥಳಕ್ಕೆ ಹೋದೆ. എന്റെ വീട്ടിലെ AC ഒന്നും ഇല്ലാത്ത കാലം. ನನ್ನ ಮನೆಯಲ್ಲಿ AC ಇಲ್ಲದ ಕಾಲ. പാസ്റ്ററെ നല്ല ബ്ലാങ്കറ്റും AC കണ്ടപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. ಒಳ್ಳೆ AC ಬ್ಲಾಂಕೆಟ್ ಕಂಡಾಗ ನಾನು ನಿದ್ದೆ ಮಾಡ್ಬಿಟ್ಟೆ. നല്ല സുഖം, ಒಳ್ಳೆ ಸುಖ, സമയത്ത് ഭക്ഷണം, ಸಮಯಕ್ಕೆ ಆಹಾರ, AC. AC. ക്ഷമിക്കണം, ഞാൻ ഉറങ്ങിപ്പോയി. ಕ್ಷಮಿಸಬೇಕು, ನಾನು ನಿದ್ದೆ ಮಾಡ್ಬಿಟ್ಟೆ. ഞാൻ അങ്ങനെ കേറാൻ നേരത്ത് ഓർത്തു, ನಾನು ಅದರಲ್ಲಿ ಇರುವಾಗ ನೆನೆಸ್ಕೊಂಡೆ, എന്റെ മോക്ക് ഒരു ലാപ്ടോപ്പ് കിട്ടിയാൽ നല്ലതായിരുന്നു. ನನ್ನ ಮಗಳಿಗೆ ಒಂದು ಲ್ಯಾಪ್ಟಾಪ್ ಸಿಕ್ಕಿದ್ರೆ ಚೆನ್ನಾಗಿತ್ತು. ഞാൻ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ನಾನು ಈಗ ನಿದ್ದೆ ಮಾಡ್ತಿರುವಾಗ എന്നെ ഉറങ്ങുമ്പോൾ വിളിക്കുന്ന ഭയങ്കര ദേഷ്യ. ನನಗೆ ನಿದ್ರೆ ಮಾಡುವಾಗ ಯಾರು ಕರೆದ್ರೆ ಬಹಳ ಕೋಪ. ഒരാൾ വന്ന് വിളിക്കുക ഡോറില്. ಒಬ್ರು ಬಂದು ಕರೀತಾ ಇದ್ದಾರೆ. ഡോറിന്റെ ഫ്രണ്ട് നിപ്പുണ്ട്. ಡೋರ್ ಮುಂದೆ ನಿಂತಿದ್ದಾರೆ. ആള് കിതക്കിയ. ಅವರು ಬಹಳ ಉಸಿರುಗಟ್ತಾ ಇದ್ದಾರೆ. ലിഫ്റ്റ് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ಲಿಫ್ಟ್ ಕೆಲಸ ನಡೀತಾ ಇದೆ. അദ്ദേഹം മരുഭൂമിയിലങ്ങാണ്ട് വണ്ടി ഇട്ടിട്ട് ഒരു കവർ കൊണ്ട് എന്റെ മുന്നിൽ നിൽക്കുക. ಅವರು ಮರುಭೂಮಿಯಲ್ಲಿ ಎಲ್ಲ ಗಾಡಿ ಬಿಟ್ಟು ಒಂದು ಕವರ್ ಹಿಡ್ಕೊಂಡು ನಿಂತಿದ್ದಾರೆ. എന്റെ ഈ കവർ തന്നു. ಕವರ್ ನನ್ನ ಕೈ ಕೊಟ್ಟರು. കിതക്കിയ. ಅವರು ಉಸಿರುಗಟ್ತಾ ಇದ್ದಾರೆ. ജോലി കട ഓടി വരിക. ಅವರು ಕೆಲಸ ಮಾಡಿ ಮುಗಿಸ್ಕೊಂಡು ಬರ್ತಿದ್ದಾರೆ. നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് മേടിച്ചു തരണം തോന്നി കൊണ്ടുവന്ന. ನಿಮಗೆ ಒಂದು ಲ್ಯಾಪ್ಟಾಪ್ ತಂದು ಕೊಡ್ಬೇಕಂತ ಅನಿಸ್ತು, ನಾನು ತಂದು ಕೊಡ್ತಾ ಇದ್ದೇನೆ. ഞാൻ പോയി പിന്നെ കടന്നു. ನಾನು ಮತ್ತೆ ಹೋಗಿ ನಿದ್ದೆ ಮಾಡಿದೆ. വേറൊരാൾ വന്നു. ಇನ್ನೊಬ್ರು ಬಂದ್ರು. ഒരു നല്ല ഗോൾഡ് കളറിലെ വാച്ച് കൊണ്ട് തന്നു. ಒಂದು ಗೋಲ್ಡ್ ಕಲರ್ ವಾಚ್ ತಂದು ಕೊಟ್ರು. ഞാൻ ദേഷ്യം വന്ന് ഞാൻ മേടിച്ച് മേശപ്പുറത്ത് വെച്ചു. ನಾನು ಕೋಪ ಬಂದು ತಂದು ಮೇಜಿಗೆ ತಂದಿಟ್ಟೆ. വീണ്ടും അടുത്ത ആൾ വന്നു. ಮತ್ತೆ ಒಬ್ರು ಬಂದ್ರು. ബ്യൂട്ടിഫുൾ പെർഫ്യൂം കൊണ്ട് തന്നു. ಒಳ್ಳೆ ಸುಂದರವಾದಂತ ಸುಗಂಧವನ್ನು ತಂದ್ರು. 10-15 മിനിറ്റ് കൊണ്ട് എന്റെ മേശ നിറച്ചും ഗിഫ്റ്റാ. 10-15 ನಿಮಿಷದಲ್ಲಿ ಮೇಜೆಲ್ಲ ಗಿಫ್ಟ್. ഞാൻ കട്ടിലോട്ട് കിടക്കാൻ ഒരുങ്ങുവാ. ನಾನು ಮಲಗಲಿಕ್ಕೆ ಹೋದೆ. പെട്ടെന്ന് ഇത് കണ്ടത്. ತಕ್ಷಣ ಇದು ಕಂಡದು. ഞാൻ കർത്താവേ, ಕರ್ತನೆ, ഞാൻ രാവിലെ പ്രാർത്ഥിച്ചില്ല. ಬೆಳಿಗ್ಗೆ ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಲ್ಲ. ഞാൻ ഉറങ്ങുക. ನಾನು ನಿದ್ದೆ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ഈ മനുഷ്യന്മാര്, ಈ ಮನುಷ್ಯರು ഭൂമിയിൽ മരുഭൂമിയിൽ അധ്വാനിച്ച രക്തം വെള്ളമായ പൈസ, ಮರುಭೂಮಿಯಲ್ಲಿ ಬೆವರು ರಕ್ತವಾದಂತ ಹಣ. നീ കരുണയുള്ള ദൈവമാണ്. ನೀನು ಕರುಣೆಯುಳ್ಳ ದೇವರು. നിന്റെ കരുണ എന്നെ മാനസാന്തരപ്പെടുത്തും. ನಿನ್ನ ಕರುಣೆ ನನ್ನನ್ನು ಮಾನಸಾಂತರಪಡಿಸು. ഒരു നന്മയ്ക്ക് നീ കുറവ് വരുത്തിയില്ല. ಯಾವ ಶುಭಕ್ಕೂ ನೀನು ಕೊರತೆ ಉಂಟು ಮಾಡಲಿಲ್ಲ. ഞാൻ ഇറങ്ങി മുട്ടേ നിന്നു. ನಾನು ಕೂತು ಮೊಣಕಲ್ಲಲಾಕದೆ. കണ്ണുനീര് വരാൻ തുടങ്ങി. ಕಣ್ಣೀರೇ ಬಂತು. ഞാൻ ക്ഷമിക്കണം. ಕರ್ತನೆ ಕ್ಷಮಿಸು. ഞാൻ ആ വീട്ടിൽ ചെന്നു. ಮನೆಗೆ ಹೋದೆ. ആന്റിയെ വിളിച്ചു. ಆಂಟಿನ ಕರೆದೆ. ഞാൻ അടുത്ത 3 ദിവസം ഫാസ്റ്റിംഗ് ആണ്. ನಾನು 3 ದಿನ ಕ್ಷಮಿക്കണം. ಕ್ಷಮಿಸಬೇಕು. കിട്ടാൻ വേണ്ടിയല്ല, ಸಿಗುವುದಕ್ಕಲ್ಲ, അവന്റെ കരുണയാ. ಆತನ ಕರುಣೆಯಾಗಿದೆ. മീൻ നിറഞ്ഞ പത്രോസ് പറയാ, ಮೀನ್ ತುಂಬಿದಾಗ ಪೇತ್ರ ಹೇಳ್ತಿದ್ದಾನೆ, പേടിച്ചു പോയി. ಭಯವಾಗಾಯ್ತು, ವಿಸ್ಮಯಪಟ್ಟನು. പാപിയാണ്, ನಾನು ಪಾಪಾತ್ಮನು, വിട്ടുപോക്കൊള്ളാൻ. ಬಿಟ್ಟು ಹೋಗು. നിന്നെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ನಿನ್ನನ್ನು ನಾನು ಫೇಸ್ ಮಾಡೋಕ್ಕಾಗಲ್ಲ. പാപിയാന്ന് എഗ്രി ചെയ്തപ്പം പറയാണ്, ಪಾಪಿ ಎಂಬುದಾಗಿ ಒಪ್ಪಿಕೊಂಡಾಗ ಹೇಳ್ತಿದ್ದಾನೆ, കൺഫസ് ചെയ്തപ്പം പറയാണ്, ಅರಿಕೆ ಮಾಡಿದಾಗ ಹೇಳ್ತಿದ್ದಾನೆ, നിന്നെ ഞാൻ അപ്പോസ്തലനാക്കാൻ പോവാ. ನಾನು ನಿನ್ನನ್ನು ಅಪೊಸ್ತಲನಾಗಿ ಮಾಡ್ಲಿಕ್ಕಿದ್ದೇನೆ. നിന്റെ എല്ലാ നന്മകളും, ನಿನ್ನ ಎಲ್ಲಾ ಶುಭಗಳು നിന്നെ കർത്താവിന്റെ വേലയ്ക്കുള്ള വിളിയാ. ನಿನ್ನ ಸೇವೆಗೆ ಇರುವಂತ ಕರೆಯುವಿಕೆ ಆಗಿದೆ. ഇതിനകത്തുള്ള ചിലരെ കർത്താവ് പ്രൊമോട്ട് ചെയ്യുകയാണ്. ಇಲ್ಲಿರುವಂತ ಕೆಲವರನ್ನ ದೇವರು ಪ್ರಮೋಟ್ ಮಾಡ್ತಿದ್ದಾರೆ. നിന്നെ കർത്താവ് വേലയ്ക്ക് പ്രൊമോട്ട് ചെയ്യുകയാണ്. ನಿನ್ನ ಸೇವೆಗಾಗಿ ದೇವರು ಆರಿಸಿಕೊಳ್ತಿದ್ದಾರೆ. കർത്താവ് ചിലരെ വേലയ്ക്ക് പ്രൊമോട്ട് ചെയ്യുകയാണ്. ಸೇವೆಗಾಗಿ ಪ್ರಮೋಟ್ ಮಾಡ್ತಿದ್ದಾರೆ. ചിലരെ ശുശ്രൂഷയ്ക്ക് പ്രൊമോട്ട് ചെയ്യുകയാണ്. ಸೇವೆಗಾಗಿ ಪ್ರಮೋಟ್ ಮಾಡ್ತಿದ್ದಾರೆ. അവന്റെ വേലയ്ക്ക് ചിലരെ മുദ്രയിട്ട് വേർതിരിക്കുകയാണ്. ಸೇವೆಗಾಗಿ അവന്റെ വേലക്കുള്ളവരാണ്. അവന്റെ വേലക്കുള്ളവരാ ചിലര്. ಅವನ ಆತನ ಸೇವೆಗಾಗಿ ಇರುವವರು. ഇന്ന് കർത്താവ് നിന്നെ വിശ്വാസത്തിന്റെ വരം നിന്നെ എഴുന്നേൽപ്പിക്കും. ನಿನ್ನ ನಂಬಿಕೆಯಲ್ಲಿ ಕರ್ತನು ನಿನ್ನನ್ನು ಎಬ್ಬಿಸುತ್ತಾನೆ. നിന്റെ ശരീരത്തിൽ സൗഖ്യം നടക്കുന്ന കർത്താവ് പറയാൻ ನಿನ್ನ പോകുന്നു. ಸೌಖ್ಯ, ಶರೀರದಲ್ಲಿ ಸೌಖ್ಯ ಉಂಟಾಗ್ತದೆ ಕರ್ತನು ಹೇಳ್ತಿದ್ದಾರೆ. ഉദരത്തിലെ കെട്ടവനായിരിക്കും. ಹೊಟ್ಟೆ ಕಟ್ಟುಗಳು ಆತನು ಬಿಡಿಸುತ್ತಾನೆ. നിന്റെ ശരീരത്തിൽ ഹോർമോൺ ഇൻബാലൻസ് ആയത് ബാലൻസ് ആക്കും. ಶರೀರದಲ್ಲಿರೋ ಹಾರ್ಮೋನ್ಸ್ ಇಂಬ್ಯಾಲೆನ್ಸ್ ಆಗಿದೆ, ಬ್ಯಾಲೆನ್ಸ್ ಆಗ್ತಾ ಇರ್ತಾರೆ. ഉദരത്തിൽ സൗഖ്യം നടക്കുന്ന കർത്താവ് പറയാൻ പറയുന്നു. ನಿನ್ನಲ್ಲಿ ಸೌಖ್ಯ ಆಗ್ತಾ ಇದೆ ಅದು ಕರ್ತನು ಹೇಳೋದು ಕೇಳಿದೆನು. നിന്റെ രക്തത്തിനകത്ത് സൗഖ്യം നടക്കും. ನಿನ್ನ ರಕ್ತದಲ್ಲಿ ಸೌಖ್ಯ ಉಂಟಾಗ್ತದೆ. ഇതിനകത്ത് തൈറോയിഡുമായി ബന്ധപ്പെട്ടവർ എഴുന്നേറ്റിരിക്കാൻ പ്രാർത്ഥിക്കാം. ಥೈರಾಯ್ಡ್ ಆಗಿ ಸಂಬಂಧದಲ್ಲಿ ಸಮಸ್ಯೆ ಇರುವವರು ಎದ್ದು ನಿಲ್ರಿ. ಥೈರಾಯ್ಡ್ ಸಮಸ್ಯೆ ಇರುವವರು സൗഖ്യം നടക്കാൻ പോവാ. ಸೌಖ್ಯ ಸಂಭವಿಸಲಿಕ್ಕೆ, സൗഖ്യം നടക്കാൻ പോവാ. ಸೌಖ್ಯ ಸಂಭವಿಸಲಿಕ್ಕಿದೆ, സൗഖ്യം നടക്കാൻ പോവാ. ಸೌಖ್ಯ ಸಂಭವಿಸಲಿಕ್ಕಿದೆ. ഭയങ്കര സൗഖ്യം തൈറോയിഡുമായി ബന്ധപ്പെട്ട് നടക്കും. ಥೈರಾಯ್ಡ್ನಲ್ಲಿ ದೊಡ್ಡ ಸೌಖ್ಯ ಸಂಭವಿಸಲಿಕ್ಕಿದೆ. യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ തൈറോയിഡിന്റെ ദുരാത്മാവിനെ നോക്കി ഞാൻ കൽപ്പിക്കുന്നു. ಥೈರಾಯ್ಡ್ ದುರಾತ್ಮನ ನೋಡಿ ಕಲ್ಪಿಸ್ತಾ ಇದೆ. അഴിഞ്ഞ് ക്രൂശിലേക്ക് പോവുക. ಬಿಚ್ಚಿ ಶಿಲುಬೆ ಕಡೆಗೆ ಹೋಗು. ഇന്ന് ഈ നിമിഷം മുതൽ ಈ ನಿಮಿಷದಿಂದ യേശുവിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. ಯೇಸುವಿನ ಜೀವ ಯಾವರಿಸಲಿ. എല്ലാവർക്കും എഴുന്നേൽക്കാം. ಎಲ್ಲರಿಗೆ ಎದ್ದು ನಿಲ್ಲೋಣ. നമ്മൾ 2 പ്രൊഫറ്റിക്കൽ ആക്ഷൻ ചെയ്യാൻ പോവാം. 2 ಪ್ರವಾದನ ಚಟುವಟಿಕೆ ಮಾಡ್ಲಿಕ್ಕಿದ್ದೇವೆ. എന്റെ സമയമായി. ನನ್ನ ಸಮಯ ಆಯ್ತು. ഒന്ന് തിരിഞ്ഞു നോക്കണം. എല്ലാരും ಒಮ್ಮೆ ತಿರುಗಿ ನೋಡ್ಬೇಕು. എല്ലാരും തിരിഞ്ഞു നോക്കണം. ಎಲ್ಲರೂ ತಿರುಗಿ ನೋಡ್ಬೇಕು. 2023 2023 ജൂലൈ മാസം, ಜುಲೈ ತಿಂಗಳು 7ാം മാസം, 7ನೇ ತಿಂಗಳು, ഇന്നത്തെ ദിവസം 24 24 ജൂലൈ മാസം 24ാം തീയതി ಜುಲೈ 24 2:31 സമയത്ത് 2:30 ಆದಾಗ ಸಮಯ. എല്ലാരും തിരിഞ്ഞു നോക്ക്. ಎಲ್ಲರೂ ತಿರುಗಿ ನೋಡ್ರಿ. തിരിഞ്ഞു നോക്കിട്ട് ബബായ്
ತಿರುಗಿ ಹೇಳಿ ಬಾಯ್ ಬಾಯ್. ദാരിദ്ര്യമേ ബബായ്, ಬಡತನವೇ ಬಾಯ್ ಬಾಯ್. സങ്കടമേ ബബായ്, ಸಂಕಟವೇ ಬಾಯ್ ಬಾಯ್. മരണമേ ബബായ്, ಮರಣವೇ ಬಾಯ್ ಬಾಯ್. നിരാശേ ബബായ്. ಬಾಯ್ ಬಾಯ್. നമ്മൾ ഇനി കാണത്തില്ല. ನಾವು ನಿನ್ನನ್ನು ಮತ್ತೆ ಕಾಣೋದಿಲ್ಲ. ബബായ് പറഞ്ഞു തിരിഞ്ഞോ. ಬಾಯ್ ಬಾಯ್ ಹೇಳಿ ತಿರುಗಿರಿ. മുന്നോട്ട് തിരിഞ്ഞിട്ട് പറയാം, നന്മയും കരുണയും സ്വാഗതം ചെയ്യുന്നു. ಮುಂದಕ್ಕೆ ತಿರುಗಿ ಹೇಳ್ರಿ, ಶುಭ ಕೃಪೆಯನ್ನ ಸ್ವೀಕರಿಸುತ್ತಿದ್ದಾನೆ. കരങ്ങൾ അടിച്ച് നന്മയും കരുണയും സ്വീകരിച്ചാട്ടോ. ಮುಂದೆ ತಿರುಗಿಕೊಂಡು ಕರಗಳ ഓ, ತಟ್ಟಿ ಕೃಪೆ റാ, ಶುಭವನ್ನು ബാ, 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 ಸ್ವೀಕರಿಸಿರಿ. ബാ, 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 ബാ. ಈ ಬಾ 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 ಶಾದಾರದ. ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ ചെയ്യാൻ പോവാ. ಇನ್ನೊಂದು ಪ್ರಭಾವದ ಚಟುವಟಿಕೆ ಮಾಡ್ಲಿಕ್ಕಿದೆ. എത്ര പേര് ടവൽ ഉണ്ട്? ಎಷ್ಟು ಜನರಲ್ಲಿ ಖರ್ಚಿಪ್ ಇದೆ? കർച്ചീഫില്ല, ഉള്ള പോലെ അങ്ങ് അഭിനയിക്കാം. ಖರ್ಚಿಪ್ ಇಲ್ಲದಿದ್ರೆ ಇರುವ ಹಾಗೆ ಆಕ್ಟ್ ಮಾಡೋಣ. ഷോൾ ഉണ്ടെങ്കിലും മതി. ಶಾಲ್ ಇದ್ರೆ ಸಾಕು. യേശു എന്താ പറഞ്ഞത്? ಯೇಸು ಏನ್ ಹೇಳಿದ್ದು? നിന്റെ വലകളെ, cast your nets, ನಿನ್ನ ಬಲೆಗಳನ್ನ ഇങ്ങനെ പിടിക്കണം, ಹೀಗೆ ಹಿಡಿದುಕೊಳ್ಬೇಕು. ഇങ്ങനെ ചരിഞ്ഞിരിക്കണം. ಈಗ ಸರಿದು ನಿಲ್ಬೇಕು. നമ്മൾ വല ഇറക്കാൻ പോവാ. ನಾವು ಬಲೆ ಹಾಕ್ಲಿಕ್ಕಿದ್ದೇವೆ. വല ഇറക്കാൻ പോവാ. ಬಲೆ ಹಾಕ್ಲಿಕ್ಕಿದ್ದೇವೆ. സ്ഥലത്തിന്റെ പേരെന്തുവാ? ಆ ಯೇಸುಪುರಂ. യേശുപുരത്തിൽ വല ഇറക്കാൻ പോവാ. ಯೇಸುಪುರದಲ್ಲಿ ಬಲೆ ಹಾಕ್ಲಿಕ್ಕಿದ್ದೇವೆ. ആത്മാക്കളെ നേടാനുള്ള വല ഇറക്കാൻ പോവാ. ಆತ್ಮಗಳನ್ನು ಹೊಂದುವಂತ ಬಲೆ ಹಾಕ್ಲಿಕ್ಕಿದ್ದೇವೆ. സഭയ്ക്ക് വേണ്ടി നമ്മുടെ വല എറിയാൻ പോവാ. ಸಭೆಗಾಗಿ ಬಲೆ ಹಾಕ್ಲಿಕ್ಕಿದ್ದೇವೆ. നിങ്ങൾ ഈ വല ഇറക്കുമ്പോൾ ഭാവന കൊണ്ടോ വലിയ വല യേശുപുരത്തിൽ നിറച്ച് വീഴുന്നത്. ನೀವು ಬಲೆ ಹಾಕುವಾಗ ನೀವು ಈ ರೀತಿಯಾಗಿ ಮಾಡ್ಕೊಳ್ಬೇಕು. ದೊಡ್ಡ ಆತ್ಮಗಳು ಬಂದು ಬೀಳುವಂತದ್ದು. ഇങ്ങനെ ചരിഞ്ഞിരിക്കുക. ಈಗ ಸರಿದು ನಿಲ್ಲಿರಿ. പറഞ്ഞ യേശുവേ, ಯೇಸುವೇ, നിന്റെ വചനത്തിന് ഞാൻ വല ഇറക്കുക. വാക്കിന് ನಿನ್ನ ಮಾತಿಗೆ ನಾನು ಬಲೆ ಹಾಕ್ತಾ ಇದ್ದೇನೆ. ഇന്ന് എന്റെ നന്മകൾ, ಇವತ್ತು ನನ್ನ ಶುಭಗಳು, എന്റെ തലമുറകൾ, ನನ್ನ ತಲೆಮಾರುಗಳು, ಆತ್ಮಗಳು, ശുശ്രൂഷകൾ, ಸೇವೆಗಳು, കൃപാവര ഈ വലയ്ക്കകത്ത് വന്ന് കയറണം. ಕೃಪಾವರಗಳು ಈ ಬಲೆಯಲ್ಲಿ ಬಂದು ಸೇರಲಿ. എന്നെ മാനസാന്തരപ്പെടുന്നത് പോലെ എന്നെ അനുഗ്രഹിക്കണം. ನನ್ನನ್ನು ಮಾನಸಾಂತರ ಪಡುವ ರೀತಿಯಲ್ಲಿ ಆಶೀರ್ವದಿಸಬೇಕು. പറഞ്ഞാട്ടെ, മാനസാന്തരപ്പെടുന്നത് പോലെ ಹೇಳಬೇಕು. ಮಾನಸಾಂತರ ಪಡುವ ಹಾಗೆ. 1 2 3 നമ്മൾ അറിയാൻ പോവാ. 2 1 2 3 ನಾವು ಹಾಕ್ಲಿಕ್ಕಿದ್ದೇವೆ. യേശുപുരത്തിൽ മുഴുവനായി വല വീഴണം. ಯೇಸುಪುರದಲ್ಲಿ ಪೂರ್ತಿಯಾಗಿ ಬಲೆ ಬೀಳಬೇಕು. 1 2 3 എഴുതോ. നിങ്ങൾ കണ്ടാട്ടെ, യേശുപുരത്തിൽ ആ വല വീഴുന്നത് കണ്ടാട്ടെ. ಯೇಸುಪುರದಲ್ಲಿ ಬಲೆ ಬೀಳುವುದನ್ನು ಕಾಣ್ರಿ. ആ വലയ്ക്കകത്ത് മീനുകൾ വന്ന് കയറുന്നു. ಆ ಬಲೆಗಳಲ್ಲಿ ಮೀನು ಬಂದು ಸೇರುತ್ತಿದೆ. കരങ്ങളെ അടിച്ചതിനെ സ്വീകരിച്ചാട്ട്. ಕರಗಳ ತಟ್ಟಿ ಸ್ವೀಕರಿಸೋಣ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ಕರ್ತನ ನಿಮ್ಮನ್ನು ಧಾರಾಳವಾಗಿ ಆಶೀರ್ವದಿಸಲಿ. ആമേൻ. കർത്താവ് അവസരം തന്ന വീണ്ടും കാണാം. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ಕರ್ತನ ಅವಕಾಶ ಕೊಡುವುದಾದ್ರೆ ಮತ್ತೆ ಕಾಣೋಣ ದೇವರ ಸಮಯ.